അഭിവന്ദരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അസ്സലാമു അലൈക്കും. ഉപചാരവചനങ്ങളൊന്നുമില്ലാതെ ഞാൻ നേരെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പലപ്പോഴും മതപ്രഭാഷണങ്ങൾ നടക്കുന്ന ഒരു സദസ്സാണ്. റെക്കോർഡ് ചെയ്യുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ പ്രസംഗം ഒരിക്കലും കട്ട് ചെയ്തിട്ട് വിടരുത്. 5 മിനിറ്റ് 10 മിനിറ്റ് കട്ട് ചെയ്ത് വിടരുത്. കാരണം ഈ പ്രസംഗം ആദ്യം മുതൽ അവസാനം വരെ വിവാദമായിരിക്കും. അങ്ങനെ ഒരു കുഴപ്പം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഫുൾ അപ്ലോഡ് ചെയ്യണം, 2 മണിക്കൂർ മൊത്തം. അതല്ലെങ്കിൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ് കുഴപ്പമില്ല, വാട്സപ്പിൽ വിടരുത്. അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്താൽ മതി. ഓക്കെ, ആരും റെഡി? കാരണം പ്രസംഗം മൊത്തം വിവാദമായിരിക്കും. അത് പകുതി കേട്ടാൽ കുഴപ്പമാണ്. അപ്പോൾ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ? സാധാരണ മതപ്രസംഗം എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ തരിപ്പിക്കലാണ്. അതിന് 75,000 വാട്സ് മൈക്ക് വേണം. ഇത് 8,000 വാട്സേ ഉണ്ടാവുള്ളൂ അല്ലേ? നമ്മൾ ഈ സമുദായത്തെ അള്ളാഹു കാക്കട്ടെ. 75,000 വാട്സൊക്കെ അടിച്ചു പോകും, ഡയഫ്രം അടിച്ചു പോകും. 20,000 ഡെസിബിൾ ശബ്ദം മാത്രം അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രവണേന്ദ്രിയാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. നമ്മൾ ഈ സമുദായത്തെ അള്ളാഹു കാക്കട്ടെ. അപ്പോൾ നിങ്ങളൊരു തട്ടുപൊളിപ്പൻ പ്രസംഗം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അതൊരു 5 കൊല്ലം മുമ്പൊക്കെ അങ്ങനെ ആയിരുന്നു. അതിലൊന്നും ഈ ഡപ്പാങ്കുത്തിലൊന്നും വലിയ കാര്യമില്ല. നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ പഴമക്കാരായ ആലിമീങ്ങൾ, തഴവ ഉസ്താദിനെ പോലെയുള്ള, വൈലിത്തർ ഉസ്താദിനെ പോലെയുള്ള, ശംസുലുലമയെ പോലെയുള്ള, വാണിയമ്പൽ ഉസ്താദിനെ പോലെയുള്ള, ആദർശേരി ഉസ്താദിനെ പോലെയുള്ള നമ്മുടെ ട്രഡീഷണൽ ഇസ്ലാമിക് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന ഒന്നുണ്ട്. സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരു പാരമ്പര്യ ഇസ്ലാമിക ദഅവ. അതാണ് എല്ലാ കാലത്തും സമൂഹത്തിൽ ഫലം ചെയ്തിട്ടുള്ളൂ. ഇന്ന് 10,000 കൂടുന്ന വയലാണ് കണ്ണൂരിലും കാസർഗോഡ്. ഞങ്ങൾ കാസർഗോഡായിരുന്നു. പക്ഷേ ഈ 10,000 കൂടുന്ന സദസ്സിലൊക്കെ ചെറുപ്പക്കാർ ബർമുടിട്ടിട്ടാണ് വരുന്നത്. നല്ല കാര്യം. പക്ഷെ വയല് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നിന്ന് മൂത്രമൊഴിക്കുകയാണ്. ഒരു മാറ്റം ഉണ്ടാകണില്ല. ചെവിയുടെ ആനന്ദമാണ്, കേൾവിയുടെ ആസ്വാദ്യതയാണ് മതപ്രഭാഷണം. നിങ്ങൾ അങ്ങനെയുള്ള ഒരു ഓഡിയൻസ് ആകരുത്. എന്തുകൊണ്ട്? നാളെ SKSFകാരോട് നിങ്ങൾ പറയും, എന്തൊരു പെർഫോമൻസ് ആയിരുന്നു കേട്ടാ, നല്ല പ്രസംഗ. കാരണം അത് മരണവും ഖബറൊക്കെ പറഞ്ഞാലേ രസം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 5 വിഷയങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ ട്രെൻഡായി ഓടിക്കൊണ്ടിരിക്കുന്നത്: മരണം, ഖബർ, നരകം, ലോകാവസാനം, മഹ്ശറ. ഇത് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾ പേടിക്കും. ജനങ്ങൾ പേടിച്ചാൽ കരയും. കരഞ്ഞാൽ സംഭാവന കൂടും എന്നതാണ് അതിൻ്റെ പിന്നിലൊരു സൈക്കോളജി. ഞാനതിനെ ആക്ഷേപിക്കുകയോ പരിഹസിക്കുകയോ അല്ല. ഇവിടെയുള്ള മദ്രസയും പള്ളിയൊക്കെ ഉണ്ടായതൊക്കെ പിരിവെടുത്തിട്ട്. പക്ഷേ പതിറ്റാണ്ടുകളായി നമ്മൾ ഉമ്മത്തിനെ പേടിപ്പിക്കുകയാണ്. പടച്ചോൻ എന്ന് പറഞ്ഞ ഒരു ഭീകരജീവിയായി. നഅൂദുബില്ല. നിങ്ങൾ യൂട്യൂബിൽ എൻ്റെ പേരടിച്ചു നോക്കൂ. ഒരു ഖബർ എന്നുള്ളൊരു വിഷയം ഞാൻ പറഞ്ഞിട്ടില്ല. അതൊരു അഭിമാനമായിട്ട് പറയുന്നല്ല, പറഞ്ഞിട്ടേ ഇല്ല. ജനങ്ങളെ പേടിപ്പിക്കുന്ന ഒരു വിഷയം എൻ്റെ പ്രസംഗത്തിൽ ഉണ്ടായില്ല. നമ്മൾ ലൈഫ് ആസ്വദിക്കൂന്ന്, ജീവിതം സന്തോഷിച്ച് തീർക്ക്. ഖബറൊക്കെ വരാൻ പോണതല്ലേ. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട. ഇതാണ് ഞാൻ റെക്കോർഡ് ചെയ്യേണ്ടെന്ന് പറയാൻ കാരണം. അള്ളാഹു എന്ന് പറഞ്ഞാൽ ഖബറിൽ നമ്മളിട്ട് ഇങ്ങനെ ഇടിച്ചു പഞ്ചറാക്കുന്ന ആളാന്ന് ആരാ നമ്മളെ പഠിപ്പിച്ചത്? നരകത്തിലിട്ട് ശിക്ഷിക്കുന്ന ആരാ പഠിപ്പിച്ചത്? അള്ളാഹു സ്നേഹസ്വരൂപന, അള്ളാഹു കാരുണ്യമാ, അള്ളാഹു വാത്സല്യനിധിയാ. നമ്മുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ അച്ഛന്മാരൊക്കെ എപ്പോഴും പറയും ഗോഡ് ഈസ് ലവ് എന്നാണ്. ദൈവം സ്നേഹമാകുന്നു. അവരെപ്പോഴും പറയും ദൈവം സ്നേഹമാകുന്നു. നമ്മുടെ പള്ളിയിൽ, ഇവിടുത്തെ പള്ളിയല്ല കേട്ടോ, തെക്കേക്കര പള്ളിയല്ല, എനിക്ക് വന്നതുപോലെ തിരിച്ചു പോകണം. അവിടെ നിന്ന് അങ്ങോട്ട് മലബാറിലെ എല്ലാ പള്ളിയിലും വെള്ളിയാഴ്ച എന്താ പറയുന്നൊരു നിസ്കരിച്ചോളി ഖബറിലെ അദാബാ. അത് സത്യം തന്നെയാണ്. അത് നിഷേധിച്ച ഇസ്ലാമെന്ന് പുറത്തു. പക്ഷെ നമ്മൾ ഒരിക്കലും പറയുന്നില്ല അല്ലാഹു സ്നേഹമാ, അല്ലാഹു കാരുണ്യമാ. ഈ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ ജീവിച്ചു പോയ മഹാത്മാക്കളായ ആരിഫീങ്ങള്, അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ, അല്ലാഹുവിനെ പ്രണയിച്ചവരാ, സ്നേഹിച്ചവരാ, അല്ലാഹുവിനെ പ്രണയിച്ച ആരിഫീങ്ങളായ ആളുകൾ. എന്റെ കണ്ണിൽ നീയാണ് അല്ലാ. അല്ല കണ്ണിലുള്ളപ്പോ പുലിമുരുകൻ കാണാൻ പറ്റില്ല ചെറുപ്പക്കാരാ. അല്ല കണ്ണിലുള്ളപ്പോ ഗ്രേറ്റ് ഫാദറിന് വേണ്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടില്ല മലപ്പള്ളിയിലെ ചെറുപ്പക്കാരാ.
അതെ, അല്ല കണ്ണിലുള്ളവന്റെ ഹൃദയത്തിലുള്ളവൻ ബാഹുബലി കാണാൻ എറണാകുളത്തെ തിയേറ്ററിന്റെ ശീതീകരിച്ച തണുപ്പിൽ പോയി ഇരിക്കില്ല മുത്തേ. കാരണം അല്ല നമ്മുടെ കണ്ണിലും കൽബിലും ചുണ്ടിലും ഇല്ല. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അള്ളാഹുവിനെ പ്രണയിച്ചവരാ. മണ്ണാർക്കാട്ട അമ്പങ്കുന്നിന്റെ മലയടിവാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് വലിയുല്ലാഹി ബിരാൻ ഖാദിരിയ ത്വരീഖയുടെ ശൈഖ് മുറബ്ബിയ. അവിടുന്ന് എന്റെ ചാവക്കാട്ട കടപ്പുറത്ത് വന്ന് നിൽക്കാറുണ്ട്. അനന്തവിസ്തൃതമായി പരന്നു കിടക്കുന്ന അറബിക്കടലിന്റെ അലമാലകളെ നോക്കിയിട്ട് അവിടുന്ന് ഒരു പാട്ട് പാടാറുണ്ട്. നിങ്ങളും എൻ്റെ കൂടെ ഒന്ന് പാടുമോ? ഉറക്കെ ഉറക്കെ ഒന്ന് പാടുമോ? മതിമറന്ന് ബീരാനൗലിയ പാടുന്ന പാട്ട് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി. ഉറക്കെ 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 റിലാക്സ് ആയിട്ട് ഉറക്കത്തില്ല. ഇന്ന് നിങ്ങൾക്ക് മൊത്തം പണിയാവും. ഇത് ഞാൻ എല്ലാ വേദനയിലും അങ്ങോട്ട് പോരാ, നിങ്ങൾക്ക് സാധുക്കളായി കേൾക്കുക, ഒരു 5000 റുപ്യ കൊടുക്കുക, അസ്സലാമു അലൈക്കും. അത് വേണ്ട. അവസാനത്തെ പേര് വീരാനൗലിയ അങ്ങനെയല്ല പാടിയത്. ഒന്നും കൂടി പാടൂ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സല്ലല്ലാഹ് മദി കടലും തിരയും ഇല്ലല്ലാഹ്. ഇപ്പൊ മനസ്സിലായില്ല റെക്കോർഡിംഗ് എന്ന് പറയാൻ കാരണം. കടലും തിരയും ഇല്ലല്ലാഹ്. അങ്ങനെയാണ് ബീരാ വലിയുള്ള പാടിപ്പോയത്. ചാവക്കാട്ട് എടക്കഴിയൂരിലെ മണത്തലയിലെ അതേ വന്മേനാട്ട് ഏതെങ്കിലും വീട്ടിലിരിക്കുമ്പോ പറമ്പിലൂടെ കോഴിയും കുഞ്ഞുങ്ങളും ചിക്കി പെറുക്കി നടന്നു പോകുന്നത് കണ്ടാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് പുഞ്ചിരി തൂകി പാടുമത്രേ. പാടു ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ചെറുപ്പക്കാരൊക്കെ പാട് ഞാനും 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 എൻ്റെ ആളും അത് പറഞ്ഞ് ഞങ്ങള് പാടൂലേ? ഉറക്ക പാടി. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സല്ലല്ലാഹ് കോഴി മക്കളുമില്ലല്ലാഹ്. അങ്ങനെയാണ് വീരാനൗലി പാടി. പുറത്താരെങ്കിലും കേൾക്കുകയാണെങ്കിൽ ഭ്രാന്തനാന്ന് കരുതുക. കറണ്ടാണ് ഞാൻ ശബ്ദം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തത്. ഞാൻ തമാശ പറയല്ല കേട്ടോ, ആള് പറഞ്ഞതാണ്. ഏതെങ്കിലും ഹരിതാപമായ വഴികളിലൂടെ കടന്നു പോകുമ്പോ തിങ്ങി നിൽക്കുന്ന തെങ്ങും തോപ്പ് കണ്ടാ പാടും. പാടും ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മുഹമ്മദ് സല്ലല്ലാഹ് തെങ്ങും തോപ്പ് ഇല്ലല്ലാഹ്. ആ കാലഘട്ടത്തിലെ കുറെ ആളുകൾ ഭ്രാന്തനെന്ന് വിളിച്ച് അപഹസിച്ചിട്ട് പിറകിലൂടെ കല്ലെടുത്തെറിഞ്ഞു ഓടിച്ചു. നിങ്ങളുടെ ഈ കാഞ്ഞനമറ്റത്ത് അന്ത്യവിശ്രം കൊള്ളുന്ന മഹാന്റെ മുരീദാണ് വീരാനൗലിയ എന്നാണ് എൻ്റെ ഒരു അറിവ്. ശരിയെന്ന് എനിക്കറിയില്ല. ഫരീദുദ്ദീൻ ശക്കർ ഖാൻ അല്ലേ, അവരുടെ മുരീദാന്നാണ് എനിക്ക് തോന്നുന്നത്. വീരാനൗലി മണ്ണാർക്കാട്ടാണ് അന്ത്യവിശ്രമങ്ങൾ. അപ്പോൾ ആ കാലഘട്ടത്തിലെ കുറെ ബുദ്ധിമാന്മാരായ ആളുകൾ അദ്ദേഹത്തെ ഭ്രാന്തൻ എന്ന് വിളിച്ചു. ശരിക്കും ആർക്കായിരുന്നു പിരാന്ത്? ആർക്കാണ് ശരിക്കും ഭ്രാന്ത്? നമുക്കൊക്കെ ഭ്രാന്തന്മാരാണ് നമ്മളൊക്കെ. അത് ചിലർ നോർമലിൻ്റെ അതിൻ്റെ പെർഫെക്ഷൻ്റെ ഇടയിലാണ് ഈ ലോകത്തെ എല്ലാവരും. ഫരീദ് സാഹിബിനൊക്കെ ഒരു ഭ്രാന്തുണ്ട്, പക്ഷെ അത് വളരെ നോർമൽ ഭ്രാന്തായിരുന്നു. എനിക്കൊരു ഭ്രാന്തുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഉസ്താദന്മാർക്കും ഭ്രാന്തുണ്ട്. പക്ഷെ അത് നമ്മൾ വിചാരിക്കണ ഈ മെൻ്റലി ഊളംപാർക്ക് പോകണം എന്നൊക്കെ ചിലർ പറയുന്നുണ്ടല്ലോ, ആ ഭ്രാന്തല്ല. ചില ഉദ്യോഗസ്ഥന്മാരോടൊക്കെ ചില ആൾക്കാർ പറയില്ല ഊളംപാർക്ക് കൂടുന്നു, ആ ഭ്രാന്തല്ല. ഇപ്പം ഈ ഇരിക്കണ താത്താരും നിങ്ങളൊക്കെ ഭ്രാന്തന്മാർ തന്നെയാണ്. അല്ലാതെ നമ്മളെ നോർമലാക്കട്ടെ. കാരണം മനുഷ്യത്വം എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്ത് നമ്മൾ സഞ്ചരിച്ച ഭ്രാന്ത് തന്നെയാണ്. എല്ലാവരും ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് അല്ലേ, ഭയങ്കര മനുഷ്യന്മാരായിട്ടില്ലേ പെരുമാറണല്ലേ. ചില ആൾക്കാരൊക്കെ ദേഷ്യം കണ്ട് കണ്ടാൽ മതി. ഹബീബിങ്ങളത് പോട്ടെ. വീരാനൗലിയ ബുദ്ധിമാനായ ഭ്രാന്തന. എന്താ കാരണം? അവരല്ലാഹുവിനെ പ്രണയിച്ചു, നമ്മൾ അല്ലാഹുവിനെ പേടിച്ചു. പേടിച്ച് ആൾക്കാർ പള്ളിക്ക് തന്നെ പോവാതെ ഇപ്പൊ മനസ്സിലായോ? നമ്മൾ അല്ലാഹുവിനെ ഭയപ്പെട്ടു. സകല അവതരണങ്ങളിലും അല്ലാഹു ക്രൂരനാണ്, സകല വിശദീകരണങ്ങളിലും ശിക്ഷകന്റെ റോളാണ് അല്ലാഹ്.
നമ്മൾ ഒരിക്കലും അല്ലാഹനെ പ്രണയിച്ചിട്ടില്ല. ഈമാനിന്റെ മധുരം നമ്മുടെ ഖൽബിൽ കയറിയില്ല. പരിശുദ്ധ പ്രവാചക തിരുമേനി പറയുകയാ, സലാത്തുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവതൽ ഈമാൻ. ഈമാനിനൊരു മധുരമുണ്ട്, ഈമാനിനൊരു ടേസ്റ്റ് ഉണ്ട്, ഈമാനിന് ആസ്വാദ്യകരമായൊരു രുചിയുണ്ട്. മുഹമ്മദ് മുസ്തഫ. 3 വിഭാഗം ആളുകൾക്ക് അത് ലഭിക്കും. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. 3 വിഭാഗം ആളുകൾക്കേ അത് ലഭിക്കുകയുള്ളൂ. ഒന്നാമത് പറഞ്ഞത് അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിച്ചവർക്കാണ്. അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെക്കാള് സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ, താരാപഥങ്ങളെ, മാമലകളെ, സമതലങ്ങളെ, ആറുകളെ, പുഴകളെ, ജലാശയങ്ങളെ, ഈ യൂണിവേഴ്സിലെ സകലത്തിനെക്കാട്ടിലും അഹബ്ബ ഇലൈഹി, അള്ളാഹുവിനോട് പ്രേമമുള്ളവർക്കാണ് മധുരമുള്ള ഈമാൻ ലഭിക്കുകയുള്ളൂ എന്ന് മുഹമ്മദ് മുസ്തഫ. നമുക്ക് എവിടെ കിട്ടിയണം നിങ്ങളെ? നമ്മൾ ലോക്കൽ കൺട്രി ഫെലോ മുസ്ലിങ്ങളാണ്. നിങ്ങൾ ദേഷ്യപ്പെടണ്ട. എന്തുകൊണ്ട്? നമ്മൾ കാനേശുമാരി മുസ്ലിങ്ങളാ. ഇപ്പൊ ഈ മടാക്കരയില് എന്താ സ്ഥലത്തിന്റെ പേര്? മലയപ്പള്ളി. മലയപ്പള്ളിയിൽ ഒരാൾ മുസ്ലിം ആകാൻ ഹബീബിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? കൈ ഇങ്ങനെ പിടിച്ചാണ് എല്ലാവരും ഇങ്ങനെ പിടിക്കും. ആമീൻ പറയാനാ, ദുആ ചെയ്യാനാ. ഉറക്കൊരാമീൻ പറ. അങ്ങനെയൊന്നും പോരാ. നിങ്ങൾ നല്ല നാട്ടുകാരല്ല. ഉറക്കെ പറയും. ഒന്നുകൂടി ഉറക്കെ പറയും. അല്ലാഹുവേ, ഞങ്ങളുടെ മരിച്ചുപോയവർക്ക് ദീർഘായുസ് നൽകണമേ. ആമീൻ. മനസ്സിലായില്ലേ? വയലിൽ എന്ന് പറഞ്ഞപ്പോ ഇതാണ് പരിപാടി. ചിലർക്ക് കത്തിയിട്ടില്ല. എന്താണോ ചിലർക്ക് കത്തി. ഞാൻ മരിച്ചവർക്ക് ദീർഘായുസ് കൊടുക്കണേ എന്നത് വരുന്നത് ഇട്ടാ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണില്ല. നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡ് ഇവിടെ ഇല്ല. അല്ല, കോൺഷ്യസ് മൈൻഡ് ഇവിടെ ഇല്ല. അള്ളാഹു നമ്മുടെ മരിച്ചവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഇങ്ങനെ ചില ഉടായിപ്പടക്ക് വരും. ഞാൻ പാട്ടും തമാശയൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനത് കൊട്ടേഷൻ എടുത്തൊരു വയലല്ല. അതുകൊണ്ടാണ് കൊട്ടേഷൻ എടുക്കുകയാണെങ്കിൽ വേറെ പ്രസംഗമാണ് വേണ്ടത്. കൊട്ടേഷൻ അല്ല. ഇത് പറയുന്നതിനോട് ഒരു 99% ആത്മാർത്ഥമല്ലെങ്കിലും 20% ആത്മാർത്ഥ വേണം. എനിക്കോ നിങ്ങൾക്കോ ഒരു മാറ്റെങ്കിലും വേണം. എനിക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഇവർ കവറൊക്കെ തരും. ഇദ്ദേഹത്തിനും കിട്ടും. ഫ്രീ ഒന്നല്ലല്ലേ? ചിരി കണ്ട ഫ്രീ ആയ മാതിരിണ്ടല്ലോ. കുറച്ച് കൊടുത്താൽ മതി. പക്ഷെ മുമ്പിനികൾ നിങ്ങൾക്ക് കവർ വരി തരുമോ? പറയൂ, തരുമോ? തരുമോ? എന്തൊരു സംശയമുള്ള മാതിരി ഉണ്ട്. അല്ല, അങ്ങോട്ട് തരും. പൈസ ഉള്ള കവർ തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഈ 2 മണിക്കൂർ നമുക്ക് ഉപകാരം ചെയ്യണം. എനിക്കോ ഡ്രൈവർക്കോ ഉപകാരം തരില്ല. Time and tired ones lost cannot be regained. സമയവും കാലവും ഒരിക്കൽ നഷ്ടപ്പെട്ട പിന്നെ തിരിച്ചു കിട്ടില്ല. നഷ്ടപ്പെട്ടു പോകുന്ന സമയത്തെ കുറിച്ച് തിരിച്ചറിയാത്തവന്റെ എല്ലാ സമയവും വേസ്റ്റ് ആണെന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ്. അപ്പൊ ഈ ഇരിക്കുന്ന സമയം ഉപകാരപ്പെടുന്നത് അത്ര. എല്ലാ കൊല്ലം അടുത്ത കൊല്ലം വയല് വെക്കും. അടുത്ത കൊല്ലം ഒരാൾ ഖബറിനെ കുറിച്ച് ഇങ്ങനെ വയല് പറയും. നമ്മളങ്ങോട്ട് കരയും. അന്ന് സുബീസ്കരിക്കൂല, അത് വേറെ കാര്യം. അങ്ങനത്തെ വേളോണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇത് തിരിച്ചു പോകുമ്പോൾ എനിക്കൊരു മാറ്റം വരണം, നിങ്ങൾക്കൊരു മാറ്റം തോന്നണം. ശരിയാണല്ലോ റബ്ബേ. അള്ളാഹു മാറ്റം തരുമാറാകട്ടെ. ഞാനൊരു ഗിരിപ്രഭാഷകനല്ല. ഞാനൊക്കെ ജീവിതത്തിൽ പകർത്തിയ മഹാനായി നിന്ന് നിങ്ങളെ ഉപദേശിക്കുകയല്ല. അങ്ങനെയല്ല. ഞാനും നിങ്ങൾ ഒരേപോലെ തന്നെ. എന്നെ പ്രസംഗിക്കാൻ വിളിച്ചോണ്ട് പ്രസംഗിക്കണമെന്നുള്ളൂ. ഇവിടെ ഇരിക്കേണ്ടവർ അവിടെ ഇരിക്കേണ്ട കുറെ ആൾക്കാർ ഇവിടെ ഇരിക്കേണ്ടവരാ. ഞങ്ങൾ കുറച്ച് ഉയരത്തിലിരിക്കുന്ന സ്റ്റേജ് ഉള്ളത് കൊണ്ട് മാത്രം. നമ്മളൊരു വ്യത്യാസമില്ല മുമ്പിനിങ്ങൾ. നമ്മളൊരു ഇന്ററാക്ട് ചെയ്യാണ്. നോക്കൂ, 3 വിഭാഗം ആളുകൾക്ക് ലഭിക്കുമെന്ന് പുണ്യനബി. നമ്മൾ കേരളത്തിലെ മുസ്ലിങ്ങൾ കാനേശുമാരി മുസ്ലിങ്ങളാ. എന്താ കാരണം? ഈ മലയപ്പള്ളിയിൽ ഒരാൾ മുസ്ലിമാകാൻ 2 കാരണമുണ്ടായാൽ മതി. ഒന്ന്, അവന്റെ നിക്കാഹ് കിടക്കുമ്പോ ഇവിടുത്തെ ഖതീബ് വന്ന് നിക്കാഹ് കഴിക്കണം. സവ്വജതുക വ അൻകഹതുക ബിൻതി കദാ കദാ എന്ന് പറയണം. ഇവിടുത്തെ ഏതെങ്കിലും പെൺകുട്ടിയെ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മഹല്ലിയിലോട്ട് പോയി കല്യാണം കഴിക്കുമ്പോണ്ടല്ല, അവിടെ നിക്കാഹ് ചെയ്യണം. അതാണ് മുസ്ലിം ആകാനുള്ള ഒരടയാളം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക്. 2, ആരെങ്കിലും മരണപ്പെട്ടാല്
നിങ്ങളുടെ ജുമാ മസ്ജിദിന്റെ ഖബർസ്ഥാനിൽ അവനെ മറവ് ചെയ്യണം. ഇത് രണ്ടുണ്ടായാ മതി കേരളത്തിലെ മുസ്ലിമാകാൻ. സംശയം ഉണ്ടോ നിങ്ങൾക്ക്? കള്ളു കുടിക്കാം അവന്, വല്ല കുഴപ്പമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ല. പടച്ചോന്റെ അടുത്ത് കുഴപ്പമുണ്ട്, നാട്ടുകാരത്ത് കള്ളു കുടിച്ചോ വല്ല കുഴപ്പമുണ്ടോ? എന്നാ നിക്കാഹ് അമ്പലത്ത് പോയി കഴിച്ചാലോ അപ്പൊ ഭയങ്കര പ്രശ്നമായിരിക്കും. മരിച്ചിട്ട് വല്ല പുഴയെ കൊണ്ട് പറയതാലോ അത് അപ്പൊ ദീനുൽ ഇസ്ലാം എന്ന് പുറത്തുണ്ടായിരിക്കും. കള്ളു കുടിച്ചാ പ്രശ്നമില്ല. ഈ മുസ്ലിം പലിശ വാങ്ങിയാലോ കൊടുത്താലോ പ്രശ്നമില്ല. നോക്കൂ, കേരളത്തിൽ ഒരാൾ മുസ്ലിമാകാൻ ഇത്രേ വേണ്ടൂ. കള്ളു കുടിച്ചാ പ്രശ്നമില്ല, പലിശ വാങ്ങിയ പ്രശ്നമില്ല, നിസ്കരിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല, ഹറാമ് ചെയ്താ പ്രശ്നമില്ല. ഇതാ മുസ്ലിമാകാൻ രണ്ടെണ്ണം വേണ്ടുള്ളൂ. പള്ളിയിൽ നിൽക്കുക, മറയേല് പള്ളിയിലായിരിക്കും. എത്ര ഉണ്ടായാൽ മതി. അതിലിപ്പോ നടക്കുന്നത്. മുസ്ലിം ഒരിക്കലും മുഅ്മിനായിട്ടില്ല. അത് രണ്ടാന്ന് പറയുന്ന കുറെ ആൾക്കാർ നിങ്ങളുടെ നാട്ടിൽ തന്നെ ഉണ്ട്. ഞാൻ ആ അർത്ഥത്തിലല്ല പ്രയോഗിക്കുന്നത്, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. മുസ്ലിം മുഅ്മിനായി, മുഹിബ്ബായി, മുത്തഖിയായി, മുഹ്സിനായി, മുത്മഇന്ന എന്നൊരു പദവിയുണ്ട്. അള്ളാഹു അവിടെ നമ്മളെ എത്തിക്കുമാറാകട്ടെ. നമ്മൾ ഈമാനിന്റെ വില അറിഞ്ഞിട്ടില്ല. തൃക്കാക്കരയിലെ മുസ്ലിമേ, അത് റോഹിംഗ്യയിലെ മുസ്ലിങ്ങളോട് ചോദിച്ചു നോക്ക്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിലൂടെ അള്ളാഹുവിന്റെ ദീന് കടന്നു വന്ന പ്രദേശമാണ് മ്യാൻമാർ. പഴമക്കാര് ബർമ എന്ന് പറയുന്ന പ്രദേശം. സഅദ് റളിയല്ലാഹു അൻഹു ദീന് കൊണ്ടുവന്ന പ്രദേശമാണ്. 3.5 നൂറ്റാണ്ട് കാലം മുസ്ലിം ഭരണകൂടം നിലനിന്ന പ്രദേശമാണ്. സുലൈമാൻ ഷാ എന്ന് പറയുന്ന ചക്രവർത്തി മുസ്ലിം ഭരണകൂടം സ്ഥാപിച്ച നാടാണ്. ആ ബർമയിൽ ഇപ്പോഴെന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? സമാധാനത്തിനുള്ള നൊബേൽ അവാർഡ് ലഭിച്ച ആങ് സാങ് സൂചി എന്ന് പറയുന്ന പെണ്ണാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 8 മാസക്കാലമായി അതിന്റെ മുമ്പിൽ പട്ടാള ഭരണത്തിലൂടെ അതിക്രൂരമായ താടന പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന പ്രിയപ്പെട്ട റോഹിംഗ്യയിലെ മുസ്ലിങ്ങൾ ഇപ്പോഴെന്താ? ഉമ്മമാരെ 5 വയസ്സുള്ള കുഞ്ഞുമക്കളെ പിടിച്ചുകൊണ്ടുവന്നിട്ട് ഉപ്പാന്റെ ഉമ്മാന്റെ കൺമുമ്പിൽ വെച്ചിട്ട് അതിക്രൂരന്മാരായ ബുദ്ധ സന്യാസിമാര് തല താഴ്ത്തിപ്പിടിച്ചിട്ട് കാല് പിടിച്ചു വലിക്കുകയാ, 2 ചീന്താക്കുകയാ, 2 ചീന്തുമായി എറിഞ്ഞു കൊടുക്കുകയാ. ഇത് ബഷീർ ഫൈസി വെറുതെ പറയുന്നതല്ല. ഇവിടുത്തെ മുസ്ലിം ചെറുപ്പക്കാരുടെ ഒക്കെ മൊബൈൽ ഫോണിന്റെ വീഡിയോ ക്ലിപ്സുകളായിട്ട് മാസങ്ങൾക്ക് മുമ്പ് പറന്ന് നടന്ന വീഡിയോകളാണ്. ഈ വിനീതൻ തന്നെ അത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, മുസ്ലിം ചെറുപ്പക്കാരെ കൊണ്ടുവന്ന് കത്തിയാളുന്ന ബർമയിലെ ടാറിട്ട റോട്ടിലൂടെ കഴുത്തിൽ കയറിട്ട് വലിച്ച് കൈ പിറകോട്ട് കെട്ടിയിട്ട് കമഴ്ത്തി കിടത്തി വലിച്ചു കൊണ്ടുപോവുകയാണ്. ആലോചിക്കണേ, റോട്ടിലൂടെ വലിച്ചു കൊണ്ടുപോകുമ്പോ നെറ്റി ഉരഞ്ഞ് തീരുമ്പോ മൂക്കുരഞ്ഞ് തേഞ്ഞ് പോകുമ്പോ കവിളണ റോട്ടിൽ ഒരതിയിട്ട് കവിളല് പുറത്തു വരുമ്പോ നെഞ്ചും കൂടി ഒരതി രക്തം ചാലിട്ടൊഴുകുമ്പോ കാലിന്റെ ചിരട്ട ഇളകിയാടുമ്പോ കാലിന്റെ വിരലുകൾ റോട്ടിൽ ഇങ്ങനെ വലിക്കുമ്പോ തേഞ്ഞു പോകുമ്പോ ഒരു വാക്ക് പറഞ്ഞാ മതി, ഞങ്ങൾ ബുദ്ധമതത്തിലേക്ക് വരാമെന്ന് ബോധിവൃക്ഷ തണലിലിരുന്ന് അഹിംസയുടെ മനോഹരമായ സന്ദേശം പകർന്ന ശ്രീബുദ്ധന്റെ അനുയായികളാണെന്ന് പറയുന്ന അതിക്രൂരന്മാരായ ചില ആളുകളാണ് റോഹിംഗ്യയിൽ ഈ ക്രൂരത കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 2% ആളുകൾ പോലും ബുദ്ധമതത്തിലേക്ക് പോയിട്ടില്ല. 4.5 മില്യൺ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ജില്ലയാണ് അറാക്കാൻ. ചോരപ്പുഴ ഒഴുകുകയാണ് അറാക്കാനില്. മലേപ്പള്ളിയിലെ മുസ്ലിം ചെറുപ്പക്കാരാ, എന്റെയും മുമ്പിലും വന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഒരു ബ്ലേഡ് കൈ പിടിച്ചിട്ട് മതം മാറടാ, മാറ്റി പറയടാ എന്ന് പറഞ്ഞ എന്തു പ്രതികരണമാ നടത്തുക എന്നൊന്നാലോചിക്ക്. ഇത് ഇഞ്ചിഞ്ചായ പീഡനമല്ലേ, ഇഞ്ചിഞ്ചായ പീഡനമല്ലേ? പക്ഷെ അവര് പോയില്ല. എന്തുകൊണ്ട്? ഞാൻ വെറുതെ വിടുവായിത്തം പറയുകയല്ല, അതിനെക്കുറിച്ച് പഠിച്ച് ഉത്തരവാദിത്തമായിട്ടൊരു വേദിയിൽ നിന്ന് പറയുകയാണ്. അവര് അത്വരീഖത്തു സഅദിയ്യ,
അല്ലാഹുവിന്റെ റസൂലിന്റെ സുലൂക്കിന്റെ രാജപാതയിലെത്തുന്ന ത്വരീഖത്തു സഅദിയയുടെ ആളുകളാ. അല്ലാഹനെ സ്നേഹിക്കുന്ന, റസൂലുള്ളാഹിനെ പ്രണയിക്കുന്നയാളാ. അതുകൊണ്ടാണ് 2% ആളുകൾ പോലും മതം മാറിയിട്ടില്ല. അവിടെ നമ്മളോട് വന്നിട്ട് പറഞ്ഞാലോ, വയൽ കഴിഞ്ഞ് പോകുമ്പോൾ ഒരു കത്തി കാട്ടിയിട്ട്, എന്തിനാ കത്തി? ഒരു 1.5 രൂപയുടെ ബ്ലേഡ് കാണിച്ചിട്ട് ഒറ്റക്ക മാറാന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പൊക്കെ ധൈര്യത്തിലില്ല എന്ന് പറയും. നമ്മുടെ നെറ്റത്തൊരു വര അങ്ങനെ വരച്ചാലോ ബ്ലേഡ് കൊണ്ട് എന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ ഒരൊറ്റ വര ചുണ്ടു കൂട്ടിയിട്ട് പെണ്ണുങ്ങളെ കെട്ടി തൂക്കിയിട്ട് പൂർണ്ണ നെറ്റയാക്കി ഈ കത്തി കൊണ്ട് ഇങ്ങനെ വലിക്കുകയാണ്. ഇത് ഞാൻ വെറുതെ പറയണല്ല, ഇടത്തൊക്കെ അതിന്റെ ക്ലിപ്പിംഗ് ഉണ്ട്. 5000 ആളുകളാണ് ഞാൻ ചെയ്ത പോസ്റ്റ് പോലും ഷെയർ ചെയ്തത്. അങ്ങനെ ലോകത്ത് എത്രയോ. പലപ്പോഴും അവരെ നാട് കടത്തിയിട്ടുണ്ട്. റോഹിംഗ്യ മ്യാൻമർ എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് മലേഷ്യ അതിരിടുന്ന, ഒരു ഭാഗത്ത് തായ്ലൻഡ് അതിരിടുന്ന, ഒരു ഭാഗത്ത് ബംഗ്ലാദേശ് അതിരിടുന്ന, ഒരു ഭാഗത്ത് ബംഗാൾ ഉൾക്കടൽ അതിരിടുന്നതിന്റെ ഉള്ളിൽ ഒരു കൊച്ചു പ്രദേശമാണ് മ്യാൻമർ, ബർമ. ബോട്ട് ഘടിപ്പിക്കാത്ത പത്തേമാരികളിലേക്ക് പതിനായിരങ്ങളായ പാർശ്വവൽക്കരിക്കപ്പെട്ട മുസ്ലിങ്ങളെ തള്ളിക്കയറ്റിയിട്ട് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെയാണ് നാട് കടത്തിയത്. ഉമ്മ, പ്രിയപ്പെട്ട സഹോദര, കയ്യിലൊരു റൊട്ടിയില്ലാതെ, ഒരു കുപ്പി വെള്ളമില്ലാതെ ചീറിയടിക്കുന്ന ബംഗാൾ കടലിന്റെ തിരമാലകൾക്ക് മുകളിൽ യന്ത്രബോട്ടില്ലാതെ പായകപ്പിയ പത്തേമാരിയിൽ ആടിയുലഞ്ഞ് ലക്ഷ്യബോധമില്ലാതെ അവരെത്തിപ്പെടുന്നത് എവിടേക്കാ? തായ്ലൻഡിലേക്കാ. തായ്ലൻഡ് സെക്സ് ഫ്രീ ആയ നാടല്ലേ? വ്യഭിചാരം അനുവദനീയമായ നാടല്ലേ തായ്ലൻഡ്? ഇവര് പാതി ജീവനോടെ വരുന്നവർ, ഇടയിൽ മരിച്ചുപോയവരെ കലിമ ചൊല്ലി കടലിൽ താഴ്ത്തിയവര്, രക്ഷപ്പെട്ട പാതി ജീവനുകളായി വരുന്ന പ്രിയപ്പെട്ട റോഹിംഗ്യൻ പെണ്ണുങ്ങളെ, തായ് പട്ടാളക്കാർ, തോക്കു ചൂണ്ടിയ ക്രൂരന്മാരായ തായ് പട്ടാളക്കാർ തീരങ്ങളിൽ വെച്ച് റേപ്പ് ചെയ്തു, ബലാത്സംഗം ചെയ്ത് കടലിലേക്ക് പാതി ജീവനോടെ വലിച്ചെറിഞ്ഞു. എന്നിട്ടും അവര് മാറ്റി പറഞ്ഞില്ല. അവരുടെ സിരകളിൽ വൈകാരികമായി പ്രവഹിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ മൗജൂദു ബികുല്ലി സമാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ മഅബൂദു ബികുല്ലി മക്കാൻ. എന്തുകൊണ്ടാ അവർക്ക് അങ്ങനെ ഒരു ആർജവം കിട്ടിയത്? എന്തുകൊണ്ടാ ബദരീങ്ങൾക്ക് കിട്ടിയത്? മജ്ലിസുന്നൂറിന്റെ അമീറുണ്ട് ഇവിടെ. നമ്മൾ മജ്ലിസുന്നൂറിന് പോണ ആൾക്കാരല്ലേ? എന്തുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടല്ലേ മുഅ്മിനീങ്ങൾക്ക്? അവർ ഈമാനിന്റെ മധുരം കിട്ടിയ ആൾക്കാർ. ഈമാൻ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ കൊല്ലലൊന്നും അല്ല കേട്ടോ. ഞാൻ അങ്ങനെ മനസ്സിലാക്കണ്ട. ഈമാന്ന് കേൾക്കുമ്പോഴത്തേനും യുദ്ധം എന്നൊന്നും ചിന്തിക്കണ്ട. ചിരിക്കല് ഈമാനിന്റെ ഭാഗ, ശുദ്ധിയാകുക എന്നുള്ള ഈമാനിന്റെ ഭാഗ. മനസ്സിലായോ? തൊഹൂർ എന്നുള്ളത് ഈമാനിന്റെ ഭാഗ. നമ്മൾ ഈമാനോട് കേൾക്കുമ്പോഴത്തേനും വാളെന്ന് ചിന്തിക്കണ്ട. ഈമാന്റെ ഒരു ഭാഗം മാത്രമാണ് യുദ്ധമൊക്കെ. അതിനിപ്പോ അമുസ്ലിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേജാറാകണ്ട. ഇവിടെ മുസ്ലിങ്ങളൊക്കെ ഉള്ള സ്ഥലല്ലേ? എല്ലാ സമൂഹത്തിലും യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പോട്ടെ, അതൊന്നും പറയേണ്ട കാര്യമില്ല. ഇവിടെ മ്യാൻമാറിൽ അവര് അള്ളാഹിനെ സ്നേഹിക്കുകയും റസൂലുള്ളാഹിനെ സ്നേഹിച്ച ഒരാൾക്കാരാണ്. എന്താ നമുക്ക് അങ്ങനെ ആകാൻ പറ്റാത്തത്? ഞാൻ അതൊക്കെ പോട്ടെ. സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു മദായിനിലേക്ക് പോവാണ് കേട്ടാ. അങ്ങനെ പോകുമ്പോൾ ഒരു പുഴ മുമ്പിൽ, മദായിൻ പുഴ, അപ്പുറത്തേക്ക് കിടക്കണം. 100-ലധികം ആളുണ്ട്. ചീഫ് കമാൻഡർ സഅദ് ബിൻ അബി വക്കാസ്. അവർ കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങി. വിരൽ വെച്ചാൽ അറ്റുപോകുന്ന അതിശക്തമായ പ്രവാഹമാണ്, കുതിച്ചൊഴുകുന്ന ജലപ്രവാഹം. അങ്ങോട്ട് കിടക്കാൻ പറ്റൂല. സഅദ് റളിയല്ലാഹു അൻഹു ഇറങ്ങി നിന്ന് ചോദിച്ചു തന്റെ അനുയായികളോട്, നമ്മൾ എന്തിനങ്ങോട്ട് വന്ന്? അപ്പൊ അവര് പറഞ്ഞു, അള്ളാഹിന്റെ ദീൻ പ്രചരിപ്പിക്കാൻ. ആരാ നമ്മൾ പറഞ്ഞയച്ചത്? അള്ളാഹിന്റെ റസൂലിന്റെ ഖലീഫ ഉമറുൽ ഫാറൂഖ് ആണല്ലേ? അതെ. ഈ പുഴ ആരുടെ പുഴയാ? അവര് സഹാബിമാരായതുകൊണ്ട് പറഞ്ഞത് അള്ളാഹിന്റെ പുഴയാ. നമ്മോട് ചോദിക്കുകയാണ് പറയുന്നത് തമിഴ്നാടിന്റെ പുഴയാണ്, ഇത് അങ്ങനെയല്ല, കാവേരിന്റെ പുഴയാണ് എന്നൊക്കെ നമ്മൾ പറയും. അവര് പറഞ്ഞു അള്ളാഹിന്റെ പുഴയാണ്. ഒരു നേതാവിന്റെ തന്ത്രപരമായ ഇടപെടലാണ്. ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ചില നിർണായകമായ ഘട്ടങ്ങളിൽ നേതാവ് പക്വത ഉണ്ടാകണമെന്നാണ്. അല്ല, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബൊക്കെ വളരെ വലിയ ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിച്ച ആളാണ്. നമ്മൾ വൈകാരികമായി ചിന്തിക്കും ചില കാര്യങ്ങൾ. അവിടെ പക്വതയും പാകതയും വേണം. അതിനൊരു മഹല്ല് കമ്മിറ്റിയുടെ ആണെങ്കിലും ശരി,
SKSFന്റെ യൂണിറ്റ് കമ്മിറ്റി ആണെങ്കിലും ശരി, വീട്ടിലാണെങ്കിലും ശരി, ഏതെങ്കിലും കൾച്ചറൽ ഓർഗനൈസേഷൻ ആയാലും ശരി, എന്തായാലും ശരി, നേതാക്കന്മാർ വിവേകമുള്ളവരായിരിക്കണം. ഇവിടെ സഅദ് ബിൻ അബീ വഖാസ് അവരോട് ചോദ്യങ്ങളിലൂടെ അവരെങ്ങനെ അടുപ്പിക്കുക. അവിടെ നിന്ന് പറഞ്ഞു, അള്ളാന്റെ ദീൻ പ്രചരിപ്പിക്കാൻ അള്ളാന്റെ റസൂലിന്റെ ഖലീഫ പറഞ്ഞയച്ചിട്ട് ഈ പുഴ അള്ളാന്റെ പുഴയാണെങ്കിൽ ഈ പുഴ തടസ്സം നിൽക്കാൻ പാടില്ല, അതുകൊണ്ട് കയറൂ കുതിരപ്പുറത്തേക്ക്. എല്ലാവരും ചാടിക്കയറും. നമ്മളാണ് ഈ ചോദിക്കുന്നത്, അല്ല കാക്കപ്പ എന്തെങ്കിലും ചെയ്യാൻ പോണു, വെള്ളത്തേക്ക് ചാടുക. ഞങ്ങളില്ലട്ടാ, 2 ഗ്രൂപ്പൊക്കെ പോടെ. കാരണം സഹാബത്ത് അങ്ങനെയല്ല, ലോക്കൽ കൺട്രി ഫെലോ മുസ്ലിം അല്ല, കേരളത്തിലെ മുസ്ലിം അല്ലാത്തതുകൊണ്ട് അവർ കയറി. അവരോട് പറഞ്ഞു മോ, ഇംഗ്ലീഷിലല്ലട്ടാ, അത് ഞങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാ. ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ഹസ്ബുനല്ലാഹ് ബിസ്മില്ലാഹി മജ്രാഹാ വമുർസാഹാ. നൂഹിന്റെ പേടകത്തെ ചലിപ്പിച്ച വചനപ്രസാദമാണത്. ആ താക്കോല് കൊണ്ടാണ് തുറന്നത്. കുതിരയങ്ങ് ചാടുകയാ. കുതിച്ചൊഴുകുന്ന മദായിൻ പുഴയുടെ ഓളപാളികൾക്ക് മുകളിലേക്ക് കുളമ്പ് കൊണ്ട് ചാടിയ കുതിര ചവിട്ടി മിന്നൽ പിണർ പോലെ കിസ്രയുടെ കൊട്ടാരത്തിന്റെ മുമ്പിൽ പോയി നിന്നു. ആകാശഭൂമികൾ തരിച്ചു നിന്നുപോയ സന്ദർഭം, എല്ലാ കുതിരയും ഓടിപ്പോയി. മുഅ്മിനീങ്ങളെ, വെള്ളത്തിലൂടെ ഊളിയിട്ടിട്ടല്ല പോയത്, ചിറക് വെച്ച് പറന്നിട്ടല്ല പോയത്. വെള്ളത്തിന്റെ ഉപരിഭാഗത്തുകൂടെ ഒരു ഫ്ലോറിൽ എന്ന പോലെ കുതിര പോയി. നിങ്ങൾ പറയണ്ടാവും, എന്തൊരു തള്ളാണ് ഈ ബഷീർ തള്ളാണ്. ഫേസ്ബുക്കിലെ ഭാഷയിലാണെങ്കിൽ എന്തൊരു തള്ളാണ് ഇഷ്ട. ഞങ്ങളുടെ തൃശ്ശൂർക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്, എന്തൊരു തള്ളാണ് ഇഷ്ട. വയസ്സായവർ പറയണ്ടാവും, എന്തൊരു ബിഡല്ലയാണ് ഇയാൾ. ഇതെന്തെന്നൊരു കുഴപ്പം, നമ്മൾ നമ്മുടെ ഒരു കോൺസെപ്റ്റിലൂടെയാണ് റസൂലുള്ളാഹിയെയും ഔലിയാക്കന്മാരെയും സഹാബത്തിനെയൊക്കെ കാണുന്നത്. അതാണ് കുഴപ്പം. നമുക്കത് കഴിയില്ല, അപ്പൊ പിന്നെ അവർക്കും കഴിയില്ല. നമ്മുടെ ഒരു ചിന്താഗതിയിലൂടെയാണ് നമ്മൾ അവരെ കാണുന്നത്. അവർ അള്ളാഹിനെ സ്നേഹിച്ചവർ, അതൊന്നും വലിയ സംഭവമില്ല. ശരിക്കും പറഞ്ഞ തൗഹീദിൽ നമ്മൾ വിശ്വസിക്കണില്ലേ, അള്ളാഹുവിനെ അതിലും വലുത് ചെയ്യാൻ പറ്റൂലേ. നമ്മുടെ തൗഹീദ് നമ്മൾ ഉറപ്പിച്ചിട്ടില്ല. നോക്കോ, നിന്റെ ചോദ്യം അതല്ല, നിങ്ങൾ നീ മറുപടി പറയേണ്ടി വരും കേട്ടോ. നമുക്ക് ഇവിടെ അടുത്ത് പുഴ ഉണ്ടോ? പുഴ അതിൽ വെള്ളം ഉണ്ടെന്നാണ് സങ്കല്പിച്ചോളൂ. നമുക്ക് ഈ വെള്ളം കഴിഞ്ഞിട്ട് പ്രസിഡന്റ് പോയില്ലല്ലോ, ഒരു വണ്ടി ഏൽപ്പിച്ചോ, ബസ് ഞാൻ ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ആണും പെണ്ണൊക്കെ കൂടി പോവാ. നല്ല കാര്യം. നീന്തൽ അറിയുന്നവരൊന്നും പോരണ്ട, അറിയാത്തവർ പോന്നാൽ മതി. നമുക്ക് ഒരു ഖത്തമണ്ട് ഓതാ അവിടെ നിന്നിട്ട്, അല്ലെങ്കിൽ യാസീനോ ആയത്തിനെ കുറിച്ച് എന്ത് വേണമെങ്കിലും ഓതിക്കൊള്ളി. ഖത്തം തീർക്കാന്ന് എല്ലാവരും തീർക്കുക. എന്നിട്ട് ഓരോരുത്തരും ബിസ്മി ചൊല്ലിട്ട് അങ്ങോട്ട് ചാടിക്കാണി പുഴയ്ക്ക്. നീന്തൽ അറിയാത്തവർ ഫയർഫോഴ്സിനൊന്നും വിവരം അറിയിക്കരുതെന്ന് മാത്രം. 3 ദിവസം കഴിഞ്ഞ പെരിയാറിന്റെ തീരത്ത് ചത്തുമലച്ച ശവങ്ങൾ എത്രയാ കാണുക. സഅദ് ബിൻ അബീ വഖാസ് വിളിച്ചത് ആരെയാണ്? അള്ളാഹ് തന്നെയാണ്. ഓതിയത് എന്താണ്? ഖുർആനാണ്. അവരുടെ പ്രവാചകൻ ആരാണ്? മുഹമ്മദ് നബിയാണ്. ദീൻ ഏതാണ്? ഇതേ ഇസ്ലാമാ. ഈ കൊങ്ങരപ്പള്ളിയിലെ നിങ്ങൾ വിളിച്ച അള്ളാഹ് ഏതാണ്? അതേ അള്ളാഹ്. ഖുർആൻ ഏതാ? അതേ ഖുർആന്. പ്രവാചകനാരാ? അതേ മദീനയുടെ നായകനാ. ദീനേതാ? അതേ ദീന. പക്ഷെ അവർ വെള്ളത്തെ അതിജയിച്ചു. നമ്മൾ എന്തുകൊണ്ട് വെള്ളത്തിൽ ചത്തു? എന്തുകൊണ്ട്? ആ ചോദ്യത്തിന്റെ ഉത്തരവാണ് മുസ്ലിം ഈ ലോകത്ത് കാണേണ്ട ഒരു ഉത്തരം. എന്താ സംഭവിച്ചത്? അല്ലെ നിങ്ങൾ പറയും അല്ല രണ്ടെണ്ണാണോ? നിങ്ങൾ പറയും അല്ല വേറെയാണോ? പറയൂ, അല്ല അവരുടെ നമ്മുടെ വേറെയാണോ? അല്ല. പ്രവാചകൻ വേറെയാണോ? ബിസ്മി വേറെയാണോ? പുഴ മാത്രമേ വ്യത്യാസമുള്ളൂ. പുഴയുടെ സ്വാഭാവിക ഘടന ലോകത്ത് ഒരു വെള്ളത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയൊക്കെ ഒരേ മാതിരി തന്നെ. ഡെഡ് സീ, ചാവുകടൽ. ഞങ്ങളവിടെ പോകാൻ നിൽക്കുക, ജോർഡാന്റെ തീരത്ത്. ആ ഒരു വെള്ളത്തിനല്ലേ ലോകത്തെ എല്ലാ വെള്ളത്തിനും ഒരേ സ്വഭാവം തന്നെ. പെരിയാറിന്റെ വെള്ളം മാതിരി തന്നെയാണ് തൃശ്ശൂരത്തെ നീളാന്നിലെ വെള്ളവും. അല്ല, രുചി വ്യത്യാസം ഉണ്ടാവും, പക്ഷെ വെള്ളത്തിൽ താഴ്ന്നു പോകുന്നുള്ള കാര്യത്തിൽ എല്ലാ പുഴ ഒരേ മാതിരിയാണ്. പക്ഷെ എന്തുകൊണ്ട് സഅദ് ബിൻ അബീ വഖാസും പട്ടാളവും കുതിരകളെ പായിച്ചു? നമുക്കെന്തുകൊണ്ട് നീന്തൽ അറിയാത്തതുകൊണ്ട് ചത്തു? ഇതിന് ഉത്തരം തേടിയ ഇന്നത്തെ വയല് തീർന്നു. എന്തുകൊണ്ട്? പണ്ട് പരിഷത്തുകാർ പാടി, എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട്
എൻ്റെ പൂച്ച പറക്കാത്തതെന്തുകൊണ്ട്, കാക്ക പറക്കുമ്പോൾ എൻ്റെ പൂച്ച പറക്കാത്തതെന്തുകൊണ്ട്. ഇപ്പൊ അവർക്ക് ഉത്തരം കിട്ടിയോണ്ട് ഇപ്പൊ അവര് പാടലില്ല. ശാസ്ത്ര സാഹിത്യ പരിഷത്തെ അതുപോലെ എന്തുകൊണ്ട് അവര് രക്ഷപ്പെട്ടു, നമ്മൾ എന്തേ രക്ഷപ്പെടാത്തത്? അല്ല, ഞാൻ തമാശിക്കല്ല, സത്യല്ലേ, എന്താ കുഴപ്പമുണ്ടായത്, എന്താണ്? അതിന് ഉത്തരങ്ങൾ പറയും. വെറുതെ ഇരിക്കല്ലേ. എന്താണ് സംഭവിച്ചത്? അതിന് ഉത്തരം പറഞ്ഞാൽ വഴല് തീർന്നു. പറഞ്ഞോളൂ, എന്താണ് ഈമാന്റെ? നമുക്ക് ഈമാനല്ലേ? ഉണ്ട്. അല്ലാണ്ട് നമ്മൾ വിശ്വസിക്കണില്ലേ? പ്രവാചകൻ ഉണ്ട് വിശ്വസിക്കണില്ലേ? സ്വർഗം നരകം വിശ്വസിക്കണില്ലേ? ദാറ്റ്സ് ഈമാൻ. അതന്നെയല്ലേ ഈമാൻ. പിന്നെന്താ? തന്നെയാണ് വയൽ പറയേണ്ടത്. ഇവിടെ ഇതാണ് ആ കുഴപ്പം. നമ്മൾ ബദരീങ്ങളൊക്കെ വിളിച്ച് വേർക്കണില്ലേ? നമ്മളൊക്കെ വരച്ചു പോയിട്ട് നമുക്ക് വേണ്ടി ഒരു മജ്‌ലിസുന്നൂർ ഇവിടെ ആരും നടത്തും അടുത്ത കാലത്ത്. അതെന്താ ആലോചിക്കാത്ത? ബഷീർ പൈസക്ക് വേണ്ടിയിട്ടൊരു മജ്‌ലിസുന്നൂർ, എന്നിട്ട് ഇങ്ങനെ വിളിക്കുക, വൽബഷീർ വൽബഷീർ വൽബഷീർ. വിളിക്കോ? ആരെങ്കിലും വിളിക്കോ? എന്താ വിളിക്കാത്തത്? അതത് മുൻഗാമികൾക്ക് മാത്രമുള്ളതാണോ? ഇനിയുള്ളവരൊന്നും ഉണ്ടാവൂലേ? ബേസിക്കലി ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അള്ളാനെ പേടിക്കുന്ന ആൾക്കാരാണ്. അവർ അള്ളാനെ പേടിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ആൾക്കാരാണ്. ഖൽബുൽ മുഅ്മിൻ ബൈനൽ ഖൗഫി വറജാ. എൻ്റെ അടിമ എന്നിലേക്ക് അടുത്താൽ, ഒരു ചാണെടുത്താൽ ഞാൻ മുഴെടുക്കും, നടന്നെടുത്താൽ ഓടിയെടുക്കും. ഫേസ്ബുക്കിലെ ഫ്രണ്ട് അല്ല പറയണത്. നീ ഇങ്ങോട്ട് വന്നാൽ ഞാൻ അങ്ങോട്ട് ഓടി വരുന്ന ആരാ പറയണത്? പടച്ചവൻ. പിന്നെ ഞാൻ കണ്ണാവും കയ്യാവും കാലാവും എന്നൊക്കെ അല്ല പറയണത്. അത് പ്രണയത്തിന്റെ ഒരു വല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് തിരിച്ചു പോകാം. അതുകൊണ്ടാണ് ബീരാനൗലിയ പറഞ്ഞത്, കടലും തിരയും ഇല്ലല്ലാഹ്. ചെറുപ്പക്കാരെ, മലയപ്പള്ളിയിലെ ചെറുപ്പക്കാരാ, ഈ കർട്ടന്റെ അപ്പുറത്തുള്ളൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു എന്ന് കരുതുക. ഇവിടെ വേണ്ട, എവിടെയെങ്കിലും. ഇവിടെയാണെങ്കിൽ തിരിച്ചു പോകുമ്പോൾ പ്രശ്നമാവും. സ്നേഹിച്ചു എന്ന് കരുതുക. എന്താ സ്നേഹിച്ച ഉണ്ടാവുക? പ്രസംഗിക്കണന്റെ മുഖത്ത് നോക്കിയിരിക്കുമ്പോൾ അവളുടെ മുഖമാണ് വരിക. സത്യം. മൈക്ക നോക്കുമ്പോൾ മൈക്കൊക്കെ അവളുടെ കൈയായിട്ടേ തോന്നുള്ളൂ. ചോറിനിങ്ങനെ തിന്നുമ്പോൾ ഉരുളയിലൊക്കെ അവളുടെ മുഖം അങ്ങനെ വരും. അതൊരു പവറാണ്, സ്നേഹത്തിന്റെ ഒരു പവർ. അങ്ങനെ തന്നെ. അത് ഞാൻ വെറുതെ പറയല്ല, വയസ്സായവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ഇനി പ്രേമിച്ചിട്ട് കാര്യമില്ല. സത്യമായിട്ടും അങ്ങനെ തന്നെ. എന്താണത്? ഉമ്മ ഫോൺ വിളിക്കട്ടെ, മലയപ്പള്ളിയിൽ നിന്ന്, നീ കളമശ്ശേരിയില്ല മോനെ റഫീഖ്, നീ എപ്പോഴാ വരാ? നീ എവിടെ സാധനം എടുത്തില്ല? അങ്ങനെയൊക്കെ പറയുള്ളൂ. അണക്കെന്തര സമയം, ഞാൻ ഇവിടെ ബിസിയാന്ന്. എന്താ ഇങ്ങനെ? 5 മിനിറ്റ് കഴിഞ്ഞു, മറ്റാൾ വിളിച്ചു ഇപ്പുറത്തെ. ഇവിടെയൊക്കെ തള്ളാരാ. വേറെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരത്തി വിളിച്ചു, ഹലോ, ബിസിയാണോ? എന്തുട്ട് ബിസി? പറഞ്ഞു വന്നിട്ടാ 1.5 മണിക്കൂർ വന്ന് കത്തിയടിക്കൂലേ? എന്താ കുഴപ്പം? ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ഇത് സ്നേഹത്തിന്റെ ഒരു ശക്തിയാണ്. ഔലിയാക്കന്മാർ അള്ളാനെ സ്നേഹിക്കരുത്, നമ്മൾ അള്ളാനെ പേടിക്കും. പേടിയുള്ളതിനെ നമ്മൾ അടുക്കാൻ ഒത്തിരി പാടായിരിക്കും. നമ്മൾ ട്രാൻസ്ഫോമറിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ, ഭയങ്കര സംഭവട്ടാ, ട്രാൻസ്ഫോമറിന്റെ അടുത്ത് പോയി എന്ന് പറയോ? എന്തെങ്കിലും ഉണ്ടാകത്ത് പറയോ? അധികം നേരം പറഞ്ഞാൽ ചിലപ്പോ അടിച്ചു പോകും. എന്താണ് പോലീസുകാരനെ കണ്ടാ നമ്മൾ ഹെൽമെറ്റ് വെക്കണത്? എന്തിനാണ്? പോലീസുകാരോട് സ്നേഹം ഉണ്ടായിട്ടാണോ? അല്ല, 100 രൂപ പോവും. നിയമത്തോടും സ്നേഹമല്ല, പോലീസുകാരനോടല്ല, പേടിച്ചിട്ടാ ഹെൽമെറ്റ് വെക്കണം. അള്ളാനെ നമ്മൾ എന്തിനാ നിസ്കരിക്കണ്? പാമ്പിനെ പേടിക്കണ മാതിരി നമ്മൾ പേടിക്കണം. കാരണം ഖബറിലിട്ട് കുത്തും. അതുകൊണ്ട് എന്നാ പഠിച്ചോനെ അല്ലേ? കാബഡിയാണ്, പച്ച കാബഡിയാണ്. ഇതാണ് പ്രശ്നം. അള്ളാഹു നമ്മളെ മാറ്റിത്തരട്ടെ. അള്ളാഹിനെ കുറച്ച് സ്നേഹിക്കണം. കുറച്ച് എന്നാ ഞാൻ പറയണുള്ളൂ. കാരണം എന്താ, വല്ലാതെ സ്നേഹിച്ച ബീരാനൗലിയുടെ മാതിരി പാട്ടാണ്ട് പാടാൻ തുടങ്ങും. ഇനിയിപ്പോൾ ഈ മലയപ്പള്ളിയത്തെ കുട്ടികൾ നാളെ കളമശ്ശേരിക്ക് ഉദ്യാനൊക്കെ പോകുമ്പോൾ ഹസ്ബി റബ്ബി ജല്ലല്ലാ മാവി ഖൽബി വൈറുല്ലാ നൂറ് മുഹമ്മദ് സല്ലല്ലാ ബസ്സും കാറും ഇല്ലല്ലാ അങ്ങനെയൊന്നും പറഞ്ഞ് ഗുലുമാൻ ഉണ്ടാക്കണം. നമുക്കത് പറയാൻ പറ്റില്ല കേട്ടാ. നമുക്കത് പറയാൻ അനുവാദമില്ല. അത് അവർ പ്രണയാതുരമായ ഒരു അവസ്ഥയിൽ പറഞ്ഞു പോവുക. ഈ സ്നേഹിച്ച ആളുടെ മുന്നിൽ പിന്നെ ഒന്നും ഉണ്ടാവൂല. ഇവിടെ എങ്ങനെ ഇരിക്കുന്നുണ്ടാവും, കോൺഷ്യസ് മൈൻഡ് ഇവിടെ ഉണ്ടാവില്ല. അവനങ്ങ് തട്ടിയ എന്ത് എന്ന് ചോദിക്കും. കാരണം മൈൻഡ് ഇവിടെ ഉണ്ടാവില്ല, പ്രണയത്തിൽ ലയിച്ചു പോയതാ. അതുകൊണ്ടാണ് അവര് ദർവേശുകളെ പോലെ
കാമുകയെ തേടുന്ന കാമുകനെ പോലെ ആർദ്രമായ സ്നേഹം കൊണ്ട് അലഞ്ഞലഞ്ഞു പോയത്. ഖയാലുക ഫീ ഐനി വദിക്റുക ഫീ ഫമി വമത്വാക ഫീ ഖൽബി ഫഅൈന തഗീബു. ഖയാലുക ഫീ ഐനി, എന്റെ കണ്ണിൽ നീയാണ് അല്ലാഹ്. കണ്ണിൽ രൂപമായി അല്ല വന്നു നിൽക്കുന്നു എന്നൊന്നുമല്ല അതിന്റെ അർത്ഥം. അല്ലാഹു അരൂപിയാണ്, അല്ലാഹു രൂപഭേദങ്ങളില്ലാത്തവനാണ്. നമ്മുടെ സങ്കല്പങ്ങളുടെ സകല സീമകൾക്കും അപ്പുറത്തുള്ള മാറ്റർ ഇല്ലാത്ത തമ്പുരാനാണ്. അങ്ങനെ ആലോചിച്ച് ഇനി ബേജാറാകണ്ട. കൈയില്ല, കണ്ണില്ല, കാലില്ല, അവയവങ്ങളില്ല, അരൂപിയായ തമ്പുരാൻ. അത് സങ്കൽപ്പിക്കാൻ പോലും പാടില്ല. കാരണം സങ്കൽപ്പിച്ചാൽ കുഫിരിയത്തിലെത്തിപ്പെടും. അതേ ജമാലായ, ജലാലായ, നൂറായ, കമാലായ ആ തമ്പുരാൻ നാളെ സ്വർഗത്തില് ബദറുൽ കമാലിനെ പോലെ 14-ാം രാവിലെ പൂർണ്ണ ചന്ദ്രബിംബം പോലെ അല്ലാഹു പ്രത്യക്ഷപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. അമേസിംഗ്. അല്ലാഹു കാണാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതാണ് സ്വർഗത്തിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രംഗം. അല്ലാതെ അതിൽ മുന്തിരിത്തോട്ടുള്ളതും തേനിന്റെ പുഴയുള്ളതും ഒന്നുമല്ല. അതൊക്കെ ഒരു സംഭവം തന്നെയാണ്. ഇവിടെ ആർക്കാ മുന്തിരിത്തോട്ടം ഇല്ലാത്ത? സ്വർഗത്തിലെ മാതിരി അല്ലെങ്കിൽ കള്ളിന്റെ പുഴ ഉണ്ട്. ഇവിടെ ആരാ കള്ള് കുടിക്കാത്ത? ഇവിടുത്തെ കള്ള് പോലെ അല്ലെങ്കിലും അതൊക്കെ ഉണ്ടെങ്കിലും അതിലൊക്കെ വലിയ സംഭവം രണ്ടെണ്ണം. ഒന്ന് നബിയുടെ ഒരു കല്യാണം നടക്കാൻ പോകുന്നുണ്ട് അവിടെ. ആദ്യത്തെ അള്ളാനെ കാണുന്നില്ല. അതൊരു കാഴ്ചയായിരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് ഇവര് പറഞ്ഞത് ഖയാലുക ഫീ ഐനി, എന്റെ കണ്ണിൽ നീയാണ് അല്ലാഹ്. നമ്മുടെ കണ്ണിൽ അള്ളയല്ല, ചന്ദനമഴയാ, പരസ്പരമാ, അമ്മ മനസ്സാ. ഇതൊക്കെ ഇനി മൻസൂഖായ എന്തേലും ഉണ്ടോ എന്നൊക്കെ അറിയില്ല കേട്ടോ. കഴിഞ്ഞ എന്തേലും ഉണ്ടോ എന്നൊക്കെ അറിയില്ല. സലാം അടക്കിങ്ങനെ പറഞ്ഞു തരുന്നതാ. MAT മൂസയാ മഗ്‌രിബ് കഴിഞ്ഞ 30 കൊല്ലം മുമ്പ് ശരാന്തൽ വെളിച്ചത്തിലിരുന്നിട്ട് ഉമ്മ പാടിയതെന്താ? ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാ തുണ റബ്ബനാ. ബിസ്മിയും ഹംദും സലാത്തും നൽ സലാമു മോദി, ബിള്ളിനെ സത്തുമാല ഞാൻ തുടങ്ങിടുന്നേ എന്ന് പാടിയ സന്ധ്യകളെവിടെ? അതെ അതെ, മേലെ പള്ളിയുടെ ആകാശത്ത് പടിഞ്ഞാറിന്റെ അസ്തമയന ശോഭ വിരിയുമ്പോ വീട്ടിലെല്ലാവരും ഇരുന്ന് പാടിയ ആത്മീയ വസന്തം വിരിഞ്ഞ നൊസ്റ്റാൾജിയ, ഗൃഹാതുരത്വമായ ഓർമ്മ എവിടെ? അതേ സമയത്ത് മഗ്‌രിബിയായ ചന്ദനമഴ വന്നില്ലേ? MAT മൂസ വന്നില്ലേ? ഖബർ കേട്ടുന്നു പോയാലും 3 ദിവസത്തെ മതപ്രസംഗം കഴിഞ്ഞിട്ട് 4ാമത്തെ മഗ്‌രിബിക്ക് നമ്മൾ കാണുകയല്ലേ? ചെവിയുടെ ആനന്ദം മാത്രമാണ് മതപ്രസംഗം. പേടിച്ചിട്ടിങ്ങനെ കരഞ്ഞു. അതിലുണ്ട് ഖബർ കേട്ടിട്ട് ഭയങ്കര കരച്ചല്. ചിതലും പുഴുക്ക താവളം പെരുത്തൊണ്ടതിൽ സന്തോഷമാണവകൾക്കു നീ ചൊല്ലുന്നതിൽ, പൊൻവർണ്ണക്കോമള്ള മൃദുലമായ ശരീരമിൽ സമരത്തില പരസ്പരം തിന്നുന്നതിൽ, കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണതുകൊണ്ട്, അഴുകുന്നതാണൊരു 3 ദിനവും കൊണ്ടേ. സുഹൃത്തുക്കള് നമുക്കുള്ള നേത്രം 2. തഴവാ ഉസ്താദ്, ഇഖ്ലാസിന്റെ കട്ടയായ മഹാനായ തഴവാ ഉസ്താദ് മുഅ്മിനീങ്ങളെ ഭയപ്പെടുത്താൻ എഴുതിയതാ, ഇഖ്ലാസോടെ എഴുതിയതാ. ഇന്നത് പണപ്പിരിവിന് മാത്രം പാടുന്ന പാട്ടാക്കി മാറ്റിയില്ലേ? അത് പാടിയിട്ടിങ്ങനെ പിരിച്ചിട്ട് വയല് കഴിഞ്ഞിട്ട് വീണ്ടും ചന്ദനമഴ നാണമില്ലാതെ കാണുന്ന നട്ടല്ലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയായ പെണ്ണേ, ഇതൊരു
ഇതൊരാചാരമാണ്, ഇതൊരാണ്ടറുതിയാണ്. വയലെന്ന് പറഞ്ഞാൽ ഒരാചാരവും ആണ്ടറുതിയുമാണ്. അടുത്ത കൊല്ലം വീണ്ടും വരും ആൾക്കാർ. നമ്മൾ വയലേക്കും കുറെ കരയും. അന്ന് സുബഹി പോലും നിസ്കരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദേഷ്യപ്പെട്ട ബഷീറിന് പ്രശ്നമല്ല ഉമ്മത്തെ. അടുത്ത കൊല്ലം വിളിക്കണമെന്ന് നിർബന്ധമില്ല ഉമ്മത്തെ. ഞാൻ കൊട്ടേഷൻ എടുത്ത് നിങ്ങളെ സുഖിപ്പിക്കാൻ വന്നതല്ല. അതുകൊണ്ട് ഞാനത് നിർത്താമെന്ന് പ്രതിജ്ഞ ചെയ്യാതെ ഈ ടെന്റിന്റെ ഉള്ളിൽ നിന്ന് മടങ്ങിപ്പോയാല് കാപട്യമാണത്, കാപട്യമാണ്. പെണ്ണ് നിർത്താൻ പറ്റുമോ? അതൊന്നും എന്നോട് വരില്ലടോ. പിന്നെ എന്തൊട്ട് പോയത്? പിന്നെ എന്തിനാ അള്ളാനെ പേടിച്ചത്? അള്ളാനെ സ്നേഹിച്ചവരെ നോക്ക്. അള്ളാന്റെ ഔലിയാക്കന്മാരെന്ത് തെറ്റ് ചെയ്യാതിരുന്നത്? സ്നേഹിച്ചയാൾക്ക് എതിര് ചെയ്യുമ്പോ മനസ്സ് പൊട്ടും, പേടിച്ചയാൾക്ക് എതിര് ചെയ്യുമ്പോ മനസ്സിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകൂല. സ്നേഹിച്ച ആളൊന്ന് പറഞ്ഞ എതിര് ചെയ്യുമ്പോ മനസ്സ് പൊട്ടും. അതുകൊണ്ടാണ് ദർവേശുകളെ പോലെ ഗാൻഗാഹുകളിൽ ചിന്താനുമഗ്നനായി അല്ലാഹുവിനെ പ്രണയിച്ച ആരിഫീങ്ങളായ ആളുകൾ എന്റെ കണ്ണിൽ നീയാണല്ലോ. അല്ല കണ്ണിലുള്ളപ്പോ പുലിമുരുകൻ കാണാൻ പറ്റില്ല ചെറുപ്പക്കാരാ. അല്ല കണ്ണിലുള്ളപ്പോ ഗ്രേറ്റ് ഫാദറിന് വേണ്ടി ഫേസ്ബുക്കില് പോസ്റ്റ് ഇടില്ല മലപ്പള്ളിയിലെ ചെറുപ്പക്കാരാ. അതെ, അല്ല കണ്ണിലുള്ളവന്റെ ഹൃദയത്തിലുള്ളവൻ ബാഹുബലി കാണാൻ എറണാകുളത്തെ തിയേറ്ററിന്റെ ശീതീകരിച്ച തണുപ്പിൽ പോയി ഇരിക്കില്ല മുത്തേ. കാരണം അല്ല നമ്മുടെ കണ്ണിലും കൽബിലും ചുണ്ടിലും ഇല്ല. അവിടെയാണ് ഇന്ത്യയില്ലട്ടാ. അല്ല തരട്ടെ. എന്റെ ചുണ്ടില് നിന്റെ ദിക്റാ. നമ്മുടെ ചുണ്ടിൽ അള്ളാന്റെ ദിക്റാണോ? ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ മാത്രമല്ല പറഞ്ഞു. നമ്മുടെ ചുണ്ടിൽ അല്ല ഉണ്ടോ? അല്ല ഉണ്ടെങ്കിൽ നമ്മൾ എത്ര സിമ്പിൾ ഹംബിൾ ആയിട്ടാ ഈബത്ത് പറയണത് അല്ലേ? മനോഹരമായിട്ടുള്ള ഈബത്ത് പറയണം. നമ്മളിത് കരുതി നിസ്കരിച്ചാൽ സ്വർഗം കിട്ടുന്നു. അതാണ് ആദ്യത്തെ അബദ്ധം. അവിടെ പഴിച്ചു കേരളത്തിലെ മുസ്ലിം. നിസ്കരിച്ചാലിപ്പ ഉമ്രക്കൊക്കെ എന്താ പോക്ക്? ഞാനൊരു ഉമ്രയുടെ അമീറ, ഫരീദ് സാഹിബൊക്കെ അമീറ. 50 വയസ്സുള്ള താഴെ എത്ര പെണ്ണുങ്ങളാന്നറിയും. പടപടപടപടാന്നാ വരുന്നത്. സത്യം നല്ല കാലം, നല്ല സന്തോഷം. കാരണം ഭർത്താക്കന്മാർ നമുക്ക് പൈസ ഇട്ടില്ലേ. അല്ല മുഅ്മിനീങ്ങൾ, ഞാൻ അവരുടെ ഈമാനെ ചോദ്യം ചെയ്യല്ല. പക്ഷേ 90 നോമ്പ് വെക്കുന്നവരുണ്ട്, തഹജ്ജുദ് വിത്രൊക്കെ. പക്ഷെ ഈബത്തിലൊരു കുഴപ്പമില്ല കേട്ടാ. ഈ മലയപ്പള്ളിയിൽ ഒരാൾ 2 നില വീടുണ്ടാക്കി കരുതിക്കോ, അങ്ങനെ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കല്യാണ സദസ്സില്, നിക്കാഹിന്റെ സദസ്സില്, അങ്ങാടിയില് പെണ്ണുങ്ങൾ കൂണുകൊടുത്ത്, ആണുങ്ങളും കുഴപ്പമൊന്നുമില്ല എല്ലാവരും. അതെ, നമ്മുടെ റസാക്കിന്റെ വീട് പണി കണ്ടോ? കണ്ടു. ആര് പറഞ്ഞറിയാം? സുബീക്ക് ടോർച്ചടിച്ച് പള്ളിയിൽ പോണ ആളാട്ടാ. എന്നിട്ട് എന്താ അടുത്ത ഡയലോഗ്? ഇവിടെ വന്ന് ഇപ്പം 3 കൊല്ലായിട്ടുള്ളൂ ഗൾഫ് പോയിട്ട്, 10 കൊല്ലായിട്ട് ഒന്നും ഉണ്ടാക്കാത്ത ആള് വേറെ ഉണ്ട്. അപ്പൊ പറയാ കേട്ടാ. അല്ല കേൾക്കുന്നിട്ടാ പതുക്കെ പറയണ്. ചത്തൂടവും നിങ്ങളെ ചത്തൂടതിലും ഭേദം നിങ്ങളെ അല്ലട്ടാ. അത് പറയുന്ന ആളെ പറഞ്ഞു. അതൊരു പ്രതീകം മാത്രമാണ്, ഒരു ഇമാജിനേഷൻ മാത്രമാണ്. ഈ പറഞ്ഞതൊക്കെ ഒരു ഇമാജിനാണ്. ഒരിക്കലും നിങ്ങളോ വ്യക്തികളോ എൻ്റെ മുമ്പിലില്ല. പറഞ്ഞതൊക്കെ പ്രതീകങ്ങളെയാണ്. ഇപ്പൊ ചന്ദനമഴ കണ്ടു പറഞ്ഞ ഇവരെ കുറിച്ചൊന്നുമില്ല. അതൊരു പ്രതീകം മാത്രം. നിങ്ങൾ എനിക്കറിയില്ലല്ലോ. അപ്പൊ ഇയാള് പറയാ എന്നിട്ട് ഇയാള് സുബീക്ക് പോയിട്ട് അല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. എന്തൊരു തട്ടിപ്പാണ് നിങ്ങളിതൊക്കെ. മനുഷ്യനോട് കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരാരാധന അള്ളാഹ്ക്ക് വേണ്ട. മുമ്പിന് നമ്മൾ ഈ ഹിന്ദുക്കളുടെ മാതിരി അമ്പലത്തിൽ പോയിരിക്കണേ, അയ്യോ അച്ഛതിയും കേശവൻ ജനകീയനായകൻ ഗോപികാബല്ല രാമചന്ദ്രൻ ഭജേ പിന്നെ കണ്ടുപിടിക്കുന്നു. ഇന്നമായി അല്ല ഇസ്ലാം. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, അത് ഒരു ഉറുമ്പിനോട് പോലും കരുണ കാണിക്കുന്ന മതമാണ്. ഇങ്ങനെയാണ് ഇസ്ലാമാണെങ്കിൽ ആ ഇസ്ലാമിൽ ഞാനില്ലട്ട. ഇല്ല, ഞാൻ തെറ്റി പറഞ്ഞൊന്നല്ല. അങ്ങനെയാണ് ഇസ്ലാം. ആ ഇസ്ലാമിക്ക് ഇഷ്ടമില്ല, ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല. എന്താ നിസ്കരിക്കുക ഈബത്ത് വരെ, നിസ്കരിക്കുക ഈബത്ത് വരെ, നിസ്കരിക്കുക ഈബത്ത് വരെ. എന്തിനാണ് ഈ അമ്മായിന്റെ മരുമകൾ തല്ലുകൂടുന്നത്? എല്ലുമ കൊള്ളണ ഞാൻ പറയണത്. അമ്മായിമ്മ 90 നോമ്പ് വിൽക്കും. ഞങ്ങളുടെ അവിടെ ഇവിടുത്തെ കാര്യമൊക്കെ അറിയില്ല. റജബ് മുതലേ തോമ്പ തഹജ്ജുദ് ളുഹ മഗ്‌രിബ് ആയ സുബ്ഹാനല്ലാഹ് 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 ദേഷ്യപ്പെടണ്ട. എന്നിട്ട് മരുമകളുടെ ഒരു അവസരം കിട്ടിയാലോ പാമ്പിനെ കുത്തണമാതിരി ഇങ്ങനെ കുത്തും. അപ്പൊ അവരുടെ വിചാരം എന്താ? നിസ്കരിക്കുക, ഹജ്ജൊക്കെ ചെയ്യുക, അങ്ങനെ സ്വർഗം കിട്ടും, മരുമകളെ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നല്ലേ.
അങ്ങനെ ഒരു ഇസ്ലാം ഉണ്ടോ? ഇതാണ് അള്ളാഹിനെ പേടിച്ചുള്ള കുഴപ്പം. ഇപ്പം മരുമകൾ കരുതുണ്ടാവും, പറഞ്ഞു കൊടുക്കും ഉസ്താദേ നല്ല കുത്തന്നെയാണ്, കണക്കുകൾ 2 മിനിറ്റ് കഴിഞ്ഞ് തരാ, വേറെ തരാ. അല്ല മോമിനിങ്ങൾ, അതല്ലേ ഇതേമാതിരി ഉംറക്ക് അല്ലേ, പണ്ടൊരാളെ ഉംറക്ക് കിട്ടാ ഹജ്ജിന് കിട്ടാൻ നമ്മൾ 10 ആളെ കൊടുത്ത ഒരാൾക്ക് ഫ്രീ ഒക്കെ കൊടുത്തിരുന്നു ആളെ കിട്ടാൻ വേണ്ടി. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അടുത്ത കൊല്ലത്തിൽ വരെ ബുക്കിംഗ് ആണ്. ആരാധനകളിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പള്ളിയൊക്കെ വലിയ വലിയ പള്ളിയൊക്കെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുണ്ട്. 10,000 മദ്രസ നമ്മൾ സമസ്ത നേരിട്ട് നടത്തുന്നുണ്ട്. വേറെ എല്ലാവരും കൂടി 5,000 മദ്രസ നടത്തുന്നുണ്ട്. ഇതൊക്കെ പ്രസംഗങ്ങൾ, വയല്, സ്റ്റഡി ക്ലാസ്, സെമിനാർ, ലോകത്ത് ആകാശത്തിന് കീഴിൽ ഇത്രയേറെ മതം പ്രചരിപ്പിക്കപ്പെട്ട ഇസ്ലാമിക് പ്രൊപ്പഗേഷൻ നടക്കുന്ന ഒരു നാടുണ്ടല്ലോ, സൗദി അറേബ്യ ഉണ്ടോ, UAE ഉണ്ടോ? ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ഇന്തോനേഷ്യ ഉണ്ടോ? ഇല്ല. എന്നിട്ടും ഇതൊക്കെ സിംബോളിക് ഇസ്ലാമാണ്, അടയാളങ്ങളുടെ ഇസ്ലാം, കൾച്ചറൽ ഇസ്ലാം, സ്പിരിച്വൽ ഇസ്ലാം വേണം, ആത്മീയ ഇസ്ലാം. അതാണ് 14 നൂറ്റാണ്ട് പിന്നിട്ട് ഇതുവരെ ഇസ്ലാമിനെ പിടിച്ചു നിർത്തിയത് സ്പിരിച്വൽ ഇസ്ലാമാണ്. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പിന്തുടരുന്ന മാർഗം. അതിനാണ് ഇപ്പൊ എല്ലാവർക്കും കുറ്റം പറയാനുള്ളത്. നിങ്ങൾ പഴഞ്ചന്മാരാ? അതെ, ഞങ്ങൾ പഴഞ്ചന്മാരാ, സമസ്തക്കാര് പഴഞ്ചന്മാരാ, 14 നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള ആൾക്കാരാ. ഞങ്ങളാണ് നവജാഗരണത്തിന്റെ ആൾക്കാർ, ഞങ്ങളാണ് നവോത്ഥാന നായകന്മാരെന്നൊക്കെ പറയുന്ന ജമാഅത്തുകാരും മുജാഹിദും ഉണ്ട്. ആയിക്കോട്ടെ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഞങ്ങൾ യാഥാസ്ഥികന്മാരാണ്, പഴഞ്ചന്മാരാണ്, സ്പിരിച്വലിസ്റ്റ്. ഇപ്പൊ മാധവിക്കുട്ടില്ലേ, ഞങ്ങളുടെ നാട്ടുകാരത്തിയ മൈ ലൈഫ് എന്ന് പറയുന്ന നോവൽ എഴുതിയ മാധവിക്കുട്ടി വെറും സെക്സി നോവലിസ്റ്റാണ്. നല്ല കവിതകളൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. ലോക സാഹിത്യത്തിന്റെ ആകാശത്ത് കയറിയിരുന്ന പെണ്ണ്. ഇന്നവരെവിടെയാ കിടന്നുറങ്ങുന്നത്? തിരുവനന്തപുരം പാളയം ജുമാ മസ്ജിദിന്റെ പൂത്തു നിൽക്കുന്ന ഗുൽമോഹറിന്റെ താഴെയാണ്. കമല സുറയ്യ എന്ന പേര്. മാതൃഭൂമി കൊടുത്ത അഭിമുഖത്തിൽ ഇന്ററാക്ഷനിൽ അവർ പറഞ്ഞു, എന്താണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത്, എനിക്ക് ഇൻസ്പിരേഷൻ ആകാൻ, ഇസ്ലാമിലേക്ക് വരാൻ കാരണം? ജമാഅത്ത് ഇസ്ലാമിയുടെ പുസ്തകം നിങ്ങൾ കരുതിയോ? മണല് പോലെ ഊശ്വരമായ ഇസ്ലാം അല്ല. ഈ നദ്വത്തുൽ മുജാഹിദുകാരന്റെ തൗഹീദിന്റെ ഉഗാണ്ട എന്ന് കരുതിയോ നിങ്ങൾ? അല്ല, സ്പിരിച്വൽ ഇസ്ലാമാണ്, പ്രണയമാണ്. അവർ യാ ഇലാഹി എന്ന് പറയുന്ന ഒരു കവിത പോലും എഴുതി അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട്. മനസ്സിലായോ? മൈ ഗോഡ് എന്ന് പറഞ്ഞൊരു കവിത ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. വാവ്, അമേസിങ്. ഇനി ലോകത്ത് നിങ്ങൾ ആരെടുത്തു പോയിക്കോളൂ. ഇപ്പൊ യൂറോപ്പിലൊക്കെ ഇസ്ലാം വമ്പിച്ച പ്രചാരണം നടക്കുക. നമ്മളൊക്കെ 10 കൊല്ലം മുമ്പൊക്കെ പ്രസംഗിച്ചിരുന്നത് അമേരിക്കയിൽ നോക്കി അവിടെ ഭയങ്കര കുഴമ്പാട്. ഇന്ന് അങ്ങടെ നോക്കണ്ട, നിങ്ങൾ കളമശ്ശേരിക്ക് നോക്കൂ, അത് വേണ്ട അടുത്ത വീട്ടിലേക്ക് നോക്കൂ, ഇനി അതും വേണ്ട സ്വന്തം വീട്ടിലേക്ക് നോക്കൂ എന്ന് പറയണ മാതിരി അപകടം വന്നില്ലേ? അവിടെയൊക്കെ ആൾക്കാർ ഇസ്ലാമിലേക്ക് ഒഴുകുക. എന്ത്? ഇസ്ലാമിന്റെ തൗഹീദ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ? ഖുർആന്റെ പരിഭാഷ വായിച്ചിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? അല്ല ടൗമിനികളെ, ഖുർആന്റെ പരിഭാഷ വായിച്ച അപ്പ ആൾക്കാർ കത്തിക്കും. കാരണം ഖുർആന്റെ തുല്യം നിൽക്കാവുന്ന പരിഭാഷക്ക് പറ്റണില്ല. ഇപ്പൊ അടുത്തൊരു സ്വാമിയുടെ ക്ലിപ്പ് നിങ്ങൾ കേട്ടോ എന്ന് എനിക്കറിയില്ല. കേട്ടോ, ഒരു സ്വാമി പറഞ്ഞു കേട്ടോ ഖുർആനെ പറ്റിയിട്ട്. നിങ്ങൾ ഇവിടെ ഉള്ളവരൊന്ന് വാട്സപ്പ് ഉപയോഗിക്കാത്ത മുത്തക്കിങ്ങളല്ല ഒന്ന് ദ്വരക്കട്ടെ, നിങ്ങളെ തവസ്സുല് ചെയ്ത് ദ്വരം നല്ല സ്വീകരിക്കും. പടച്ചോനെ, ഇവരുടെ ഹക്ക് കൊണ്ട് ഞങ്ങൾക്ക് നല്ല മൊബൈൽ തരണേ റബ്ബേ. കാരണം വാട്സപ്പ് ഉപയോഗിക്കാത്ത ആൾക്കാർ, അത് വൈറലായി അയാളുടെ വീഡിയോ. എന്താ അയാൾ ഖുർആനെ ഭയങ്കരമായി കുറ്റം പറഞ്ഞു. ഞാൻ അയാളെ കുറ്റപ്പെടുത്തില്ല. കാരണം എന്താ, അയാൾ വായിച്ചത് പരിഭാഷയാണ്. അയാൾക്ക് അങ്ങനെ തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പൊ മുഅ്മിനീങ്ങള്, യൂറോപ്പിൽ ഇസ്ലാം എന്തിനുകൊണ്ടാണ് വരുന്നറിയോ? യാന്ത്രിക സംസ്കാരം സൃഷ്ടിച്ച, ഉപഭോഗ സംസ്കാരം സൃഷ്ടിച്ച ആസുരമായ ടെൻഷനിൽ ശാന്തി തേടിയിട്ട് അവർ ഇസ്ലാമിലേക്ക് വരും. എന്താണ് ഈ മാതൃകാമൃതാനന്ദമയൊക്കെ യൂറോപ്പിൽ അംഗീകരിക്കപ്പെട്ടത്? നമ്മളിങ്ങൾ മാറി നിന്ന് കുറ്റം പറഞ്ഞൊന്നും കാര്യമില്ല, അതുകൊണ്ടൊന്നും കാര്യമില്ല. 142 രാജ്യങ്ങളിൽ മാതാമൃതാനന്ദമയ്ക്ക് 10,000 അനുയായികളുണ്ട്. ഇത് മാത്രം എടുത്ത് ക്ലിപ്പാക്കി വിടാൻ പറ്റാം. എന്തുകൊണ്ടാണ്? അല്ല, നമ്മൾ വസ്തുവായിട്ട് തന്നെ കാണാം. അവരിങ്ങനെ കെട്ടിപ്പിടിച്ച ആൾക്കാർ കാര്യമാണ്. നിങ്ങൾ അഭിനയിക്കുക നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു 5% അഭിനയാവും, പക്ഷെ റിയാലിറ്റിയാണിത്. അവർക്ക് സമാധാനമല്ല മുഅ്മിനീങ്ങളെ. കേരളം അത് അനുഭവിക്കാൻ പോവാ. എന്തുകൊണ്ടാണ് ശ്രീ ശ്രീ രവിശങ്കർ ഇത്രയേറെ സ്വാധീനിക്കപ്പെട്ട്? ഞാൻ അയാളെ എപ്പോഴും എതിർക്കുന്ന ആളാട്ടോ. അദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട്, ഹിന്ദുയിസം ആൻഡ് ഇസ്ലാം ദ കോമൺ ത്രെഡ്. അത് ഇസ്ലാമിനെ കുറ്റം പറയുന്ന ഒരു പുസ്തകം. കാബ ദേവാലയത്തിൽ ചിത്രം കൊടുത്ത് ഗാബ എന്നുള്ള ഹിന്ദുവിന്റെ പേരാന്ന് എഴുതിയ മഹാനാണ്. ഹജറുൽ അസ്വദിന്റെ ചിത്രം കൊടുത്ത് ശിവലിംഗ എന്ന് പറഞ്ഞതേ മനസ്സിലായില്ലേ? ശിവന്റെ ദക്കറാന്ന്. ഇനി പച്ച മലയാളത്തിൽ പറയാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ ആളാണ് ശ്രീ ശ്രീ രവിശങ്കർ എന്ന് പറയുന്ന ഡബിൾ ശ്രീ രവിശങ്കർ. കടുത്ത വർഗീയവാദിയാണ്, ഈസ് ഫാസിസ്റ്റ്.
പക്ഷേ ഞാൻ പറയണതല്ല, അയാൾ എത്രമാത്രം സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാ RSSന്റെ പ്രചരണം കൊണ്ടാ? അല്ലല്ല. യൂറോപ്പില് സമാധാനം കിട്ടാത്തൊരു ജനത, ഒരു പുതിയ ന്യൂ ജനറേഷൻ വളരുന്നുണ്ട്. അവർക്ക് അയാൾ ശാന്തി കൊടുത്തു. അവിടെ എന്തുകൊണ്ട് ഇസ്ലാമിന് ബദലാകാൻ പറ്റുന്നില്ല? അവിടെ ബദലായി. കേരളത്തിൽ എന്താകാൻ പറ്റാത്ത നമുക്ക് അങ്ങനത്തെ ആകാൻ പറ്റൂലേ? നമ്മൾ പൈസ ഉണ്ടാക്കാൻ പറ്റിക്കണ്ട. ഇവിടെ പറ്റിക്കൽ കൂടിയിട്ടാണ് അങ്ങനെ ആരും വിശ്വസിക്കാതെ. ഞാൻ പറയണില്ല, എന്നെ പറയിപ്പിക്കണ്ട. കച്ചവടമായപ്പോ എല്ലാവരും സംശയിച്ചു. ആദ്യം തന്നെ അണ്ണാക്ക് തൊടാതെ പൈസക്ക് വേണ്ടി ആത്മീയത കച്ചവടം ചെയ്തപ്പോഴാണ് പ്രശ്നമായത്. അങ്ങനെ വേണ്ടിയിരുന്നില്ല. ഇതുവരെ നല്ല മാർഗമാണ് നമ്മൾ സമസ്തയുടെ മാർഗത്തിൽ വന്ന് നമ്മളെ കൊഴിച്ചീർത്ത്. നമ്മളും സമസ്ത നേതാവല്ലല്ലോ. കടന്നുപോയ നേതാക്കന്മാരൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി. ആരാണവർ? ഇതാണ് അവർ സമൂഹത്തോട് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ടാണ് മലബാറിൽ ഇസ്ലാം പച്ച പിടിച്ചത്, നിങ്ങളുടെ തെക്കൻ കേരളത്തിൽ. ഖാജാ നിസാമുദ്ദീൻ ഔലിയ ഇല്ലായിരുന്നുവെങ്കിൽ ഉത്തരേന്ത്യയുടെ ചിത്രം മറ്റൊന്നാകും. സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി ഇന്ത്യയുടെ മണ്ണിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം വേറെയാ. അബുൽ അല മൗദൂദി വന്നില്ലായിരുന്നുവെങ്കിൽ ഇവിടെ ഒരു അലക്കി സംഭവിക്കില്ലായിരുന്നു. അയാൾ വന്നാലും വന്നിട്ടും കാര്യമൊന്നുമില്ല. ഞാൻ കുറ്റം പറയുന്ന ആളല്ല കേട്ടാ. പക്ഷെ നമ്മളത് അടിസ്ഥാനപരമായി മനസ്സിലാക്കുന്നത് ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയുടെ പാർശ്വഭാഗത്ത് നിന്നിട്ടാണ് പ്രസംഗിക്കുന്നത്. നിങ്ങളോടൊക്കെ പറയേണ്ടത് ഖുർആനും ശാസ്ത്രം അറിയാത്തവനൊന്നുമല്ല ഞാൻ. കാരണം നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ അറിയാം. പക്ഷെ അതുകൊണ്ടും വലിയ കാര്യമില്ല. ലോകത്ത് ആത്മീയതയാണ് പിടിച്ചു നിർത്തിയത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന പ്രസരിപ്പിച്ച ആ ഒരു പ്രകാശമാണ് ലോകത്തിന്നും സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഞാനൊരാളെ പറഞ്ഞുതരാം. തേനു മുസ്ലിയാർ എന്ന് പറഞ്ഞ ഉസ്താദ് ഉണ്ടായിരുന്നു. മുഅ്മിനീങ്ങളെ, നിങ്ങൾ കേട്ട ഒന്നുകിൽ ചിരിക്കും അല്ലെങ്കിൽ കരയും. ആള് കോട്ടക്കലെ ഇന്ത്യൻ ഒരു നമ്മുടെ ബഹാവുദ്ദീൻ മൗലവിയുടെ ആരാ വല്യാപ്പ ബാപ്പ അല്ലെങ്കിൽ അമ്മോശനാണ്. ആള് ഇന്ത്യനൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കോട്ടക്കല്. ഞാൻ കേട്ടിട്ടുണ്ടോ നിങ്ങളാ പ്രസംഗം? ആള് ഇന്ത്യനൂരാണ് വീട്. കോട്ടക്കലിന് 5 കിലോമീറ്റർ. ഇവിടുന്ന് 5 കിലോമീറ്ററുള്ള സ്ഥലം പറഞ്ഞ നിങ്ങൾ നാളെ പോയി ശരിയാവുള്ളൂ. 5 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലം. അതെ, പാലാരിവട്ടം. ലുലു ഒന്നും വേണ്ട, നല്ല വല്ല ഉദാഹരണം പറയുന്നത്. പാലാരിവട്ടത്ത് അപ്പുറത്ത് പോയ ഒരു മക്കാമുണ്ടല്ലോ, പൊന്നൂരിന്തി, അങ്ങനെ വല്ലതും പറഞ്ഞു. ലുലു അത്ര കുഴപ്പമുണ്ടായിട്ടൊന്നുമില്ല. കുഴപ്പമായിട്ട് ഉള്ളിൽ വേറുണ്ട്. അപ്പൊ ഹബീബിങ്ങളെ നല്ലത് പറയണം. ഇപ്പൊ നമ്മൾ പോസിറ്റീവ് പറയല്ലോ, എല്ലാ കാര്യത്തിലും പോസിറ്റീവ് പറയല്ലോ. അത് നെഗറ്റീവ് ഇനിയിപ്പോ നാളത്തെ പ്രചാരണം ലുലു നെഗറ്റീവാണ് ബഷീർ വൈസ് കട്ട് ചെയ്ത് വിട്ടോളൂ. യൂസുഫ് അലിക്ക് നമ്മുടെ അടുത്ത സഹോദരനാണ്, ഞങ്ങളുടെ നാട്ടുകാരനാണ്. പുലിവാലിന് വേറെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ക്ലിപ്പൊന്നും നടത്തിയ പ്രസംഗത്തോട് ഒരു യോജിപ്പില്ല കേട്ടോ മുന്നികൾ. ഞാൻ പിന്നെ ഒക്കെ തുറന്നു പറയാത്തതോട് പരീസായിപ്പില്ലത് കാരണം ഉണ്ടാകും. എനിക്ക് വ്യക്തിപരമായ അത്തരം നിലപാടുകളോട് യോജിപ്പുള്ള ഒരാളല്ലേ ഞാൻ. ആര് നടത്തിയാലും അതവിടെ ആരെ കേരളത്തിൽ ആദ്യം കൊണ്ടുവന്നു നിങ്ങൾ ആലോചിച്ചു. ഈ സകല മുസീബത്തിന്റെയും ഒരു അക്കൗണ്ട് അള്ളാഹു അവർക്ക് കൊടുക്കട്ടെ. ആമീൻ പറയാത്തത് ഭാഗ്യം. നമ്മളെന്നെ കാണണ്ടപ്പോൾ ക്ലിപ്പ് മുറിച്ചിട്ട് ഫോം വിളിച്ചിട്ടൊക്കെ ആൾക്കാരെ ഇടങ്ങറാക്കാൻ തുടങ്ങിയത് ആരാന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇവരൊക്കെ അക്കൗണ്ട് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി തുടങ്ങി, മുജാഹിദ് തുടങ്ങി, സമസ്തി തുടങ്ങി, എല്ലാവരും അക്കൗണ്ട് കൂടെ ആയിട്ട് ചെന്ന് കിടക്കും. അതൊന്നും ശരിയായൊരു നടപടിയില്ല. നമ്മൾ ചെയ്താലും തെറ്റാണ്. കാരണം ഇപ്പം എൻ്റെ പ്രസംഗത്തിൽ 10 വിവാദത്തിനെങ്കിലും സാധ്യതയുള്ള വാക്കുകൾ ഞാൻ പറഞ്ഞു. പക്ഷേ കേട്ടങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കട്ട് ചെയ്ത് കേട്ടവൻ എന്താ കരുതിയത്? ഇതൊരു ടൈപ്പ് അയാൾ പറഞ്ഞതല്ലേ മനസ്സിലാക്കുക. ഇതന്നെയാണ് എല്ലാത്തിൻ്റെ ഒരു അവസ്ഥ. ഹബീബിങ്ങളെ, 5 കിലോമീറ്റർ ദൂരമുള്ള ഇന്ത്യനൂരിലെ നിന്ന് അദ്ദേഹം ഇറച്ചി വാങ്ങാൻ കോട്ടക്കലങ്ങാടിയിലേക്ക് വരികയാണ്. മൊയ്ലിയേര് ഇറച്ചി വാങ്ങാൻ വന്നു എന്നൊക്കെ ഇക്കാലത്താണെങ്കിൽ ദീനുൽ ഇസ്ലാം എന്ന് പുറത്താക്കുക അയാളെ. കാരണം നമ്മുടെ ചിന്തയിലെ പാണ്ഡിത്യം എന്ന് പറയുന്നത് അതൊന്നും അല്ലല്ലോ. 5 കിലോമീറ്റർ നടന്നിട്ടാ വന്നത്. വണ്ടി ഇല്ലാത്ത കാലം, വാഹന ഗതാഗതം ഇല്ലാത്ത കാലത്ത് ഇറച്ചി വാങ്ങാൻ വേണ്ടി വന്നു. ഒരു കടയിൽ നിന്ന് ഇറച്ചി വാങ്ങിയിട്ട് വേറൊരു കടയിൽ ഈ തേക്കിൻ്റെ ഇലയിൽ അന്ന് പുതിയ കേട്ടോ തേക്കിൻ്റെ ഇലയിൽ ഒരു കടത്തിണ്ണയിൽ വെച്ചു. ആ കടക്കാരനോട് മല്ലി, മുളക്, മസാലയൊക്കെ വാങ്ങി എല്ലാം കൂടി എടുത്തിട്ട് സെഞ്ചിയിലിട്ടു. എന്നിട്ട് സലാം ചൊല്ലി തിരിച്ചു നടന്നു. എത്ര കിലോമീറ്റർ ആയി? ഇപ്പോ വീട്ടിലെത്തി. എത്ര കിലോമീറ്റർ ആയി പറയുന്ന? 10 കിലോമീറ്റർ ആയി നടന്നിട്ടോ.
വയോവൃദ്ധനായ തേനു മുസ്ലിയാർ നടന്നു വീട്ടിലെത്തി. ഭാര്യക്ക് ഇത് ഓരോ പൊതി ഇങ്ങനെ എടുത്തു കൊടുക്കുക. നമ്മളാണെങ്കിൽ എന്താ ചേറാണ് അടുക്കളേക്ക്. തേനുസിലേര് അള്ളാഹു സ്നേഹിച്ച ആളായതുകൊണ്ട് അങ്ങനെ ചെയ്യില്ല. ഓരോന്ന് എടുത്തു കൊടുക്കുമ്പോ ഇറച്ചി പൊതി എടുത്തപ്പോ തേനുസ്താദിന്റെ കണ്ണങ്ങ് തിളങ്ങി, മുഖത്ത് ഭയങ്കരമായ ദേഷ്യം വന്നു. തേനുസ്താദ് പറഞ്ഞു, പെണ്ണേ അപകടമാണ്, അപകടമാണ്, അപകടമാ. സെഞ്ചി വാങ്ങി തിരിച്ചു വെച്ചു. ഒരു തുള്ളി ജലപാനം ചെയ്യാതെ, ഒരിത്തിരി വെള്ളം കുടിക്കാതെ, ഒരു മിനിറ്റ് ഇരിക്കാതെ വയോവൃദ്ധനായ തേനുസ്താദ് 10 കിലോമീറ്റർ നടന്ന് ക്ഷീണിച്ചയാള്, 2 വട്ടം പാലാരി വട്ടം പോയി വന്നയാള് തിരിച്ചു മടങ്ങുകയാ. 15ാമത്തെ കിലോമീറ്റർ കോട്ടക്കൽ ബസാറിലേക്ക്. ആലോചിക്കണേ, മറന്നു വെച്ചതാണോ? അല്ല അല്ല. എന്തെങ്കിലും വാങ്ങാൻ വിട്ടുപോയതാണോ? അല്ല അല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സങ്കല്പങ്ങളുടെ നാലതിരുകൾക്കപ്പുറം പോയാലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാര്യത്തിനാണ് ഈ മടക്കം. 15 കിലോമീറ്റർ നടന്ന് അവിടെ എത്തി. അതായത് 5 അങ്ങട്ട് 5 ഇങ്ങട്ട് പിന്നെ 5 അങ്ങട്ട്, അതാണ് 15 കിലോമീറ്റർ. ആളുകൾ ചോദിച്ചു, ഉസ്താദേ എന്തു പറ്റിയതാ? തേനുസ്താദ് മിണ്ടണില്ല. അവരവിടെ നിന്ന് പോകുമ്പോ ഇരുന്ന് സൊറ പറഞ്ഞിരുന്ന ചെറുപ്പക്കാർ വീണ്ടും ചോദിച്ചു, എന്താ പറ്റിപ്പോയത്? അത് പറയുമ്പോ തേനുസ്താദ് സഞ്ചിയിൽ നിന്ന് പൊതി ഇങ്ങനെ നിലത്തേക്ക് വെച്ചോ, ഇറച്ചി പൊതി എടുത്തോ. എന്റെ മല്ലേ പിള്ളിയിലെ സഹോദരാ, തേനുസ്താദ് പിന്നെ ചെയ്തതെന്താ? കൈ കൊണ്ട് ഇങ്ങനെ തട്ടി, ഇറച്ചിപ്പൊതിയിൽ തട്ടുമ്പോ 5 6 ചോണനുറുമ്പുകൾ ഇങ്ങനെ നിലത്തേക്ക് ചാടി. ആ ചാടുന്നത് കണ്ടപ്പോ മഹാനായ സമത കേരള ജമിയത്തുൽ ഉലമയുടെ സാത്വികനായ പണ്ഡിത പ്രതിഭാശാലി സൂഫി നവോമണ്ഡലത്തില് ജ്വലിക്കുന്ന താരമേ കരയുകയാ. ആ വൃദ്ധന്റെ 2 കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി, ചുണ്ടുകൾ വിതുമ്പി വിറച്ചു. അത്ഭുതപ്പെട്ടു നിന്ന കടക്കാരനോടും അവിടെ ഇരിക്കുന്ന ആൾക്കാരോടും കൈ ചൂണ്ടി വിറയാർന്ന കൈകളോടെ പറഞ്ഞു, മേശപ്പുറത്തേക്ക് ചൂണ്ടി, ഇതാ കാരണം. അവർ നോക്കുമ്പോ ഉറുമ്പാണ്. കുറച്ച് ഉറുമ്പുകൾ ഇങ്ങനെ ഓടുന്നുണ്ട്. അവർ ചോദിച്ചത്, ഉസ്താദേ ഉറുമ്പല്ലേ? ഇത് ഉറുമ്പല്ലേ? അതെ, ഇത് തന്നെയാണ് കാരണം. ഞാൻ നേരത്തെ പൊതി ഇവിടെ വെച്ചപ്പോ ഇവിടെ നിന്നാ ഉറുമ്പുകൾ കയറിയത്. തേനു കണ്ടിട്ടില്ല, തേനു അറിഞ്ഞിട്ടില്ല. ഉസ്താദ് കരഞ്ഞോണ്ട് പറയുകയാ, ഈ തേന് ഉറുമ്പുകളുടെ വീട് ഇവിടെയല്ലേ, ഈ കോട്ടക്കലല്ലേ? അവരുടെ അനുവാദമില്ലാതെ, അവരുടെ സമ്മതമില്ലാതെ ഞാനിവരെ 5 കിലോമീറ്റർ ദൂരെയുള്ള വീട്ടിലേക്ക് കൊണ്ടുപോയില്ലേ? ആ ഉറുമ്പുകൾക്ക് വിഷമായിട്ടുണ്ടാകൂലേ? ആലോചിക്കു മുസ്ലിമേ, ഈ തേനുസ്താദ് പോയ സ്വർഗത്തിലേക്കാ ബഷീർ കടന്നു പോകേണ്ടത്, നിങ്ങൾ പോകേണ്ടത്. എങ്ങനെ പോകും മുഅ്മിനെ? കരഞ്ഞ് തളർന്നു പോയിട്ട് അവിടെ നിന്ന് പറയുകയാണ്, നാളെ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ, തേനു കോട്ടക്കലങ്ങാടിയിലെ ഉറുമ്പുകളെ നീ എന്തിനാ അവരുടെ അനുവാദമില്ലാതെ നീ ഇന്ത്യനൂരിലേക്ക് കൊണ്ടുപോയെന്ന് ചോദിച്ച തേനുവെന്തു മറുപടി പറയാനാ എന്ന് പറഞ്ഞ് കരഞ്ഞത് സഹാബിയല്ല, പ്രവാചകനല്ല, സമസ്തയുടെ നേതാവായ തേനു മുസ്ലിയാരാ. ആലോചിക്കൂ നിങ്ങളെ, ഒരു ഉറുമ്പിനോട് പോലും സ്നേഹം കാണിച്ച മനുഷ്യൻ എന്തുകൊണ്ടാണ് സ്നേഹിച്ചത്? അള്ളാഹിനെ സ്നേഹിച്ച ഒരാൾക്ക് ഈ ചരാചരങ്ങളോട് സ്നേഹം തോന്നും. അള്ളാഹിനെ പേടി മാത്രമുള്ള ഒരാൾക്ക് അങ്ങനെ തോന്നിക്കൊള്ളണം എന്നില്ല. എല്ലാവരും അങ്ങനെയൊന്നല്ല. അങ്ങനെയൊക്കെ നമ്മളൊക്കെ അങ്ങനെ ഉണ്ടായില്ല. നമുക്ക് അള്ളാഹിനെ ഭയങ്കര പേടിയില്ല, പേടിച്ചിട്ട് പള്ളിക്ക് തന്നെ പോകില്ലല്ലോ. നമ്മളൊരാളോട് അങ്ങനെ, ഉറുമ്പിനോട് ഇങ്ങനെ, നമ്മളൊരു മനുഷ്യനെ കിട്ടിയ കടിച്ച് കീറില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് നമ്മളെ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കണം. ആരാധന കൊണ്ട് സ്വർഗം കിട്ടുന്നുള്ള അന്ധവിശ്വാസമാണ്. ആരാധന മസ്റ്റാട്ടോ, ആരാധന വേണം. ചില കള്ളത്തുരീക്കത്തിൽ പറയേണ്ടത് ദിക്റില്ല മതി, നിസ്കാരം വേണം. അവനൊക്കെ ചവിട്ടണം പിടിച്ചിട്ട് അല്ല. പിന്നെ ഇവിടെ റസൂലുള്ളാഹി നിസ്കരിച്ച് കാല് നീര് വീർത്തുല്ലം തുസുന്നതമൻ
أحيا الظلام إلى نستكت قدماه الضر من ورمي. പ്രണയത്തിന്റെ രാക്കുയിൽ ഇമാം ശറഫുദ്ദീനുൽ ബുസൂരി ബുർദയിൽ പാടിയ കാവ്യ കഥനവചനമാണത്. റസൂലുള്ളാഹിനോട് കാൽപാദം മാവലാതി പറഞ്ഞു അത്രേ. തിങ്ങി വീർത്ത് നിന്ന് നിസ്കരിച്ചിട്ട് ഇവിടുത്തെ കുറെ ഒലക്കേല തുരീക്കത്തേക്ക് പറയാണ് ദിക്റില്ല മതി, അത് നിസ്കാരം ഇതല്ല. അങ്ങനെ പറയണവരൊക്കെ വിറക് മുട്ടിയെടുത്ത് മണ്ടക്കണം. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം മീമച്ചോണം അടുത്തിരുന്നു, കുറച്ച് ഏതോ തരീക്കത്ത് പോയി, എന്നിട്ട് അവൻ വന്നിട്ട് ഇങ്ങനെ ഭയങ്കര രാജാവായിട്ട് പറയാം നിസ്കരിക്കും, നിങ്ങളൊക്കെ നിസ്കാരം ഇതൊക്കെ നിസ്കാരം എന്താണ് മൂന്ന് തൊരീക്കത്ത് ആളെ കുറ്റം പറയാനുള്ളതാണ്. ഞാൻ എന്താ എമ്മണിയൊക്കെ എത്ര നല്ല മനുഷ്യന്, ഇടുക്കിയിലെ എമ്മണിയൊക്കെ. ഇവിടെ കുറെ തൊരീക്കത്തിന്റെ മഹാന്മാര് വർത്താനം കേട്ടാണ്ട് വെടി വെച്ചോണ്ട് കൊല്ലുണ്ട്. അതൊന്നും തൊരീക്കത്തല്ലോ, എന്തേലും ആയിക്കോട്ടെ, നമ്മളതൊന്നും പറയാൻ നിൽക്കണ്ട. പച്ചത്തെറി എന്ന് പറഞ്ഞാൽ പച്ചത്തെറി. അതാ ഞാൻ പറഞ്ഞു, മണിയൊക്കെ ഭയങ്കര നല്ല മനുഷ്യനാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അയാൾക്ക് വളരെ സിമ്പിളായ തെറിയ പറഞ്ഞിട്ടുള്ളൂ. അതൊന്നും അല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇസ്ലാം ഈസ് ദ സിമ്പിൾ ഹംബിൾ റിലീജിയൻ. അള്ളാഹു നമ്മളെ സിമ്പിളാക്കട്ടെ, ഹംബിളാക്കട്ടെ. അത് നോക്കൂ നിങ്ങള്, നമുക്കിപ്പോ ചിരിയ കരച്ചില വന്ന് സേരുസ്താരുടെ കഥ പറഞ്ഞപ്പോ ചിരിയ കരച്ചില വന്നപ്പോ ഒരു നിലക്കൊക്കെ ചിരി വരും. കാരണം എന്തൊരു പൊട്ടത്രയും കാണിച്ചില്ലേ ഉറുമ്പിനെ കൊണ്ടാക്കാൻ. ഒരു നിലക്ക് വെച്ച കരച്ചിൽ വരും. എന്താണ് ആ മനുഷ്യന്റെ ഒരു അവസ്ഥ? അതാണ് ഇസ്ലാം, അതാണ് ഇസ്ലാം. ആ ഇസ്ലാമിനെയാണ് ലോകമെന്നും നെഞ്ചുയർത്ത് പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മുഅ്മിനേ, സ്നേഹമുണ്ടാകട്ടെ നമുക്കിടയില്, നമ്മുടെ വീട്ടില്, നമ്മുടെ അയൽപ്പക്കത്ത്, നമ്മുടെ അമ്മായിമ്മയുടെയും മരുമകളുടെ ഇടയില്. അതിന് ഒരേ ഒരു മരുന്നേ ഉള്ളൂ. അതിനൊരു കൗൺസിലറെ നിങ്ങൾ കാണണ്ട, അതിനൊരു സൈക്കോളജിസ്റ്റിനെ കാണണ്ട. കണ്ട പൈസയൊക്കെ നമുക്ക് കിട്ടും, വേറെ കാര്യം സൈക്കോളജി. പക്ഷേ അതിനൊക്കെ ഉള്ളൊരു മരുന്ന് അള്ളാഹിനെ സ്നേഹിച്ചാൽ മതി. ഞാൻ ഒറ്റ സംഭവം കൂടി പറയാം. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു ഭാര്യയുടെ അടുത്ത് തിരിച്ചു വരിക. അപ്പോ ഒരു ഗിഫ്റ്റുമായിട്ടാ വന്നു. ഹബീബേ റസൂലുള്ള വേറൊരു ഭാര്യ അടുത്ത് പോയി തിരിച്ചു വരിക. ഞാൻ പറയും സ്നേഹത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയാം, ഇത് പറഞ്ഞിട്ട് നമ്മൾ വിഷയത്തിലേക്ക് മടങ്ങി പോകും. അപ്പൊ ഒരു ഗിഫ്റ്റ് പറഞ്ഞ അലീസമായിട്ടുള്ള ഒരു ഭക്ഷണ വിഹിതം ഒരു ഭാര്യ കൊടുത്തു. അതിങ്ങനെ ആയിഷ വീട് എടുത്ത് വന്നു. ആയിഷ ഇവിടെ വന്നിട്ട് എന്താ നമ്മള് പുറത്തൊക്കെ പോയി തിരിച്ചു വരുമ്പോ വല്ല ഗിഫ്റ്റ് വാങ്ങണട്ടാ. അപ്പുറത്തുള്ളവരുടെ പറയട്ടെ, അപ്പുറത്തുള്ളവരുടെ ഞങ്ങൾ പോകുമ്പോൾ ചിലപ്പോൾ കടയൊക്കെ അടച്ചിട്ടോ, അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിയിട്ട് കാര്യമില്ല. മാത്രമല്ല വീട്ടിലേക്കല്ല പോവുക. നിങ്ങൾ എപ്പോഴെങ്കിലും എറണാകുളത്ത് നേരത്തെ പറഞ്ഞ കുലൂലൊക്കെ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് വാങ്ങി വീട്ടിൽ വരണം ഇൻഷാ അല്ലാഹ് പറഞ്ഞ. എന്താ ഉണ്ടാത്തതെന്ന് ഉറക്ക പറയേ. എന്താ ഒരു മടി മുമ്പ് നിങ്ങൾ എന്റെ കൂടി കൊണ്ടുവരാനല്ലേ പറഞ്ഞു. ഇവിടെ സ്വന്തം ഭാര്യ കൊടുക്കാറ് പറഞ്ഞു ഒരു ഗിഫ്റ്റ്, എന്തെങ്കിലും ഒരു സാധനം, ഒരു എന്തെങ്കിലും സ്വീറ്റ്സോ എന്തെങ്കിലും ഒരു സാധനം ഇൻഷാ അല്ലാഹ് പറയും. ഈ കല്യാണം കഴിക്കാത്ത ചെറിയ കുട്ടികൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ട് കാര്യം. അപ്പൊ ഹബീബ് റസൂലുള്ളാഹ് ഇതിങ്ങനെ കൊടുത്തു. അപ്പൊ ആയിഷ ബീവി ചോദിച്ചത് എവിടുന്നാ നോയിക്കൊള്ളിട്ടാ. അവിടെ ഒരു ഫീമെയിൽ സൈക്കോളജി വർക്കൗട്ട് ചെയ്യുമ്പോ മുത്തുനബി പറഞ്ഞു ഇത് മറ്റേ ഭാര്യയുടെ അടുത്തുന്ന വേറെ ഭാര്യ ഉണ്ടല്ലോ റസൂൽ. ആയിഷ ബീവി ഒരു ഒറ്റ തട്ടാട്ട് വെച്ചു കൊടുത്തു. മുഅ്മിനീങ്ങളെ ഒരു തട്ടങ്ങ് വെച്ചു കൊടുത്തു. മല്ലേപ്പള്ളിയിൽ ഒരു ഭർത്താവിന്റെ കയ്യിൽ നിന്ന് പാത്രം തട്ടി എന്താവും കഥ. തൃശ്ശൂർ പൂരം ഇവിടെ നടക്കും. എന്റെ 3 തലാക്ക് ഇല്ലെന്ന് പറയും. ഇല്ലേ ഇല്ലേ? ഓ മുണ്ടിലിട്ട ഈ ഭാഗത്ത് ഇരിക്കുന്നവർക്ക് രക്ഷപ്പെട്ടു. ഞാനൊക്കെ ഒരു ഒറ്റ ചവിട്ട നെഞ്ചു നോക്കിയിട്ട് അല്ല, പിന്നെ കയ്യിൽ നിന്ന് പാത്രം. മുഅ്മിനീങ്ങളെ പാത്രം നിലത്ത് വീണ് ചിതറി, ഭക്ഷണം നിലത്ത് ചിതറി. കാരണം ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല വേറെ ഒരു ഭാര്യയുടെ വീട്ടിൽ നിന്നാന്ന് പറഞ്ഞപ്പോ. അതങ്ങനെയാണ്, പെണ്ണിന്റെ മനസ്സങ്ങനെയാണ് ഹബീബിങ്ങളെ. സ്വാർത്ഥതയാണ് പ്രണയം. നമ്മൾ പറയാനില്ലേ എനിക്ക് ഭയങ്കര സ്വാർത്ഥതയാണ് പ്രണയം. ഞാൻ സ്നേഹിക്കുന്നവൻ എന്റെ മാത്രമാകണം എന്ന് ചിന്തിക്കുന്ന സ്വാർത്ഥത പോസിറ്റീവാണെന്ന് വിശ്വസിക്കുന്നയാളാ ഞാൻ. നിങ്ങളെല്ലാരും പ്രേമിച്ചോളിയും, കൂട്ടത്തിൽ ഇനിയും പ്രേമിച്ചോളിയും. അതിന് സ്നേഹം എന്ന് പറയില്ല. ഇപ്പത്തെ ന്യൂജൻ പ്രണയമൊക്കെ അങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ അയക്കുപരിക്ക്, ഹലോ ഡാർലിംഗ് എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഇവളപ്പങ്ങോട്ട് കത്തിയിട്ട് എന്നെ മാത്രം സ്നേഹിക്കുന്ന ആളല്ലേ എന്ന് വേണമെങ്കിൽ ഒളിച്ചോടാന്നൊക്കെ പറയാം. ഞങ്ങളുടെ ചാവക്കാടൊക്കെ മാസത്തിലൊരു പെൺകുട്ടി ഒളിച്ചോടുന്നുണ്ട്. അപ്പൊ ഇവൻ ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് 12 ആൾക്ക് അപ്പൊ തന്നെ വിടുന്നുണ്ട് എന്ന് ഇപ്പോൾ അറിയണില്ല. അപ്പൊ അത് ശരിയല്ല. ആയിഷ ബീവി അങ്ങനെ ചിന്തിച്ചു.
അപ്പൊ നമ്മുടെ പെണ്ണുങ്ങൾ എന്തായാലും നിങ്ങൾ കള്ളുടിച്ചു എന്ന് ബഹളം ഉണ്ടാക്കി നോക്കി വീട്ടില്. അപ്പൊ അവര് പറയും, കുറച്ചൊക്കെ ചീത്ത പറഞ്ഞിട്ട് പറയും, ഇനി കുടിക്കരുത് ഇട്ടോ, കഞ്ഞിയൊക്കെ തന്നിട്ട് തലേ കൂടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് സമാധാനിപ്പിക്കും. എന്ത് തെറ്റ് ചെയ്താലും ഇവർ ക്ഷമിക്കും. പാവങ്ങളാ. പക്ഷെ നിങ്ങൾ അവരോട് പതുക്കെ പറഞ്ഞു നോക്കാണ്, ഇന്ന് വയൽ കഴിഞ്ഞിട്ട് ഞാനൊരു പെണ്ണുകൂടി കെട്ടാൻ പോണ്ടിട്ട് ആലുവന്ന് അടിയുടെ പൊട്ടിപ്പൂരായിരിക്കുന്നു. അതവർ സഹിക്കില്ല. കാരണം എന്താണ്? അത് സ്നേഹമാണ്, അത് അസൂയൊന്നല്ല. ഇവിടെ ആയിഷ ബീവി ഒരു തട്ട് കെട്ടിയപ്പോൾ നിങ്ങൾ നെഗറ്റീവായി കരുതണ്ട. അതുകൊണ്ടാണ് ഞാൻ അത്രയും വിശദീകരിച്ചത്. നമ്മളെ കേരളത്തിലെ മുസ്ലിം ഭർത്താവാണെങ്കിൽ അടി ഉറപ്പാണ്, തൊലാക്ക് ഉറപ്പാണ്. കറിയിൽ ഉപ്പില്ലാത്തതിന് തൊലാക്കില്ല നാടാണ് നമ്മുടെ നാട്. മനസ്സിലായ? മുഹമ്മദ് മുസ്തഫ നിലത്ത് കുനിഞ്ഞിരിക്കുകയാ. ചിതറിക്കിടക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ പാത്രത്തിലേക്ക് എടുത്തു വെച്ചു പുണ്യനബി ത്വഹ റസൂലുള്ളാഹി. ചോനെ ആരാണ് ഇരിക്കണെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോഴല്ലേ അതിന്റെ മഹത്വം അറിയുള്ളൂ. നമ്മളെ കോൺസെപ്റ്റിലാ ഇരിക്കുന്ന ആളെ നമ്മൾ കാണരുത്. ആ ഇരിക്കുന്ന ആളാരാ? അന മിന്നൂരില്ല വകുല്ലു ശൈഇൻ മിന്നൂരി. ഞാൻ അല്ലാഹുവിന്റെ വെളിച്ചമാണെന്ന് പറഞ്ഞ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ കാരണഭൂതരായ മുഹമ്മദ് മുസ്തഫ 12,000 ചതുരശ്രമയിൽ വിശാലമായി പരന്നു കിടക്കുന്ന ജസീറത്തുൽ അറബ് എന്ന് പറയുന്ന ദ റിപ്പബ്ലിക് ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന നാടിന്റെ കിരീടം വെക്കാത്ത രാജാവ്, 2 ലോകങ്ങളുടെയും രാജാവ് ഭക്ഷണം എടുത്തു അക്ഷോഭ്യനായി ദേഷ്യപ്പെടാതെ രണ്ടാമത്തെ തവണ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കോപം കൊണ്ട് ജ്വലിച്ചു നിന്ന ആയിഷ റളിയല്ലാഹു അൻഹക്ക് നേരെ നീട്ടിയിട്ട് പുണ്യനബി അങ്ങ് ചിരിച്ചു. എന്ത് ചിരി! ഹിമഗണങ്ങൾ വീണുണരുന്ന പ്രസന്ന പ്രഭാതങ്ങളിൽ ഇതൾ വിടർത്തുന്ന റൈഹാൻ പൂവിതൾ പോലെ, പാതിരാവിൽ പാതി വിരിയുന്ന പാരിജാത പൂവ് പോലെ. ഏതു വാചകം കൊണ്ടാ ഞാൻ മുസ്തഫാന്റെ തിരുമുഖത്ത് വിരിഞ്ഞ പുഞ്ചിരിയെ നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് പകർത്തുക. ഏതു തൂലികയാണ് തോറ്റുപോകാത്തത്? ഏത് എഴുത്തുകാരനാണ് നമിച്ചു നിന്നു പോകാത്തത്? അതല്ലേ ഇമാം ശറഫുദ്ദീനിൽ ബൂസൂരി ബുർദയുടെ കാവ്യ കൗമുദി തീർത്ത വരികളിൽ പറഞ്ഞത്? അതല്ലേ അബൂബക്കറുൽ ബഗ്ദാദി വിത്രിയയിലെ സ്നേഹഗാഥയിൽ പറഞ്ഞത്? അതല്ലേ ഉമറുൽ ഖാഹിരി അല്ലഫൽ അലിഫ് എന്ന് പറയുന്ന പ്രണയത്തിന്റെ പൂമഴ ചൊരിഞ്ഞ വരികളിൽ പറഞ്ഞത്? അതല്ലേ പ്രണയത്തിന്റെ രാക്കുയിൽ കാക്കത്തറവാടിന്റെ രാജകുമാരൻ ഉമർ ഖാലി യാക്രമൽ കുറമയിൽ പറഞ്ഞത്? അതല്ലേ ഇന്ത്യയുടെ പൂവാടിയിലെ പൂങ്കാറ്റേ സർ ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ജവാബേ ശിക്വയിൽ പറഞ്ഞത്? ഏത് തൂലികയാണ് തോറ്റുപോകാത്തത്? തിരുമുസ്തഫാന്റെ തിരുമുഖത്തിന്റെ കാവ്യകവനം തീർക്കാൻ ആർക്കാണ് കഴിഞ്ഞത്? തോൽവി അംഗീകരിച്ച് ഞാൻ പറയട്ടെ, പുണ്യനബി പുഞ്ചിരിക്കുകയാ ആയിഷ ബീവിയുടെ നേരെ. എന്നിട്ട് പറഞ്ഞു, കഴിച്ചോളൂ ആയിഷ, കഴിച്ചോളൂ ആയിഷ. അത് ആയിഷ ബീവിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ആരുടെ കയ്യിൽ നിന്നാണ് പാത്രം തട്ടിയത്? ആരാണ് ക്ഷമയോടെ കുനിഞ്ഞിരുന്നൊക്കെ പെറുക്കി പ്ലേറ്റിലിട്ടത്? ലോകത്തിന്റെ നേതാ രണ്ടാമത് നീട്ടിയപ്പോ ആയിഷ ബീവിയുടെ കൽബങ്ങ് പൊട്ടി. നമ്മുടെ ഉമ്മയുടെ കണ്ണങ്ങ് നിറഞ്ഞു തുളുമ്പി. ആയിഷ ബീവിയുടെ ചുണ്ടുകൾ വിതുമ്പി വിറച്ചു. പാത്രം വാങ്ങി റസൂലുള്ളാന്റെ നെഞ്ചിൽ വീണ് അലമുറയിടുകയാണ് ആയിഷ. യാ റസൂലല്ലാഹ്, ആയിഷയോട് ക്ഷമിക്കൂ നബിയേ, ആയിഷക്ക് മാപ്പ് നൽകൂ നബിയേ, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നപ്പോ ചെയ്തു പോയതാ നബിയേ. ഏത് നെഞ്ചിലാണോ, ഏത് നെഞ്ചാണോ ജിബ്രീൽ ചേർത്ത് പിടിച്ചത്, ആ നെഞ്ചിലാണ് ഇപ്പൊ ആയിഷ വീണു പെടയുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുകരം തഴുകി ആയിഷയുടെ മുതുകിൽ, കരയില്ല മുത്തേ ആയിഷ, കരയില്ല മുത്തേ ആയിഷ. മദീന സാക്ഷ്യം വഹിച്ച ആർദ്ര മനോഹരമായ കാൽപ്പനിക വസന്തമായ രംഗമേ. കാരണം തിരുമുസ്തഫ അല്ലാഹുവിനെ സ്നേഹിച്ചയാളാ. അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. അള്ളാഹു നമ്മുടെ കുടുംബജീവിതത്തിൽ സന്തോഷം പ്രദാനം ചെയ്യും. ഇവിടെ നേരത്തെ ഉദ്ഘാടനത്തിൽ തങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ ഈ കുട്ടികളിവിടെ റീമീ ടോമിനെ കൊണ്ടുവരികയാണെങ്കിൽ ഇതിലും കൂടുതൽ ആളുണ്ടാവും കേട്ടോ. ഭയങ്കര പിരിവും കിട്ടും.
ഇത് നല്ല കാര്യത്തിനാണല്ലോ ഇവർ ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ സഹായിക്കണം. ഈ മക്കളൊക്കെ കഞ്ചാവ് അടിച്ച് രാത്രി ഏതെങ്കിലും വീട്ടിൽ കയറുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പം ദീനിൻ്റെ മാർഗത്തിലാണ് അവർ ഈ പ്രായത്തിൽ. അവരെ എത്ര അഭിനന്ദിച്ചാലും നമ്മൾ വയസ്സായവർക്ക് ഇങ്ങനെ വേദന വെക്കുക എന്നുള്ളത് അവർ ഏതായാലും അസർവാങ്ക് കൊടുത്തു, ഇനി മാരിവാങ്ക് വിശാങ്കൊക്കെ അടുത്ത് നിൽക്കുക. ഇവർക്ക് അങ്ങനെ ലുഹായുടെ സമയത്താണ് ഇനിയും സമയം കിടക്കുക എന്നുള്ളൊരു ധാരണ ശരിക്കും ഇസ്ലാമികമായിട്ടില്ലെങ്കിലും ഭൗതികമായി ചിന്തിക്കുമ്പോൾ ഉണ്ട് അവരുടെ മുമ്പിൽ. അപ്പോൾ എന്നിട്ട് അവർ SKSF ആണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കില്ലേ. അള്ളാഹു അവരുടെ കുടുംബത്തിന് വലിയ ബർക്കത്ത് നൽകുമാറാകട്ടെ. അവരുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്ത് നൽകട്ടെ. ആ മക്കൾ പഠിക്കുന്നവരാണെങ്കിൽ പഠനത്തിൽ അള്ളാഹു പുരോഗതി നൽകട്ടെ. ജോലിയുള്ളവരാണെങ്കിൽ നല്ല ജോലി ഉന്നതമായ നിലയിൽ അള്ളാഹു എത്തിച്ചു കൊടുക്കും. നിങ്ങളെല്ലാവരും ദ്വാരക്കണം. ഇങ്ങനെ ഓരോ നാട്ടിൽ കുറേ ആൾക്കാർ വഴികേടിൽ പോകുമ്പോൾ എപ്പോഴും ഏത് നാട്ടിലാണെങ്കിലും കുറച്ചൊരു സംഘം ഉണ്ടാവും അല്ലേ? അത് ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത. കുറച്ച് ചെറുപ്പക്കാർ എല്ലാവരും ഫ്രീക്കന്മാരായി നടക്കുമ്പോഴും കുറച്ച് ആൾക്കാർ ഒരു പഴഞ്ചന്മാരായിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു പൊട്ടന്മാരാണെന്നുള്ള അർത്ഥത്തിലൊന്നല്ല ഞാൻ പറഞ്ഞു. MBAക്കും BBAക്കും ഹയർ എഡ്യൂക്കേഷൻസിനൊക്കെ പഠിക്കുന്ന ധാരാളം മക്കൾ റസൂൽ മുഹമ്മദ് എന്ന് കേട്ടാൽ കരയുന്ന ഒരു നവജാഗരണത്തിൻ്റെ വസന്തത്തിൻ്റെ ഇടിമുഴക്കം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. SKSFന്റെ കീഴിൽ ഞങ്ങൾ സൈത്തൂന എന്ന് പറഞ്ഞ പെൺകുട്ടികൾക്ക് മാത്രമായി ഒരു ക്യാമ്പ് നടത്തി. നിങ്ങൾ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടാവും. കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ 2 പെൺകുട്ടികളുണ്ടായിരുന്നു കുസാറ്റിൽ. ഇവള് ഏതെങ്കിലും ആൺകുട്ടിയോ പെൺകുട്ടിയോ അവരോട് പഠിക്കുന്നവരുണ്ടോ? കുസാറ്റിൽ പഠിക്കണേ ആരാ? എന്താ പേര്? ഇപ്പൊ പഠിക്കണ്ടോ? കഴിഞ്ഞു. ഇപ്പൊ പഠിക്കണ ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ആരുമില്ല. എന്നാ ഞാൻ പറഞ്ഞത് അവർക്ക് മനസ്സിലാവും. ഞാനൊരു ഇൽമിന്റെ വേദിയിൽ നിന്നിട്ട് തന്നെ കത്തിയടിക്കല്ല ഉള്ളത് പറഞ്ഞു. ആ പെൺകുട്ടികളിപ്പോൾ പർദ്ദയൊക്കെ ഇട്ട് 2 കണ്ണ് മാത്രമേ കാണൂ. അതാണ് സംഭവം എന്നല്ല ഞാൻ പറഞ്ഞത്. അത് വയൽ പറഞ്ഞ് മാറ്റിയതുമല്ല. 2 കണ്ണ് മാത്രമേ അവർ കാണുള്ളൂ. കുസാറ്റിന്ന് അവനോട് ചോദിച്ചറിയാം കുസാറ്റിൻ്റെ ഒക്കെ അവസ്ഥ എന്താ അല്ലേ? അടിപൊളിയല്ലേ? വെറും സെലിബ്രേഷൻ അല്ലേ? ലൈഫ് ഈസ് സെലിബ്രേഷൻ എന്ന് പറയുന്ന ടീമാണ്. അപ്പോൾ അവർ മുമ്പ് അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ 320ഓളം കുട്ടികൾ കോട്ടക്കൽ നടന്ന ക്യാമ്പിൽ പങ്കെടുത്തു. അതിൻ്റെ 2ാം ഘട്ടം ഒരു ക്യാമ്പ് തൃശ്ശൂർ വെച്ച് നടത്തിയെങ്കിൽ അത് വലിയ വിജയിച്ചില്ല. അപ്പോഴവർ 2-3-4 വിഷയം അവർക്ക് കൊടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഖുർആനും ശാസ്ത്രവും സെൽഫ് കോൺഫിഡൻസ്, സ്കിൽ ഡെവലപ്മെൻറ്റ്, ഗോൾ സെറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു. അതിലൊരു വിഷയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമായിരുന്നു. ക്ലാസ് കഴിഞ്ഞിട്ട് അതിൽ റഹ്മത്തുള്ള ഖാസ്മി ക്ലാസ് എടുത്തു, നമ്മുടെ സുബൈർ ഖുദവി ക്ലാസ് എടുത്തു, പിന്നെ 1-2 ക്ലാസ് എടുത്തു. ഈ പറയുന്ന ആൾ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. മോമിനികൾ അവരൊക്കെ 320 കുട്ടികളിൽ 300 കുട്ടികളെങ്കിലും ഉണ്ടാവും. അവർ മുഴുവൻ ഫീഡ്ബാക്ക് നൽകിയത്, അതായത് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം പിന്നീട് രേഖപ്പെടുത്തിയത്, അവരെ ഇൻസ്പിരേഷൻ ആയത് മുഹമ്മദ് നബിയോടുള്ള പ്രണയം പറഞ്ഞതാണ്. നമ്മൾ ചിന്തിക്കുന്ന മാതിരിയല്ല തലമുറ ചിന്തിക്കുന്നത്. നമ്മൾ ചിന്തിച്ച് അവരോട് ഭൗതികതയൊക്കെ പറഞ്ഞാലാണ് അവർ ഭയങ്കര സെറ്റപ്പ് ആവുള്ളൂ, ഇസ്ലാം ഭയങ്കര സംഭവം എന്ന് മനസ്സിലാക്കുള്ളൂ. അങ്ങനെയല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന അവർ വല്ലാതെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞത് മാത്രമല്ല, ആ കുട്ടികളോട് ചോദിച്ചു നിങ്ങൾ എന്താണ് 2ാമത്തെ ക്യാമ്പിൽ അവർ ലീഡ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അവരോട് ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ ഇത് ഇടാൻ എന്താ കാരണം? അവർ പറയണം അള്ളാൻ്റെ റസൂലിനെ സ്വപ്നം കണ്ടു. കുസാറ്റിൽ പഠിക്കുന്ന കുട്ടികളെ നമ്മൾ കണ്ടോ? നമുക്ക് കാണാൻ പറ്റിയോ? നമുക്ക് കാണാൻ പറ്റിയോ റസൂലുള്ളാഹിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം? ആൾക്കാർ മാറുന്നുണ്ട്. എല്ലാ വേദനയും ചെറുപ്പക്കാരും ദീനുൽ ഇസ്ലാം എന്ന് പുറത്താക്കില്ല, അങ്ങനെയല്ല, ഒക്കെ ദീനിലേക്ക് വരുന്നുണ്ട്. അന്വേഷണത്തിൻ്റെ ആത്മയാനം നിങ്ങൾ അത്തിപ്പറ്റയിലേക്ക് തുഴയൂ. അള്ളാഹു നമുക്ക് സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഞാൻ ഏകദേശം അവസാനിപ്പിക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞു വന്നത് ഒരു പകുതി ദൂരത്ത് എത്തിയിട്ടുള്ളൂ. ഈമാന്റെ മധുരം കിട്ടണമെങ്കിൽ അള്ളാഹിനെ സ്നേഹിക്കണം, റസൂലുള്ളാഹിനെ സ്നേഹിക്കണം എന്നാ പറഞ്ഞു വന്നത്. സ്നേഹിക്കുമ്പോൾ നമുക്ക് മറ്റെല്ലാ കാഴ്ചകളിൽ നിന്നും അലങ്കാരങ്ങളിൽ നിന്നും മാറാൻ പറ്റും. ഞാൻ സ്നേഹിച്ചിട്ടില്ല, നിങ്ങളും പലരും സ്നേഹിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ട് നമുക്ക് മാറാൻ പറ്റാത്തത്. നമുക്ക് അള്ളാഹു തരട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ 5 വക്ത് കൃത്യമായി നിസ്കരിക്കുക. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മലമറിക്കൊന്നും വേണ്ട. സക്കാത്ത് എല്ലാവരും ഒന്നും കൊടുക്കണ്ട, ഉള്ളവർ കൊടുത്താൽ മതി. ഹജ്ജിന് എല്ലാവരും ഒന്നും പോകണ്ട, പൈസ ഉള്ളവൻ പോയാൽ മതി. നോമ്പ് എല്ലാവരും ഒന്നും നോക്കണ്ട, രോഗമില്ലാത്തവർ നോറ്റാൽ മതി. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകാൻ പാടില്ല. 5 വക്ത് കൃത്യമായി നിസ്കരിക്കുക. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ഇല്ല. കഴിയുന്ന സുന്നത്തുകളൊക്കെ നിസ്കരിക്കുക. അങ്ങനെ നിർബന്ധിച്ച് നിസ്കരിക്കൊന്നും വേണ്ട, കഴിയണമൊക്കെ എടുക്കും. പക്ഷെ മസ്റ്റായിട്ട് ഒരാളുടെ ഗീബത്തും നമീമത്തും പറഞ്ഞു പോകരുത്, സത്യമായിട്ടും പറഞ്ഞു പോകരുത്.
ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ ഒരു അമ്മയും വരുമ്പോഴും ഇങ്ങനെ തല്ലൂടും, ഒരു ഭാര്യയും ഭർത്താവും തല്ലൂടും, ഒരു ജ്യേഷ്ഠനും അഞ്ചനും തമ്മിൽ തെറ്റും. ഇവിടെ ഇപ്പം അതല്ലേ നടക്കുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് ഇന്ന് പോയിട്ട് അമ്മായി മരുമകൾ ഇവിടെ ഉണ്ടോയെന്നൊക്കെ അറിയില്ല, പൊരുത്തപ്പെടാൻ വേണ്ടി പറയാം. എപ്പോഴും അടിച്ചു പോകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. മരുമകൾ പറയാം, ആദ്യം പ്രായം കുറഞ്ഞ ആളല്ലേ ഉമ്മ, നിങ്ങളുടെ അത്ര ജീവിതാനുഭവമൊന്നും എനിക്കില്ല, പഠിപ്പുണ്ടാവും, അതുകൊണ്ട് പൊരുത്തപ്പെട്ടാൾ എൻ്റെ അടുത്ത് വല്ലതും തെറ്റുപോയിട്ട്. നല്ല അമ്മയാണെങ്കിൽ അപ്പം കരഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് നെറ്റത്ത് ഉമ്മ തരും. അപ്പോഴൊരു പണ്ടാറക്കാലത്ത് ഉമ്മയായിട്ട് പറഞ്ഞു പറയാം, അങ്ങനത്തെ തള്ളാരൊക്കെ വെടിവെച്ചു എല്ലാവരും ആകൂല കേട്ടോ. അല്ല, ഒരാൾ വന്ന് പൊരുത്തപ്പെടാൻ പറഞ്ഞാൽ എന്താ നിങ്ങൾ ചിരിക്കണത്? അല്ല, ഒരു പെണ്ണ് സത്യസന്ധമായി കരഞ്ഞിട്ട് പൊരുത്തപ്പെടൂന്ന് പറഞ്ഞാൽ പിന്നെ ഒന്ന് പൊരുത്തപ്പെട്ടു കൊടുത്തു. അതുപോലെ ഉമ്മാനെ കുറിച്ച് നീയും മനസ്സിലാക്കണം മോളെ. നിന്റെ ഭർത്താവ് ഉണ്ടല്ലോ, ആകാശത്ത് നിന്ന് നൂലുമ്പോൾ ഒന്ന് ഇറങ്ങിയോന്നല്ല കേട്ടോ. ആകാശത്ത് നൂലുമ്പോൾ ഇങ്ങനെ ഇറങ്ങിയോന്നൊന്നുമല്ല. ഈ ഉമ്മ 9 മാസക്കാലം കോറിയോൺ പ്ലസന്റ് എന്ന് പറയുന്ന 3 അറക്കളിൽ 3 ഇരുളുകൾക്കുള്ളിൽ കൊണ്ടു നടന്നിട്ടുണ്ട്. മാണിക്കക്കല്ല് നിങ്ങൾക്ക് അറിയാലോ അതിന്റെ വേദന എന്താ. 9 മാസമാകുമ്പോൾ ഞാനും ഇവരൊക്കെ ഉണ്ടല്ലോ, നിങ്ങളും ഉമ്മാനങ്ങനെ കുത്തി അടിവയറ്റിലേക്ക് ഉള്ളിൽ കിടന്നിട്ട് ചിലപ്പോൾ തലോണ്ട്, ചിലപ്പോൾ കാലുമുട്ടുണ്ട്. അപ്പൊ ഉമ്മ രാത്രി എഴുന്നേറ്റിട്ട് എന്താ പറഞ്ഞത്? ഈ കുട്ടി ഒന്ന് മരിച്ചോട്ടെ എന്ന് പറഞ്ഞോ? ഇല്ലട്ടോ. പറഞ്ഞതെന്താ? പഠിച്ചോനെ എന്റെ കുട്ടിനെ കാക്കണേ അല്ലാ. അല്ലേ? വേദന കൊണ്ട് പൊളയുമ്പോൾ ആ വേദന എന്താണെന്നറിയാൻ ഞാനൊരു പരീക്ഷണം പറഞ്ഞുതരാം. പരിപാടി കഴിഞ്ഞു പോകുമ്പോൾ 2 ആളിങ്ങനെ ഒരുമിച്ച് നിൽക്കുക, മുട്ടും കാലുകൊണ്ട് പുക്കളിന്റെ തടൊറ്റ കുത്ത്, അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കോളി. അപ്പൊ നമുക്കറിയാം അതിന്റെ വേദന എന്ത് കടുപ്പാന്ന്. അതാണ് ഗർഭത്തിൽ 9-ാം മാസം ഞാനും ചെറിയ കുട്ടികളൊന്നും കുത്തിയതിട്ടാ മരിച്ചങ്ങോട്ട് പോകും. അങ്ങനെ കുത്തി ഉമ്മ എന്താ പറഞ്ഞത്? എന്റെ കുട്ടിയെ കാക്കല്ല. ഈ സ്നേഹത്തിന്റെ മരത്തിന് പകരം നൽകാൻ എന്തെങ്കിലും ഉണ്ടോ? നിലാവുള്ള രാത്രികളിൽ ഒക്കെ തിരുത്തി പ്ലേറ്റിൽ എണ്ണ പുരട്ടിയ കൊച്ചു കൊച്ചുരുളുകൾ വായിലേക്ക് കൊടുത്തിട്ട് തിന്നാൻ മടിക്കുമ്പോ നിന്റെ ഭർത്താവ് തിന്നാൻ മടിച്ചപ്പോ മോനെ അമ്പിളി മാമനെ കാണിച്ചു തരാടാ എന്ന് പറഞ്ഞ് അതെ കാണിച്ചു കൊടുത്ത് ഉരുള കൊടുത്തില്ലേ ഉമ്മ? ആലോചിച്ചോ, മൂത്രൊഴിച്ച നിന്റെ ഭർത്താവ് ഉമ്മാന്റെ മാറത്താണ് പെണ്ണേ. ഞാൻ സംസ്കാരമുണ്ടായിട്ട് സാഹിത്യമൊന്നും പറയണില്ല, പച്ച മലയാളത്തിൽ പറഞ്ഞ മോരുകറി പോലെ നിന്റെ ഭർത്താവ് ഉണ്ടല്ലോ, അന്ന് കാഷ്ടിച്ചത് നിന്റെ ഈ ഉമ്മാന്റെ മാറത്താ. അന്ന് ഭയങ്കര 6 പാക്കാ നിന്റെ ഭർത്താവ്, അന്ന് ഭയങ്കര സെറ്റപ്പാ. അന്ന് അങ്ങനെയൊന്നുമില്ല, അന്ന് ബലമൊന്നുമില്ല. അപ്പൊ എന്താ അമ്മ ചെയ്തത്? ഓ ഈ പണ്ടാറ കുട്ടി എന്ന് പറഞ്ഞോ? ഇപ്പഴത്തന്മാരങ്ങനെ പറയട്ടോ, കുറ്റം പറയല്ല. കുട്ടി മൂത്രമൊഴിച്ച അങ്ങനെ പിടിക്കും 2 കൈമില്. അയ്യേ മൂത്രമൊഴിച്ചല്ലേ, പൈപ്പ് ഇങ്ങോട്ട് തുറക്കും, ഇങ്ങനെ പിടിക്കും. ഈ എറളാടി കോഴിനെ പിടിച്ച മാതിരി. പണ്ടത്തും അങ്ങനെയല്ല, കാഷ്ടിച്ചാലും മൂത്രച്ചാലും അവിടെ ഇങ്ങനെ തട്ട കൊടുത്തൊരു ഉമ്മ കണ്ട് കൊടുക്കും. ആ മണുള്ള സ്ഥലത്ത് അന്നത്തെ ഉമ്മാരോടുള്ള സ്നേഹം ഇന്നത്തെ കുട്ടികൾക്ക് ഉമ്മാരോടില്ല. അത് വേറെ ഫാമിലി വിഷയമായി പറയണ്ട, നമ്മള് അതൊരു സൈക്കോളജി ക്ലാസ് വേറെ ഉണ്ട്. ഈ ബർമുഡ അല്ല എന്താ ഇനി പറയാ, ഒരു കുട്ടികൾക്കൊരു ഷെഡ് ഇട്ട് കൊടുക്കില്ല, എന്താ പറയാ? ഇപ്പൊ അടുത്തൊരു 10 കൊല്ലത്തിനുണ്ടായ സാധനമല്ല, എന്താ പറയാ? സ്നഗ്ഗി അതല്ല, വേറൊരു സാധനം ഉണ്ടല്ലോ, എന്തോ മോട്ടോർ സെറ്റോ, പാമ്പേഴ്സ്. എന്റെ മുമ്പിനകത്തുകൾ ഇട്ട് കൊടുക്കരുത് ഇട്ടാ. ഇപ്പൊ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും മക്കൾക്ക്, നാളെ മുതൽ ഇടരുത് ഇട്ടാ. ഒരു ലോങ് ടൈമായി ഇടരുത്. 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ഇട്ടോളൂ. രാവിലെ കല്യാണത്തിന് കളമശ്ശേരിക്ക് കല്യാണത്തിന് പോയി 5 മണിക്കാണ് തിരിച്ചു വരുന്നത്. എത്ര മണിക്കൂറാണ്? 8 മണിക്കൂർ. ഈ കുട്ടി മൂത്രമൊഴിക്കും കാഷ്ടിക്കും ഒക്കെ അവിടെ തന്നെ. മോഡേൺ മെഡിക്കൽ സയൻസിന്റെ പുതിയ ജേണലിൽ വാർത്ത വന്നു, ആ കുട്ടികൾക്ക് ജനിതക രോഗം ഉണ്ടാവും, ലൈംഗിക രോഗം ഉണ്ടാവും, ലൈംഗിക ശേഷിക്കുറവുണ്ടാവും. കാരണം നനവുള്ള സ്ഥലത്ത് ബാക്ടീരിയകൾ പെട്ടെന്ന് ആഗിരണം ചെയ്യും. എവിടേക്ക് കയറി പോവാ? മൂത്രാവയവങ്ങളിലേക്കും ലൈംഗിക അവയവങ്ങളിലേക്കുക. പക്ഷെ അത് പെട്ടെന്ന് ഇഫക്റ്റ് ചെയ്യില്ല. 10-20 കൊല്ലം കഴിഞ്ഞിട്ട് കുറെ കാലം കഴിഞ്ഞിട്ടേ മനസ്സിലാവുള്ളൂ. പെട്ടെന്ന് കുട്ടി തളരുമൊന്നുമില്ല. ഇത് 8 മണിക്കൂർ ഈ മൂത്രവും കാഷ്ടമൊക്കെ കുട്ടിയുടെ ആ ഭാഗത്ത് നിന്ന് കിടക്കുമ്പോൾ ആലോചിച്ചൊക്കെ ക്രൂരതല്ലേ നമ്മൾ ചെയ്യുന്നത് കുട്ടികളോട്. 10 കൊല്ലം മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇതാരാ കണ്ടുപിടിച്ചത്? യൂറോപ്യൻ. ഏത് ജേണലില വന്ന്? യൂറോപ്യൻ ജേണലില്. അവരെന്നെ പ്രൊഡക്ഷൻ ചെയ്യുക, അവരെന്നെ പ്രതിവിധിയും പറയും.
മനസ്സിലായോ? എല്ലാ മരുന്നിന്റെ അവസ്ഥ തന്നെ. ഇപ്പോഴത്തെ മക്കൾ നാണക്കെടാണെന്ന് കുട്ടി മൂത്രമൊഴിച്ച നാണക്കെട. അപ്പൊ ഇതാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, ഒത്തിരി സ്പ്രേ ഒക്കെ അടിച്ചാൽ ഒരു കുഴപ്പമില്ലല്ലോ, കുട്ടി അവിടെ കിടന്നു. പണ്ടത്തെ അങ്ങനെയല്ല, അപ്പ കൊണ്ടുപോയി കഴുകും. അപ്പൊ പണ്ടത്തെ ഉമ്മാനോട് അപ്പൊ ഉമ്മാനെ കുറിച്ച് പറഞ്ഞപ്പോൾ ചിലവർക്ക് കരച്ചിൽ വന്നു. ഇനി ഒരു 25 കൊല്ലം കഴിഞ്ഞ് ഇവിടെ വയലു പറയാം. 21 വയസ്സുള്ള കുട്ടി ഉണ്ടല്ലോ, അന്ന് ഈ വയലു കേട്ട് കരയില്ല. എന്താ കാരണം? എവിടെ അമ്മ അൾശേഷനായുടെ മൈരിയാവും വർത്താനം. കാരണം അത്ര ഊഷ്മളമായ ബന്ധമില്ല. പോട്ടെ അത് പോട്ടെ പോട്ടെ, പിന്നെ നമുക്ക് പറയാം. ഞാൻ പറഞ്ഞു വന്ന എന്താ, അതുകൊണ്ട് പൊന്നു മരുമകളെ, എനിക്ക് നിങ്ങളൊന്നും അറിയില്ല, ഞാൻ പറയാം, ആത്മാർത്ഥമായിട്ട് പറയാം. നിങ്ങൾ കെട്ടിപ്പിടിച്ച് ഉമ്മാനെ പൊരുത്തപ്പിടി കുറേ സഹിച്ചിട്ടുണ്ട് ഈ ഉമ്മയും ഉപ്പയൊക്കെ കേട്ടാ, വല്ലാതെ ബുദ്ധിമുട്ടിട്ടുണ്ടല്ലോ. നിങ്ങളുടെ അടുത്തല്ലേ കാലടി, ശ്രീശങ്കരന്റെ കാലടി. നടന്നുപോയി ആത്മീയത തേടിയ ശ്രീശങ്കരൻ, അദ്വൈതവാദത്തിന്റെ ആൾ. അയാള് അമ്മ മരിച്ചപ്പോൾ വന്നില്ലേ, ഒരാൾ പ്രസംഗിച്ചത് അമ്മ മരിക്കാൻ കിടക്കുമ്പോൾ, അങ്ങനെയല്ല, ശരിക്കും മരിച്ചിട്ടാണ് വന്നത്. അതാണ് ശരിക്കും പറയുന്നത്. നമ്മുടെ പ്രഗത്ഭനായ ഒരു പ്രഭാഷകൻ പറഞ്ഞു മരിക്കാൻ കിടക്കുമ്പോൾ വന്നു, അങ്ങനെയല്ല, മരിച്ചിട്ടാ വന്നു. ശ്രീശങ്കരൻ വന്നു ആര്യാമ്പയുടെ അടുത്തേക്ക്. ആര്യാമ്പ ലോക്കൽ സ്ത്രീയാണ്, സാധാരണ സ്ത്രീയാണ്. അമ്മയുടെ അടുത്ത് വന്നു, അമ്മ മരിച്ചെടുക്കുക. അപ്പൊ കുറച്ച് മലരെടുത്ത് വായിൽ കിട്ടും, നെല്ലും മലരെടുത്തിട്ട് പറഞ്ഞു, അമ്മേ നൈരുജ്യം ധനുശോഷണം. വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലേ എന്നെ ഗർഭത്തിൽ ചുമന്നപ്പോ, അല്ലേ? നമുക്ക് മനസ്സിലാവില്ല. അവരോട് ചോദിച്ചു നോക്കി. പുളിങ്ങ തിന്നാൻ തോന്നും, തിന്നാ അപ്പ ഛർദ്ദിക്കും. ആട്ടറച്ചി വേണമെന്നൊക്കെ പറയും, വെക്കലൊടുങ്ങി അപ്പ ഛർദ്ദിക്കും. ഒന്നും തിന്നാൻ തോന്നില്ല, എല്ലാം തിന്നാൻ തോന്നും, ഒന്നും തിന്നാൻ പറ്റില്ല. നൈരുജ്യം, ഒന്നിനും ടേസ്റ്റ് തോന്നിയില്ല അമ്മേ. ധനുശോഷണം, അമ്മേ എന്നെ ഗർഭം ചുമന്നപ്പോ തടിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ശോഷിച്ചു പോയില്ലേ? ക്ഷീണമല്ലേ? ഗർഭിണികൾക്ക് എപ്പോഴും ക്ഷീണമായിരിക്കും. കാരണം എന്താ? എന്ത് കഴിച്ചാലും പൊക്കിൽ കൊടിയിലൂടെ വലിച്ചെടുക്കുകയാണ് ഞാനും നിങ്ങളും. ഇവിടെ കിടന്നിട്ടേ നൈരുജ്യം ധനുശോഷണം മലമയീ ശയ്യാവ സംവത്സരി. എന്റെ മലത്തിലും മൂത്രത്തിലും കുറെ കാലം കിടന്നില്ലേ അമ്മേ? ഇന്ന് ശ്രീശങ്കരൻ വലുതായി, ഇന്ന് ശ്രീശങ്കരന് ലോകമറിയും. പക്ഷെ അമ്മേ, എനിക്ക് വേണ്ടി സഹിച്ച ത്യാഗത്തിന് പകരമായി അമ്മേ ഞാൻ എന്ത് നൽകാനാ? അമ്മയ്ക്ക് പകരം നൽകാൻ ഈ പ്രപഞ്ചത്തിൽ എന്താണുള്ളത്? അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് പകരം നൽകുന്നത് നമസ്തേ 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 നമസ്തേ. ദൈവമായി കാണണം അമ്മയെ. അവരൊരു കോൺസെപ്റ്റ് അങ്ങനെയാണ്, ദൈവമായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയല്ലേ? മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ? അത്ര സ്ഥാനത്ത് നിർത്തേണ്ട ആളാണ് അമ്മ. അമ്മ അല്ലെങ്കിൽ ഉമ്മ. അതുകൊണ്ട് ഉമ്മ, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പിടിച്ചോളി. അതല്ല മകൻ നിങ്ങളുടെ ഭർത്താവിനെ കിട്ടാൻ വേണ്ടി ഉമ്മാനെ വയസ്സു അപ്പളം നരകത്തിൽ പോകണമെങ്കിൽ നിങ്ങൾ ഉമ്മാനെ ഒന്നുകൂടി പൊട്ടിച്ചോളി ഇന്ന് രാത്രി പോയിട്ട്. അല്ല, ചിലവർക്കുണ്ടാവും ഇവിടെ തന്നെ വണ്ടാറടങ്ങി ഇനി സ്വർഗത്തിലും മൂപ്പരും ഒപ്പം വേണ്ടാന്ന്. നിങ്ങൾ വിഷമിക്കേണ്ട. ആള് നല്ല സൗന്ദര്യമൊക്കെ ഉണ്ടാവും സ്വർഗത്തിൽ. 22 വയസ്സാവും, ഇതേമായിരുന്നാവില്ല. മാഷാ അല്ലാഹ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി 2ാം പാർട്ട് പിന്നീട് എപ്പോഴെങ്കിലും പറയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് സംസാരിക്കാം. ഒരു പ്രസംഗത്തിൽ 45 മിനിറ്റ് വരെ സംസാരിക്കാൻ പാടുള്ളൂ. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, അള്ളാഹുവിനെ സ്നേഹിക്കുക. പേടിക്കണ്ടെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, സ്നേഹിക്കുക. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, എങ്ങനെ സ്നേഹിക്കുക? ഞങ്ങൾ കുറേ നേരമായാലോ സ്നേഹിക്കുക. എങ്ങനെ പെൺകുട്ടിയെ സ്നേഹിക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. നന്നായൊരു വികാരമായി അള്ളാനെ കാണാം. അള്ളാനെ കാണുമ്പോൾ എന്തായിരിക്കും? സ്നേഹിക്കാൻ തുടങ്ങി എന്തായിരിക്കും? നമ്മുടെ നാവുകൊണ്ട് പിന്നെ ഒരാൾ ഈബത്ത് പറയില്ല, നമീമത്ത് പറയില്ല, പിന്നെ TV ആണെന്ന് തോന്നൂല. കാരണം സ്നേഹിക്കുന്ന ആൾ എപ്പോഴും ഹൃദയത്തിലുണ്ട്. ഹൃദയത്തിൽ ഒരാളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ പുലിപുരുകം കാണില്ല. പേടിച്ചാലോ? പേടിച്ച സിനിമ കാണും. എന്താ കാരണം? ഖബറൊക്കെ മരിച്ചു പോയിട്ടല്ലേ. അതല്ലേ ഇപ്പോൾ നോമ്പ് നമ്മൾ 30 ദിവസം നോക്കും, എന്നിട്ട് പെരുന്നാളിന് പോയിട്ട് ഒരു ഒറ്റ മാറ്റിനുണ്ട് പൊട്ടിക്കും. 30 ദിവസം പോയില്ലേ? ഇതൊരു ആണ്ടൃതിയാണ് നമുക്ക്. അതുകൊണ്ട് 3 ആളുകൾക്ക് ഈമാന്റെ മധുരം കിട്ടുമെന്ന് പറഞ്ഞു. അതിൽ ഒന്നേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, ഒന്നിന്റെ തന്നെ പകുതിയെ പറഞ്ഞിട്ടുള്ളൂ. ഇനി റസൂലിഹി എന്നുള്ള അവിടെ നിലനിൽക്കുകയാണ്. മുഅ്മിനീങ്ങളെ, അള്ളാഹിന്റെ റസൂലിനെയും നമ്മൾ പ്രണയിക്കണം, നന്നായി സ്നേഹിക്കണം. എന്ന് എല്ലാ റബീഉൽ അവ്വലിലും പ്രസംഗിക്കണമായിരില്ല ഞാൻ പറയുന്നത്.
റസൂൽ ആരാന്നറിഞ്ഞു പ്രണയിക്കണം. അന്നൂറാനിയത്തുൽ മുഹമ്മദിയ. നൂരി ശത്വരീക്കത്തുകാരൻ്റെ നൂറല്ല, സമസ്തയുടെ നൂറാണ്. ഞാൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ നൂറാണ് തിരിച്ചറിഞ്ഞ് സ്നേഹിക്കണം. ഒരാളെ നമുക്ക് പ്രണയം തോന്നണമെങ്കിൽ അയാളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ അറിയണം. ഇപ്പം നിങ്ങൾക്ക് എന്നോട് വല്ല സ്നേഹം തോന്നുന്നുണ്ടോ? ഒരു സ്നേഹമില്ല. ഏതോ പരിചയമുള്ളവർക്ക് ചിലപ്പോൾ ഒരു സംഘാടകൻ, ഒരു സംഘടനയുടെ ഒരു സേവക എന്ന നിലയ്ക്ക് സ്നേഹം തോന്നുന്നുണ്ടാവും. പരിചയമില്ലാത്തവർക്കൊരു സ്നേഹം തോന്നില്ല. അതിന് എൻ്റെ പ്രൊഫൈൽ അറിയണം. ഒരാളെ അറിയുമ്പോൾ നമുക്ക് സ്നേഹിക്കാൻ പറ്റും. നമ്മൾ റസൂലുള്ളാഹിനെ കുറിച്ച് അതിന് പരിചയപ്പെടുത്തുന്നത് എങ്ങനെ? സാകാല റബീഉൽ അവ്വലിനും പ്രസംഗം എന്താ? മതപ്രസംഗം മൈക്കിളച്ച് ഹാർട്ട് പറഞ്ഞിട്ടുണ്ട്. അവന്റെ വാപ്പ പറഞ്ഞ നമുക്ക് എന്താ ഉമ്മനികൾ എന്താ പറഞ്ഞത്? ഹിസ്റ്ററി ഓഫ് അറബ്. അയാൾ മുസ്ലിമായില്ല. എന്നിട്ട് വിത്തൗട്ട് പാലസ്, വിത്തൗട്ട് ബോഡി ഗാർഡ്, വിത്തൗട്ട് സ്റ്റാൻഡിംഗ് ആർമി, വിത്തൗട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ്, ഇറ്റ്സ് മുഹമ്മദ്, പ്രൊഫറ്റ് മുഹമ്മദ് ഈസ് ദ ഓൺലി വണ്ടർഫുൾ മാൻ ഇൻ വേൾഡ് ഹിസ്റ്ററി. ഇതൊക്കെ പറഞ്ഞ കാക്ക മുസ്ലിമായിട്ടില്ലേ? പിന്നെ അയാൾ പറഞ്ഞു നമ്മൾ എന്തിനാ അയാൾ പറയുന്നു? അതൊരു പൊതുവേദിയിൽ ചിലപ്പോൾ പറയാം. നമ്മുടെ സമുദായത്തോട് നമ്മൾ എന്തിനാ അയാൾ പറഞ്ഞു പറയുന്നു? പിന്നെ ചില ആൾക്കാർ പറയുന്നു ശ്രീനാരായണൻ ഒരു പറഞ്ഞിട്ടുണ്ട് പുരുഷാകൃതി കൊണ്ട് ദൈവമോ നര ദിവ്യാകൃതി കൊണ്ട് ധർമ്മമോ. ഈ പറഞ്ഞ ശ്രീനാരായണൻ ഒരു മുസ്ലിമായോ? ഇങ്ങനെയൊക്കെ നബി വലിയ സംഭവം എന്ന് പറഞ്ഞിട്ട് ഇല്ല. ഇതന്നെയാണ് എല്ലാവരുടെയും അവസ്ഥ. കുറെ ആൾക്കാരെ ഉദ്ധരിക്കാണ്ട്, ഞാൻ ഉദ്ധരിക്കലുണ്ട്, ഇപ്പൊ സമയമില്ലാത്തോണ്ടാ. പിന്നെ ആര് പറഞ്ഞണം? ഞാൻ അള്ളാഹുവിന്റെ നൂറാണ് മുഹമ്മദ് മുസ്തഫ. ഇവര് പറഞ്ഞൊക്കെ അബൂജഹൽ വിശ്വസിച്ചിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സത്യസന്ധനാണെന്നാണ് അബൂജഹൽ വിശ്വസിച്ചത്. അല്ലേ? അല്ലേ? നിങ്ങൾ പറയല്ലേ? പറയല്ലേ? എന്തെങ്കിലും ഉണ്ടാത്ത നബി കള്ളനാന്ന് അബൂജഹൽ വിശ്വസിച്ചിട്ടുണ്ടോ? ഇല്ല. നബി എന്തെങ്കിലും തെറ്റ് ചെയ്യുന്ന അബൂജഹൽ വിശ്വസിച്ചിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നബി റസൂലാണ് എന്നാണ് അബൂജഹൽ അംഗീകരിക്കാതിരുന്നിട്ടുള്ളൂ. അതന്നെ ആൾക്ക് അറിയൊക്കെയെങ്കിലും പരസ്യം പറയാതിരുന്നിട്ടേ ഉള്ളൂ. ഇപ്പൊ ഈ ശ്രീനാരായണനെ കുറിച്ച് ഒക്കെ പറഞ്ഞത് റസൂൽ ഭയങ്കര സംഭവം തന്നെ. പക്ഷെ റസൂൽ അള്ളാന്റെ ദൂതനാന്നാണ് അയാൾ പറയാതിരുന്നത്. എന്നിട്ട് അത് ഇങ്ങനെ അലക്കുക നമ്മളിട്ടിട്ട്. പിന്നെ എങ്ങനെ സ്നേഹം വരിക? ഗാന്ധിജറമായിരിക്കും നമ്മൾ നബിദിനെ അവതരിപ്പിക്കും. മുസ്തഫായ നബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ കരയണം. അതാണ് പ്രണയം. അങ്ങനെയാണ് സഹാബത്ത് ഉണ്ടായിട്ടുള്ളത്. അപ്പോഴാണ് ഈമാന്റെ മധുരം കിട്ടുക. അപ്പോഴാണ് റോഹിംഗ്യ മുസ്ലിങ്ങളുടെ പോലെ ഈമാൻ ഉണ്ടാവുക. നമ്മൾ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. അതാണ് ഒന്നാമത്തെ കുഴപ്പം. ബാബരി മസ്ജിദൊക്കെ പൊളിഞ്ഞാൽ നമ്മൾ മുദ്രാവാക്യം വിളിക്കും. ബദറിൽ കേട്ടൊരു മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്. റോട്ടിൽ കൂടെ ആയിരക്കണക്കിന് ആൾക്കാർ. അന്ന് സുബീക്ക് ഉണ്ടാവൂലട്ടാ. അന്ന് സുബീക്ക് സഫിൽ ബല്ല. അതാണ് ഈമാൻ. അങ്ങനെ കുറെ ഈമാനിസ്റ്റുകൾ ഇപ്പുണ്ട്. ആരും നിസ്കരിക്കുക, റസൂലുള്ളാഹിനെ സ്നേഹിക്കുക, റസൂലിന്റെ മധു കേട്ട അബസ്മാരെ ഇളകുന്ന ആൾക്കാരാണ് ഈമാന്റെ ആൾക്കാരാ പറഞ്ഞു നടക്കുന്നത്. ഒരു മൗലൂദ് സദസ്സിലിരിക്കില്ല, അത് കണ്ട അബസ്മാരെ ഇളകുവാൻ. എന്നിട്ട് അവൻ ഈമാന്റെ ആളാത്ത. ഈമാൻ എന്ന് പറഞ്ഞ ആളെ കൊല്ലൽ മാത്രമാണ് അവർ കരുതിയത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹിനെ പ്രണയിച്ചേ പറ്റൂ. അപ്പൊ നിങ്ങൾ ചോദിക്കും അനുസരിച്ചാ പോരേന്ന്. അനുസരണ സ്നേഹമല്ല. അനുസരണ പാർട്ട് ഓഫ് ലവ്. സ്നേഹത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് അനുസരണ. പ്രണയം എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ തെളിയിച്ചുതരാം. തെളിയിക്കണം 2 മിനിറ്റ് മതി. തെളിയിക്കണം എന്ന് പറയുമ്പോ നിങ്ങള് തെളിയിക്കണം. അന്നാ ഈ മൊബൈൽ ഫോൺ ഞാൻ നിങ്ങൾക്ക് തരാം. സിം എനിക്ക് വേണട്ടോ, അല്ലെ നിങ്ങളും കൊടുക്കും ഞാനും കൊടുക്കും. എന്താണ് മധുരം? 2 മിനിറ്റിനുള്ളിൽ ഞാൻ തെളിയിക്കാം. എന്താണ് മധുരം എന്ന് പറഞ്ഞ ആൾക്ക് ഞാൻ ഈ മൊബൈൽ ഫോൺ തരാം. അബ്സല്യൂട്ട്ലി. എന്താണ് മധുരം? കളിക്കുക. ഞാൻ അത് പരസ്യമായി വെല്ലുവിളിച്ചതാണ്. ഇറ്റ്സ് എ ചലഞ്ച്. ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി മുജാഹിദൊന്നും ഇതിലുണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പറഞ്ഞോളൂ, എന്താണ് മധുരം? പറയാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഇല്ലാന്നെങ്കിലും പറയും. എന്റെ മൊബൈലൊന്ന് സേഫ് ആകട്ടെ. പറയാൻ പറ്റുമോ? എന്താണ് മധുരം എന്ന് പറയാൻ പറ്റുമോ? ഞാൻ വെറുതെ പുളുവടിക്കല്ല, അത് തരും. ഞാൻ നഷ്ടപ്പെടുന്നു കരുതിയാലും ശരി, വേറെ മൊബൈൽ എവിടുന്നേലൊക്കെ കിട്ടും, അല്ലെങ്കിൽ വാങ്ങും. ലബന്ധം ചെയ്യും. മധുരം എന്താന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. 1 വട്ടം 2 വട്ടം 3 വട്ടം എന്റെ മൊബൈൽ പോയില്ല. പറയാൻ പറ്റില്ല. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് പറയാൻ തോന്നുന്നുണ്ടാവും പഞ്ചസാര. പഞ്ചസാര മധുരം എന്ന് പറഞ്ഞാൽ പഞ്ചസാരയാണോ? അല്ല. പഞ്ചസാരയിൽ എന്തുണ്ട്? മധുരമുണ്ട് എന്നേ ഉള്ളൂ. ചിലർക്ക് തോന്നുന്നുണ്ടാവും ജിലേബിയാണോ മധുരം? അല്ല. ജിലേബിയിൽ എന്തുണ്ട്? മധുരമുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ മധുരം എന്ന് പറഞ്ഞാൽ എന്താ? അനുഭവിച്ചറിയണം. തൊള്ളേക്കാട് സമയം കഴിഞ്ഞിട്ട് പറഞ്ഞു മൊബൈൽ വായിൽ കണ്ട് പഞ്ചസാര തള്ളി കഴിഞ്ഞിട്ട് പറയാ അങ്ങോട്ട് തിന്നട്.
അവൻ തിന്നുമ്പോൾ പറയാം, ഇപ്പോഴേക്ക് മനസ്സിലായില്ലേ? അതന്നെ സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങനെ കാണാൻ പറ്റിയൊരു സാധനമല്ല. അത് വാക്കുകൾക്ക് അതീതമാ. ഓസ്കാർ അവാർഡോ ജ്ഞാനപീഠം ഒന്നും ലഭിച്ച ഒരാൾക്കത് പറയാൻ പറ്റില്ല. അത് അനുഭവിച്ചറിയണതൊരു വികാരമാണ്. മദീന ഒരു വികാരമായി പടരണം. അതിൻ്റെ പ്രതിഫലനങ്ങളാണ് സലാത്ത് ചെല്ലുന്നതും നബിയെ അനുസരിക്കുന്നതും നബി നിസ്കരിച്ച പോലെ നിസ്കരിക്കണമൊക്കെ അതിൻ്റെ പാർട്ടുകളാണ്. ഇത് പ്രണയമില്ലാതെ ഇങ്ങനെ ഒരാളെ പിൻപറ്റിയിട്ട് എന്താ കാര്യം? എല്ലാവരും എഴുന്നേറ്റ് ഇരുന്നോളൂ. കണ്ട 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 ചില ആൾക്കാർ പെട്ടെന്ന് എഴുന്നേറ്റ്, കുറച്ച് ആൾക്കാർ സ്പ്രിങ്ങുമ്പോൾ ഇരുന്ന്, ചിലർ എഴുന്നേറ്റ് തന്നെ ഇല്ല. ഇപ്പൊ സുഖമായിരിക്കുന്നു വണ്ടാറക്കാലിനെ പറ്റി എഴുന്നേൽപ്പിക്കൽ കണ്ടപ്പോൾ ദേഷ്യപ്പെട്ടാലും ഒരാളെ അനുസരിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല. എന്തേ എന്നോട് സ്നേഹം ഉണ്ടായിട്ടല്ലല്ലോ നിങ്ങൾ എഴുന്നേറ്റുന്നത്. എന്നമാതിരി റസൂൽ നിസ്കരിച്ച മാതിരി നിസ്കരിക്കാൻ റസൂലിനോട് സ്നേഹം വേണമെന്നൊന്നുമില്ല. അങ്ങനെ കുറെ മുനാഫിക്കുകൾ മദീനത്തെ പള്ളിയിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു തിയറി നിങ്ങളെ പറഞ്ഞ് ഇങ്ങനെ വയലുമായി നീട്ടി പറയാത്ത എന്താച്ചാ ഇത് മനസ്സിൽ കയറാൻ വേണ്ടി പറയാം. പ്രണയം കൊണ്ട് നബി അനുസരിക്കണം, അല്ലാത്തൊരമലും കാര്യം ഉണ്ടാവില്ല. ഒരൊറ്റ സംഭവം പറഞ്ഞ് രാത്രിയിൽ നമുക്ക് പിരിയാ. സൗബാൻ റളിയല്ലാഹു അൻഹു പള്ളിയിൽ വന്നു, പുണ്യ നബിയുടെ മുന്നിൽ നിന്ന് കരഞ്ഞു. മുസ്തഫ നബി ചോദിച്ചു, മോനെ എന്തിനാടാ കരയുന്നത്? മാലി അറാക മഹ്സൂന, എന്താ നിന്നെ ദുഃഖിതനായി കാണുന്നത്? അപ്പ പറഞ്ഞ മറുപടി, ഫമാ അസ്ബിർ, ക്ഷമിക്കാൻ കഴിയുന്നില്ല നബിയേ. ഹത്താ ആതി ഫഅൻദുർ ഇലൈക യാ റസൂലല്ലാഹ്, നിങ്ങളുടെ അടുകിലേക്ക് വരാ, വന്നിട്ട് അങ്ങേ ഇങ്ങനെ കാണുന്നത് വരെ ക്ഷമിക്കാൻ പറ്റണില്ല നബിയേ. പള്ളിയിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ പോയാ ടെൻഷനാണ് നബിയേ. ഞങ്ങളുടെ ഈത്തപ്പഴം നനക്കാൻ പോയാ വിഷമമാണ് നബിയേ. എനിക്ക് നിങ്ങളെങ്ങനെ കാണാൻ തോന്നുകയാണ് എന്ന് ആലോചിച്ച് നോക്കി. മദീനത്തുള്ള ഒരാളുടെ സങ്കട. 14 നൂറ്റാണ്ടിന് ശേഷം ജീവിക്കുന്ന എനിക്കോ നിങ്ങൾക്കോ റസൂലിനെ കാണാൻ പറ്റിയില്ല എന്ന് കരുതി വിഷമം തോന്നിയിട്ടുണ്ടോ? എന്റെയോ നിങ്ങളുടെയോ കുട്ടിനെ കാണാതായി 2 മണിക്കൂർ നേരം നിങ്ങൾ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോകില്ലേ? പിന്നെയും കണ്ടില്ലെങ്കിൽ കോടതിയിൽ ഹർജി കൊടുക്കൂലേ? ഹോബിയസ് കോർപ്പസ് ഹർജി കൊടുക്കൂലേ? ടെൻഷൻ അടിക്കൂലേ? കുടുംബക്കാർ ഓടി വരില്ലേ? ഫേസ്ബുക്കിലും വാട്സപ്പിലും അപ്ലോഡ് ചെയ്യില്ലേ? ഉമ്മ ചായ പിടിക്കോ? ചോറിനോ? വാപ്പ തളർന്നു വീഴില്ലേ? 2 മണിക്കൂർ കഴിഞ്ഞ് ഒരു ദിവസം പിന്നിട്ട വെള്ളറങ്ങോ? എങ്കിലെല്ലാ റബീഉൽ വയൽ പറയുന്നുണ്ട്, ലോകത്തെ എല്ലാരെക്കാട്ടും റസൂലിനെ സ്നേഹിക്കണം. എന്നിട്ട് കാണാതായിട്ട് നമുക്ക് വല്ല രസമുണ്ടായിട്ടുണ്ട്. സ്വപ്നത്തിലെങ്കിലും നേരിട്ടിട്ടും വരും, അല്ലെങ്കിൽ സ്വപ്നത്തിലോ കാണാതായിട്ട് വല്ല വിഷമുണ്ടായിട്ടോ? എന്നിട്ട് നമ്മൾ ഭയങ്കര സെറ്റപ്പിൽ പറയാണ്, ലോകത്തെ മാതാപിതാക്കളെക്കാട്ടും മക്കളെക്കാട്ടിലും റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നത് വരെ മുഅ്മിനാവൂല. അപ്പൊ നമ്മളൊക്കെ മുഅ്മിനീങ്ങളാ? ആലോചിക്കുക. ഒരു സഹാബി, മദീനത്തുള്ള സഹാബി പറയാ, എനിക്ക് സഹിക്കാൻ പറ്റണില്ല നബി, പ്രണയമാണത്, പ്രണയം. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അതിനെന്താ മോനെ, തോന്നുമ്പോഴൊക്കെ വന്ന് കണ്ടൂടെ? അപ്പൊ സഹാബി പറഞ്ഞു, അതല്ല നബിയെ, എന്റെ മരണവും നിങ്ങളുടെ മരണവും ഞാൻ ഓർത്തു. അതിന് നിങ്ങൾ മരിച്ച സ്വർഗത്തിൽ ഭയങ്കര സെറ്റപ്പിലല്ലേ, ഉന്നതമായ പദവിയിലല്ലേ? ഞാൻ സ്വർഗത്ത് കടന്നാൽ തന്നെ ഏതെങ്കിലും മൂലയിലാവൂലേ? അപ്പൊ അടുത്തിരിക്കാൻ പറ്റൂലല്ലോ. ഫലം യറുദ്ദഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി മറുപടി പറഞ്ഞില്ല. എന്താ മറുപടി പറയാ? അങ്ങനെ തന്നെയാണ്, റസൂലുള്ളാഹി വലിയ സ്ഥാനത്താണ്, നമ്മളൊക്കെ ചെറിയ സ്ഥാനത്താവും. അമലി ചെയ്തതിന്റെ കണക്കനുസരിച്ച് സ്വർഗത്തിൽ സ്റ്റേജ് വ്യത്യാസം ഉണ്ടാവും. സ്വർഗത്ത് പോയ എല്ലാവരും റസൂലുള്ളാഹിന്റെ വട്ടളഞ്ഞിങ്ങനെ ഇരിക്കൊന്നുമില്ല. റസൂൽ കാനഡയിലാണെങ്കിൽ നമ്മൾ മല്ലേപ്പള്ളിയിലാവും. നമ്മൾ കരുതിയൊരു സങ്കല്പം പൊളിക്കണം. ആ സ്വർഗത്തിൽ പോയാൽ അവിടെ തേനിന്റെ പുഴ ഉണ്ട്, ആറുണ്ട്. അതെല്ലാവർക്കും ഒന്നും ഇല്ലട്ടാ. അവസ്ഥാന്തരങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. താഴ്വസ്ഥാന്റെ പാട്ട് കേട്ടിട്ട് ഇങ്ങനെ രോമാഞ്ചപ്പെട്ടിട്ട് കാര്യമില്ല. എല്ലാവരും ഒരേപോലെ സ്വർഗം കൊടുക്കുകയാണെങ്കിൽ അള്ളാഹു നീതിമാനല്ലെന്ന് ഞാൻ പറയും. ഇവിടെ പാതിരാത്രി മുഴുവൻ നിസ്കരിച്ചൊരു ഈ മലയപ്പള്ളിയിലൊരു മുഅ്മിന്, ഇബത്ത് പറഞ്ഞില്ല, നമിമത്തില്ല, കള്ളില്ല, കഞ്ചാവില്ല, പലിശല്ല, 5 വക്തുണ്ട്, ഒക്കെ ഉള്ളൊരു മനുഷ്യൻ, ഒരു നെഗറ്റീവ് ഇല്ലാത്ത മനുഷ്യൻ, അയാൾ സ്വർഗത്ത് പോയി. അപ്പൊ ഞാനും പോവുകയാണ്. ഞാൻ എങ്ങനെ പോയിന്ന് പറയും, മീസാലിൽ ഇങ്ങനെ തൂക്കുമ്പോ ഒരു പുളിങ്കുരുവിന്റെ അത്ര നന്മ തൂങ്ങി തിന്മയേക്കാൾ. അപ്പൊ ഇങ്ങോട്ട് ചാടി. അപ്പൊ അള്ള കഴിഞ്ഞു പോയിക്കോളാം അല്ലേ? ഒരു മിസ്കാല ധർമ്മത്തിണ്ടായ പോരെ. ഞാനും ഇയാളും സ്വർഗത്തില. അയാൾക്ക് കിട്ടണമൊക്കെ എനിക്കും അള്ള തരികയാണെങ്കിൽ പിന്നെ അള്ളാഹു നീതിമാനാകുമോ? അങ്ങനെ ആലോചിച്ചിട്ടില്ലല്ലോ ദ്വരങ്ങള്, അങ്ങനെ ആലോചിച്ചിട്ടില്ലല്ലോ. എല്ലാവരും ഒരേ സെറ്റപ്പിലല്ല, എല്ലാവരും റസൂലാന്റെ അടുത്തും ഉണ്ടാവില്ല. നിസ്കരിച്ച് സ്നേഹമില്ലാതെ പോയവരൊക്കെ ഒരു മൂലക്ക ഉണ്ടാവും.
നബിയെ സ്നേഹിച്ച അബൂബക്കർ തങ്ങളായിരിക്കും അടുത്ത്. അള്ളാഹു നമ്മളെ നബിയെ കാണുന്ന ആൾക്കാർ പെടുത്തട്ടെ. ആ സഹാബി കരഞ്ഞു എന്നാണ് ഹദീസിലുണ്ട്. അപ്പ ആയത്തിറങ്ങി. ഞാൻ 1001 രാവിലെ അറബിക്കഥയല്ല പറയുന്നത്, പൂമ്പാറ്റയിലെയും ബാലമംഗളത്തിലെയും അമർചിത്ര കഥയല്ല, പരിശുദ്ധ ഖുർആൻ അപ്പ ഇറങ്ങി. ജിബ്രീൽ വന്നു. ആയത്തിന്റെ സബബുൻ നുസൂൽ ഉസ്താദ്മാർക്ക് മനസ്സിലാവും. ഇറങ്ങാനുള്ള കാരണം എന്താന്ന് കിതാബ് പറഞ്ഞിട്ടുണ്ട്. അത് ഈ സന്ദർഭത്തിൽ ഇറങ്ങി. ഏതായത്ത്? ആയത്ത് അവസാനിക്കുന്നത് വഹസുന ഉലൈക റഫീഖാ എന്ന ആയത്താ. നബിയെ സ്നേഹിച്ചവരോട് അങ്ങയെ പിൻപറ്റിയവർ, അങ്ങയെ സ്നേഹിച്ചവർ കൂട്ടുകാരായി അടുത്തുണ്ടാകും നബിയേ. അപ്പോഴാണ് ആ സഹാബി കരച്ചിൽ മാറ്റിയത്. മുഅ്മിനേ, ഈ സൗബാൻ റസൂലുള്ള വഫാത്തായപ്പോ ഈത്തപ്പനക്ക് നനക്കാണ്, ഈത്തപ്പന നനക്ക് റസൂലുള്ള വഫാത്തായി. മകൻ പറഞ്ഞു, വാപ്പാ റസൂലുള്ള വഫാത്താ. അത് കേട്ട് ഇടിവെട്ടിയ പോലെ നിന്നിട്ട് ആ പാത്രം ഒരൊറ്റയേറാണ് സൗബാൻ. എന്നിട്ട് 2 കൈ ഉയർത്തി പറഞ്ഞു, അല്ലാഹുമ്മ ദിഹിബ് ബസരീ, എന്റെ കണ്ണിന്റെ കാഴ്ച കളയല്ലോ. കണ്ണപ്പം അങ്ങോട്ട് പൊട്ടി. നമ്മുടെ മാതിരിയുള്ള ദുആയല്ല, സെറ്റപ്പ് ദുആ. കണ്ണപ്പ പൊട്ടി. മകനോട് പറഞ്ഞു, എനിക്ക് റസൂലുള്ളാഹിനെ കാണണം. കയ്യ് പിടിച്ചുപോയി. പുണ്യനബിയുടെ ജനാസ വെള്ള പുതച്ചു കിടക്കുകയാ. ലോകത്തിന്റെ നേതാവ് നിത്യശാന്തിയിലാ. നെറ്റിയിൽ കൈ വെച്ച് തരാൻ പറഞ്ഞു. കണ്ണുപൊട്ടിയ സ്വഹാബിയുടെ കൈയിരുന്ന് മുത്തുമണികളെപ്പോലെ വേർപ്പ് കണങ്ങൾ തിളങ്ങി നിൽക്കുന്ന റസൂലുള്ളാഹിന്റെ നെറ്റിയിൽ കൈ വെച്ചു. പിന്നെ അത് നീണ്ട റസൂലുള്ളാഹിന്റെ നാസികയിലേക്ക് വന്നു. പിന്നെ ചെറുഞ്ചിപ്പഴം പോലെ പുന്നാര നബിയുടെ പുഞ്ചിരി തൂകി കിടക്കുന്ന ചുണ്ടിൽ അമർത്തി. പതുവായി മിതുവായി ഒന്നമർത്തിയിട്ട് തൻ്റെ ചുണ്ടിനോടൊന്ന് ചുംബിച്ചു. പൊട്ടിക്കരഞ്ഞു പറഞ്ഞു, യാ റസൂലല്ലാഹ്. സൗബാൻ ദ്വയർന്നു, നബിയെ കണ്ണുപൊട്ടാൻ സൗബാൻ സഹിക്കാൻ പറ്റില്ല നബിയെ. അങ്ങില്ലാത്ത ലോകം എനിക്കിനി കാണണ്ട നബിയെ. അങ്ങയെ ഇങ്ങനെ കാണാനും എനിക്ക് കഴിയില്ല നബിയെ. അതുകൊണ്ടാണ് സൗബാൻ കണ്ണു പൊട്ടിച്ചത് എന്ന് സൗബാൻ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ നിങ്ങൾക്ക് ചോദിച്ചൂടെ മുഅ്മിനീങ്ങളെ, കണ്ണു പൊട്ടാൻ ദ്വയരക്കല് ഹറാമാണ് മുത്തേ. ഇങ്ങനെ ദ്വയരക്കാൻ പാടില്ല. എന്നിട്ട് പോലും ദ്വയരുന്നത് പ്രണയമല്ലാതെ മറ്റൊന്നുമല്ല. അതുകൊണ്ട് മദീനയെ പ്രണയിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മുത്ത് റസൂൽ വീട്ട് മുറ്റത്തൊരു മുന്തിരി വള്ളി പടർപ്പായെങ്കിൽ നിത്യവും ആ പൂമേനി തഴുകും തന്നൽ എന്നെയും തഴുകി തണുപ്പിച്ചേനെ. റസൂലുള്ളാഹിന്റെ കാലത്ത് ഞാനും നിങ്ങളും മദീനയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ഈ എറണാകുളത്ത് ജനിച്ചത്? ഞാൻ എന്തിനാ തൃശ്ശൂരിൽ ജനിച്ചത്? മുത്തുനബി വീട്ടിലുള്ളപ്പോ ഒരു മുന്തിരി വള്ളിച്ചെടിയായി മുറ്റത്ത് നിന്നിരുന്നെങ്കിൽ മദീനയിൽ മാത്രം വീശുന്നൊരു കാറ്റുണ്ട്, റീഹുസ്സബാ, മദീനയിലെ കുറിഞ്ഞിക്കാറ്റേ. അത് പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിൽ വീശുന്ന നിവിൻ പോളിയുടെ വടക്കൻ കാറ്റല്ല. ആ മദീനയിലെ കാറ്റ് എന്നെയും തഴുകുമായിരുന്നല്ലോ. ഒരാശിക്കിന്റെ വിലാപ പ്രണയഗാഥയാണത്. ഒട്ടേറെ ദൂരം നടക്കാനൊക്കും ഒട്ടകമായി പിറന്നെങ്കിൽ ഞാൻ താമര തോൽക്കുന്ന ത്വാഹ തന്റെ തളിർമേനി തോളിൽ വഹിച്ചേനെ ഞാൻ. ഭാരം ചുമന്ന് നടന്നേനെ ഞാൻ. ബദറിൽ ശരങ്ങൾ തടുത്തേനെ ഞാൻ. പുണ്യനബിയുടെ ഖസ്വ എന്ന് പറയുന്ന ഒരു ഒട്ടകമുണ്ടായിരുന്നു. മുഅ്മിനീങ്ങളെ, സ്വർഗത്തിൽ കാണാൻ തൗഫീക്ക് നൽകട്ടെ. മിണ്ടാ പ്രാണി ഖസ്വ, നീ എത്ര ഭാഗ്യവതിയാ പെണ്ണേ. റസൂലുള്ളാഹിന്റെ തളിർമേനിയേറ്റിയിട്ട് മരുഭൂമിയിലൂടെ താണ്ടിക്കടന്നു പോയില്ലേ? ആ ഭാഗ്യം ബഷീറിനില്ലാതെ പോയല്ലോ. ഞാൻ എന്തിനാ ജനിച്ചു പോയത് ഈ കാലത്ത്? പക്ഷെ 14 നൂറ്റാണ്ട് പിമ്പന്തിന്
പാപി മണ്ണിൽ പിറന്നു വീണു പുണ്യ റസൂലിന്റെ പദപങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീണു. അല്ലാഹുവേ ഞങ്ങളെ നീ മദീനയിൽ എത്തിക്കണേ അല്ലാഹ്. ഹജ്ജും ഉംറയും ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞതും കേട്ടതും അമലു സാലിഹാത്തിൽ രേഖപ്പെടുത്തണേ അല്ലാഹ്. നിന്റെ ദീവാനു സാലിഹീൻ അവരിൽ ഞങ്ങളുടെ പേര് നീ എഴുതണം അല്ലാഹ്. റബ്ബേ നീ ഞങ്ങളുടെ ഉടമസ്ഥനാ, ഞങ്ങൾ നിന്റെ അടിമയാ. നീ പറഞ്ഞതൊന്നും ഞങ്ങൾ മുഴുവനും ചെയ്തിട്ടില്ല കോനെ, പക്ഷെ നിന്റെ ദർബാറിലല്ലാതെ മറ്റൊരഭയമില്ല നാഥാ, നിന്നോടല്ലാതെ മറ്റൊരഭയമില്ല നാഥാ. ഞങ്ങൾക്ക് നിരാശയില്ല റബ്ബേ, പക്ഷെ നീ ഉത്തരം തരുമെന്ന് പ്രതീക്ഷയാ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫതായോ റബ്ബേ, രോഗത്തിന് ശിഫതായോ റബ്ബേ, ദുആ വസിയത്ത് ചെയ്തവർക്ക് ശിഫതായോ അല്ലാഹ്. റബ്ബേ ഞങ്ങളുടെ മനസ്സിലൊക്കെ അമ്പരം നൊമ്പരം കൊള്ളുന്ന വേദനകളാ, എല്ലാം അറിയുന്ന രക്ഷിതാവേ, ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഖൽബറിയുന്ന നാഥാ, ഹൃദയത്തിന്റെ നിമ്നവും നദികൾ അറിയുന്ന റബ്ബേ, ഉദ്ദേശങ്ങളെ നിറവേറ്റണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളുടെ സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. റബ്ബേ അവരുടെ പഠനങ്ങളിൽ പുരോഗതി നൽകണേ അല്ലാഹ്. റബ്ബേ ആഫിയത്ത് കൊടുക്കണം അല്ലാഹ്, ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. റബ്ബുൽ ആലമീനായ തമ്പുരാനെ അടിയങ്ങളോട് കൃപ ചെയ്യണേ റബ്ബേ, കൃപ ചെയ്യണം അല്ലാഹ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരുന്ന മഹാനായ ശൈഖ് കോയക്കുട്ടി ഉസ്താദ് ദ്വയരക്കുമ്പോ പറയുന്ന വാക്കാ, കല്ലുപോലും മലിഞ്ഞു പോകുന്ന വാക്ക്. എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചൊരു വാക്കാണത്. അടിയങ്ങളോട് കൃപ ചെയ്യണം അല്ലാഹ്, അടിയങ്ങളോട് കൃപ ചെയ്യണം അല്ലാഹ്, അടിയങ്ങളോട് കൃപ ചെയ്യണം അല്ലാഹ്. അമലില്ല റബ്ബേ, കുറ്റങ്ങൾ കൂടുതലാണ് റബ്ബേ, നീ ഞങ്ങളോട് മാപ്പ് ചെയ്യണം അല്ലാഹ്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ അഭിവൃദ്ധി നൽകണേ റബ്ബേ, അപകട മരണങ്ങളിൽ നിന്ന് അവരെയും ഞങ്ങളെയും കാക്കണേ റബ്ബേ. പെട്ടിയിലാക്കി കൊണ്ടുവരുന്ന മയ്യത്താക്കല്ലേ അല്ലാഹ്. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്, അപകട മരണമാക്കല്ലേ റബ്ബേ. ഏതോ മോർച്ചറിയിൽ കിടന്ന് പിറ്റേന്ന് വെട്ടിപ്പൊളിച്ച് തുന്നിക്കൂട്ടുന്ന ജനാസയാക്കല്ലേ റബ്ബേ. ആയിരക്കണക്കിന് ആളുകൾ ഞങ്ങൾക്ക് നിസ്കരിക്കണേ റബ്ബേ. 100 ആൾ നിസ്കരിച്ച മയ്യത്ത് മഗ്ഫിറത്തുള്ള മയ്യത്താ. 10,000കണക്കിന് ആളുകൾ നിസ്കരിക്കുന്നൊരവസ്ഥ നീ ഞങ്ങൾക്ക് നൽകണം റബ്ബേ. അല്ലാഹുവേ മഹല്ല് ജമാഅത്തിനെ ഇസ്സത്തിലാക്കണേ റബ്ബേ. ഈ മഹല്ല് നിവാസികളെ നീ ഐശ്വര്യത്തിലാക്കണേ റബ്ബേ. ഇവർക്ക് ആത്മീയ നേതൃത്വം നൽകുന്ന അവിടുത്തെ ഉസ്താദുമാർ, സക്കാഫി ഉസ്താദിനെ പോലെ, ഫൈസി ഉസ്താദിനെ പോലെ ഒരുപാട് ആളുകൾ നേതൃത്വം നൽകുന്നു. അല്ലാഹുവേ അവർക്കൊക്കെ നീ വലിയ ബർക്കത്ത് നൽകണേ റബ്ബേ. റബ്ബേ ഈ മഹല്ല് ജമാഅത്തിന്റെ ഭാരവാഹികൾ അവരെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ SKSSFന്റെ എൻ്റെ സ്നേഹഭാജനങ്ങളായ മക്കളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങളുടെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഒരുപാട് നായകന്മാർ ഈ സദസ്സിലും വേദിയിലുമുണ്ട്, നീ അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചോനെ ഞങ്ങൾ ഇരുന്നതൊക്കെ നിന്റെ ദീവാനു സാലിഹിൽ എഴുതണേ റബ്ബേ. നീ വെറുതെയാക്കല്ലേ റബ്ബേ. പറഞ്ഞവനിലും കേട്ടവനിലും ഒരു ചെറുതിരി വെളിച്ചമെങ്കിലും നീ ഉണ്ടാക്കണേ റഹ്മാനെ. ഈ പരിപാടി നീ പരാജയപ്പെടുത്തല്ലേ അല്ലാഹ്. റഹ്മാനെ ഇവരിൽ കഴിവുള്ളവർക്ക് ഇതിനു വേണ്ടി സഹായിക്കാൻ നാളെ നീ അവസരം നൽകണേ റബ്ബേ. ഇതവസാനിക്കുമ്പോൾ ഈ മക്കളുടെ മനസ്സ് വേദനിക്കല്ലേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന ഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ഈ പരിപാടിക്ക് വേണ്ടി സ്ഥലം വിട്ടു തന്ന MM ഇബ്രാഹിം സാഹിബ്, അല്ലാഹുവേ അദ്ദേഹത്തെയും കുടുംബത്തെയും നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഇതിന് ഇരട്ടിയായ പ്രതിഫലം നീ ആ സഹോദരനും കുടുംബത്തിനും നൽകണേ റബ്ബേ. അള്ളാഹുവിൻ്റെ ദീനാണ് ഇവിടെ പറഞ്ഞത്. ഈ മണിക്കൂറുകളൊക്കെ ഇരുന്നതിൻ്റെ ഒരു സവാബ് മിസ്ല് അവരുടെ ആരുടെയെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഖബറു ഷരീഫയിലേക്ക് എത്തിക്കണേ റബ്ബേ. ആനസുൽ മയ്യത്തു ഫീ ഖബരി
മയ്യത്തിൻ്റെ ആത്മാവ് ആഹ്ലാദം കൊള്ളുമെന്ന് തിരുമുസ്തഫ. റബ്ബേ, അവരുടെ ആത്മാവിന് നീ ആഹ്ലാദം കൊടുക്കണേ റബ്ബേ. എത്രയോ വേദികളിൽ നിന്ന് ദുആ വസിയത്ത് ചെയ്ത 10,000-കണക്കായ ആളുണ്ടാവും. റബ്ബേ, എനിക്കറിയില്ല പേരെന്തെന്ന് ഊരെന്തെന്ന്. ഇതുപോലൊരു ദുആ മജ്ലിസിൽ ഒരു സദസ്സിലെ ആമീനാണ് അവർ പ്രതീക്ഷിക്കുന്നത്. റബ്ബേ, എൻ്റെ ബാധ്യതയിൽ അതൊരു കടപ്പാടാക്കല്ലേ അല്ലാ. എൻ്റെ മരണം വരെ ഇത്തരം സദസ്സുകളിൽ അത് ഓർമ്മിക്കാൻ ഭാഗ്യം നൽകണേ റബ്ബേ. ദുആ വസിയത്ത് ചെയ്തവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റണേ റബ്ബേ. അവരിൽ പലരും മരിച്ചിട്ടുണ്ടാകും, നീ സ്വർഗം നസീബാക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യമാർ, ബന്ധുക്കൾ, ഭർത്താക്കന്മാർ, മക്കൾ, സഹോദരങ്ങൾ, ഉസ്താദുമാർ പലരും മരിച്ചു ഖബറില റബ്ബേ. നാളെ സ്വർഗത്തിലൊന്ന് കാണിച്ചതായോ പടച്ചോനെ. അല്ലാഹുവേ, അഭിവന്ദരായ ആലിക്കുട്ടി ഉസ്താദ് രോഗബാധിതനാണ്, ശിഫ കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരായ നേതാക്കന്മാർക്ക് ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് മറഞ്ഞുപോയ ശംസുൽ ഉലമ കണ്ണിയത്ത് ഉസ്താദ്, KT ഉസ്താദ്, നാട്ടിയ ഉസ്താദ്, KV ഉസ്താദ്, കാളമ്പാടി ഉസ്താദ്, സൈനുൽ ഉലമ ഉസ്താദ്, കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, KK അബൂബക്കർ ഖസദ്, MM ബഷീർ മുസ്ലിയാർ, KK അബ്ദുള്ള മുസ്ലിയാർ. അല്ലാഹുവേ, കാളമ്പാടി ഉസ്താദ്, അനക്കരക്കോയക്കുട്ടി ഉസ്താദ്, റബ്ബേ, കോട്ടുമല ബാപ്പ മുസ്ലിയാർ, കഥ പറഞ്ഞൊഴുകുന്ന കടലുണ്ടി പുഴയുടെ തീരത്തെ സ്നേഹവസന്തത്തിൻ്റെ പൂമരത്തണലേ, മശൂർ പറ്റ കൊടപ്പനക്കലത്തറവാട്ടിലെ പൂക്കോയാൻ്റെ മുത്തേ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ്. അല്ലാഹുവേ, എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റബ്ബേ. ചെമ്പിട്ടപ്പള്ളി ഉസ്താദ് അനുഗ്രഹിക്കണേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം ബിഹഖ് നബിയിനാ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ യാ അർഹമർ റഹീമീൻ. മാഷാ അല്ലാഹ്. എല്ലാവരും ദുആ ഇറക്കൂലേ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കത്തൂദിച്ച നീലാവേ മദീനത്താണവ യനൂറേ ചൊല്ലു സല്ലല്ലാഹു അലാ മുഹമ്മദ്. അബ്ദുല്ലാഹ് തൻ്റെ കാനിയേ ആമീന ബിപേറ്റ മോനെ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അമ്പിളി തിങ്കൾ നീലാവോ അമ്പരത്തിനാകെ ഒളിവോ സല്ലല്ലാഹു. പാരിജാതത്തിൻ്റെ പൂവേ പാതിരാവിൻ്റെ നീലാവേ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. എല്ലാ ചെറുപ്പക്കാരോട് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരൊക്കെ ബഷീർ ഫൈസി ദേശമംഗലം നടിച്ചാൽ 2 പേജ് വരും. ഒന്ന് ലൈക്ക് പേജാണ്, അല്ലെങ്കിൽ ലൈക്കൊന്നും ചെയ്യണ്ട. ഒന്ന് പ്രൈവറ്റ് പേജല്ല ID ആണ്. അതിലൊരു 20,000-ഓളം ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് അയക്ക്. മെസ്സഞ്ചറിൽ ഞാൻ എന്താ സ്ഥലത്തിൻ്റെ പേര് പടമേക്കാൽ എന്നാന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇൻഷാ അല്ലാഹ്. നമുക്ക് നല്ല പോസ്റ്റുകൾ ഷെയർ ചെയ്യാം. അങ്ങനെ ചോറിനണവും പുലിമുരുകനും മാത്രം ഷെയർ ചെയ്താൽ പോലെ. അസ്സലാമു അലൈക്കും. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.